Hello. Good evening. Good evening to all. I think I'm audible here, no? Okay. You're audible, sir. Okay. Welcome to all the delegates and our distinguished speakers. And we have many eminent personalities like Dr. Arun Chandrasekharan, is our chief guest, and he's a DM Oncology from Tata Institute of Cancer Studies in Mumbai. And we have our distinguished speaker, Dr. Sri Kumar, he is a functional medicine specialist. And we have another speaker, Dr. Sendil Kumar, he is from National Institute of Siddha in Chennai. And we have another speaker, Dr. Vinu Krishnan, he is a Chief Medical Officer in Department of Homeopathy, Government of Kerala. And Dr. Ajal Kumar, Director of Ayurveda, Chennai, former lecturer of AGS Ayurveda College, Chennai. And we have finally Dr. Srijit, my friend. He is also working in cancer. Today, in the cancer world cancer day February World Cancer Day നമുക്കറിയാം ക്യാൻസറിന്റെ ഒരു പ്രിഡോമിനൻസ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഭയപ്പെടുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. ഇതിന്റെ ചികിത്സയിലെല്ലാം തന്നെ നമുക്ക് ഒരുപാട് കാര്യത്തിലുള്ള പ്രശ്നങ്ങളും ഗുരുതരമായ സ്ഥിതിവിശേഷങ്ങളും നേരിട്ടുകൊണ്ടിരിക്കാം. ഇതിന്റെ ചികിത്സയിൽ നമുക്ക് ആവശ്യമുള്ള പല ഗൈഡൻസും പൊതുജനങ്ങൾക്കും ഡോക്ടർമാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ സെമിനാറിന്റെ അല്ലെങ്കിൽ വെബിനാറിന്റെ ലക്ഷ്യം. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു ഇന്റഗ്രേഷൻ, ഹോളിസ്റ്റിക് ഇന്റഗ്രേഷൻ ക്യാൻസർ തെറാപ്പിയിലെ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരിക്കുന്ന പുതിയ വഴിത്തിരിവുകൾ ഡോക്ടർ അരുൺ ചന്ദ്രശേഖർ നമുക്കിവിടെ ക്ലാസ് എടുത്തു തരുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കും. അതിനുശേഷം ഡോക്ടർ ശ്രീകുമാർ സർ, അതിനുശേഷം ഡോക്ടർ സെന്തിൽ, ഡോക്ടർ വിനു കൃഷ്ണൻ, ഡോക്ടർ അജൽ കുമാർ, ഡോക്ടർ ശ്രീജിത്ത് എന്നിവരുടെ വിശദമായ ഓരോ നോളജ് ഷെയറിംഗ്, ക്ലിനിക്കൽ പ്രസന്റേഷൻ ഷെയറിംഗ് ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ക്യാൻസർ ചികിത്സയിൽ എന്തെല്ലാമുള്ള മാറ്റങ്ങൾ, ചികിത്സയുടെ ഓരോ ഘട്ടത്തിലും കീമോതെറാപ്പി ആണെങ്കിലും ഇമ്മ്യൂണോതെറാപ്പി ആണെങ്കിലും ടാർഗറ്റഡ് തെറാപ്പി, ഒരുപാട് തെറാപ്പിയിൽ മോഡേൺ മെഡിസിനുണ്ട്. അതുപോലെ മറ്റു വൈദ്യശാസ്ത്രങ്ങളിലുള്ള ചികിത്സയിലൂടെ എങ്ങനെയെല്ലാം ക്യാൻസറിനെ നമുക്ക് അതിജീവിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാനൊരു ക്യാൻസർ എക്സ്പെർട്ട് അല്ല, പക്ഷേ ഞാനൊരു ക്യാൻസർ വാരിയറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ഡോക്ടർമാർക്കും പല ഡോക്ടർമാർക്കും എന്നെ നേരിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സബ്ജക്റ്റിന് തിരഞ്ഞെടുത്തത്. ഈ ഒരു ക്യാൻസർ എന്നുള്ള രോഗം അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഇതിലുണ്ടാവുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് ആശങ്കകളുണ്ട്. എവിടെ പോകണം, എന്ത് ചികിത്സ നടത്തണം, എന്തെല്ലാം ചികിത്സകളാണ് ഇതിന് ഫലപ്രദം, ഏതെല്ലാം ഘട്ടത്തിൽ ഏതെല്ലാം ചികിത്സകൾ ഇതിന് ഉപകാരപ്രദമാകും എന്നുള്ള കാര്യങ്ങളെല്ലാം പലതും ജനങ്ങൾ അജ്ഞരാണ്. ജനങ്ങളുടെ ഈ അജ്ഞത തന്നെ പലരും ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. പലപ്പോഴും മാരകമായ ചികിത്സ മാരകമാകുന്നതിന് മുമ്പ് തന്നെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതും കണ്ടുപിടിച്ചാൽ വളരെ ലഘുവായ ചികിത്സയുടെ മാറ്റാൻ പറ്റുന്നതുമായ നിരവധി ഇത്തരം കണ്ടീഷനുകൾ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തിയിട്ട് ചികിത്സയുടെ വൈകല്യം രൂപീകരിച്ച ഒരു ഘടകത്തിലേക്ക് പോകുന്നത് നമുക്ക് തടയാൻ സാധിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഒരു സെമിനാർ ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും വ്യക്തിപരമായിട്ട് ഓരോ ഡോക്ടർമാരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നടത്തുവാൻ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഇവിടെ അവൈലബിൾ ആണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, പ്ലീസ്. ഹലോ. ഹലോ, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ഡോക്ടർ സനൽ കുമാർ ഉണ്ടോ? ഡോക്ടർ സനൽ. ഹലോ. ഞാൻ ഡോക്ടർ. ഓക്കെ.
ഞാൻ പറയട്ടെ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അതായത് ഒരു സായാഹ്നം എല്ലാവർക്കും അറിവുകളിൽ സമ്പുഷ്ടമായിരിക്കും ഞാൻ ആദ്യം ആശംസിക്കുകയാണ്. ക്യാൻസർ ചികിത്സ എന്ന് പറയുമ്പോൾ, ക്യാൻസർ രോഗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒട്ടനവധി എന്താ പറയാ തെറ്റിദ്ധാരണകളുടെയും പിന്നെ ഭയത്തിന്റെയും അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. പലപ്പോഴും ക്യാൻസർ രോഗം ഒരു രോഗി ക്യാൻസർ രോഗി ആവുന്നത് അദ്ദേഹം ക്യാൻസർ രോഗം ആണെന്ന് അറിയപ്പെട്ട ശേഷം മാത്രമേ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഓക്കെ. അപ്പോ ഒരു രോഗി ക്യാൻസർ രോഗി ആവുന്നത് പലപ്പോഴും ക്യാൻസർ രോഗം ആണെന്ന് അറിയപ്പെട്ട ശേഷം മാത്രമാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പോ നമ്മുടെ സമൂഹത്തില് ഡോക്ടേഴ്സ് പോലും പലപ്പോഴും വളരെ പാനിക് ആവുന്ന ഒരു സാഹചര്യമാണ് ഈ രോഗത്തെ സംബന്ധിച്ചുള്ളത്. ഇതിന്റെ വ്യത്യസ്ത നമ്മുടെ ചികിത്സാ രീതികൾ, മോഡേൺ മെഡിസിൻ ആയാലും ഹോമിയോ മെഡിസിൻ ആയാലും ആയുർവേദമായാലും നാച്ചുറോപ്പതി ആയാലും ഇതിന്റെയൊക്കെ സാധ്യതകൾ രോഗിക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു മനുഷ്യ സമൂഹം എന്ന നിലയിൽ, ഹോമോ സാപ്പിയൻസ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഓരോ അറിവിന്റെയും സാധ്യതകളെ പരമാവധി ഈ രോഗചികിത്സയ്ക്കായും രോഗിയുടെ ക്ഷേമത്തിനായും എത്തിപ്പെടുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് നമ്മൾ HMA ഈ കൊളോക്യം സീസൺ 2 നമ്മുടെ ഈ കൊളോക്യത്തിന്റെ എന്താ പറയാ സിരയിലെ ഡോക്ടർ അർഷദിന്റെ ചോരയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അറിവിന്റെ അഗാധമായ തലത്തിലേക്ക് വോയിസ് കട്ടായിട്ടില്ലേ? ഡോക്ടർ സനലിന്റെ വോയിസ് കട്ടായി. ഹലോ, കേൾക്കാമോ? ഓക്കെ പറഞ്ഞു. ഈ ഞാന് റേഞ്ചിന് ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാം. ഈ പിന്നെ ഇന്നത്തെ വെബിനാറിന്റെ ഔപചാരിക ഉദ്ഘാടനം ഞാൻ ജനറൽ സെക്രട്ടറി ഇടൂടി ഉണ്ണികൃഷ്ണന്റെ അഭാവത്തിൽ ഞാൻ നിർവഹിച്ചിട്ടുള്ളൂ. സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് എടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ഇടൂഴി വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, രണ്ടു വാക്ക് വരാം. ഔപചാരിക ഞാൻ കുറെ ക്ഷണിച്ചിരുന്നു. ഡോക്ടർ അവൈലബിൾ, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും തോന്നുന്നു. നേരത്തെ കേൾക്കുന്നുണ്ടല്ലേ? ഗുഡ് ഈവനിങ് എവരിബഡി. നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. തീർച്ചയായും വേൾഡ് ക്യാൻസർ ഡേ ആയിട്ടുള്ള ഇന്ന് ഒരു ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷനും ഈ രംഗത്തെ എല്ലാ പ്രമുഖമായിട്ടുള്ള ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസിന്റെ എല്ലാ വക്താക്കളും ഒരേ വേദിയിൽ നമ്മുടെ HMA സയന്റിഫിക് കമ്മിറ്റിയുടെ ഒരു അസോസിയേഷനോട് കൂടിയിട്ട് ഈ ഒരു വേദിയിൽ ഈ ഒരു സായാഹ്നത്തിൽ ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഈ രംഗത്തെ ഏറ്റവും അധികായന്മാരായിട്ടുള്ള ഓരോ മോഡേൺ മെഡിസിനിലെ എക്സ്പേർട്ട് പാനൽ, അതുപോലെ തന്നെ ഹോമിയോ, അതുപോലെ ആയുർവേദം, യുനാനി, എല്ലാ മേഖലയിലുള്ള സാധ്യതകളെയും എങ്ങനെ ഉപയോഗപ്പെടുത്താം, മാനവരാശിയുടെ ഏറ്റവും മികച്ച സേവനത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ഉള്ള ഒരു ചിന്ത നമുക്ക് ഈ ഒരു സായാഹ്നത്തിൽ പങ്കുവെക്കാം. ഡോക്ടർ അരുൺ ചന്ദ്രശേഖരനെ പോലെയുള്ള മെഡിക്കൽ ഓങ്കോളജിയിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഇന്ന് ഈ മേഖലയുണ്ട്. ഡോക്ടർ ശ്രീജിത്ത് ആയുർവേദത്തിലെ വ്യത്യസ്തരായിട്ടുള്ള ഹോമിയോ രംഗത്തെ വിദഗ്ധരുണ്ട്. എല്ലാവരെയും ഈ ഒറ്റ വാക്കിൽ ഈ ഒരു ഇതിലേക്ക് ഡോക്ടർ സെന്തിൽ കുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ അക്കാഡമിക് രംഗത്തെയും ക്ലിനിക്കൽ രംഗത്തെയും എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഒരുപക്ഷെ ഒരു 90കളിലും 2000 കാലഘട്ടത്തിലും ഇവിടെ കേരളത്തിൽ ആയാലും ഇന്ത്യക്കകത്ത് തന്നെയായാലും ഒരിക്കൽ ഓങ്കോളജിയുടെ ഒരു പ്രിവലൻസ് കൂടിക്കൂടി വന്ന സമയത്ത് എത്രത്തോളം സമൂഹം
വളരെയധികം ഉത്കണ്ഠാകുലരായിരുന്നു എന്നുള്ളതും അതിൽ നിന്ന് 2 ദശകത്തോളം പിന്നിടുമ്പോൾ എത്രത്തോളം സാധ്യതകൾ നമ്മുടെ ഈ രംഗത്തെ മെഡിക്കൽ ഓങ്കോളജിയിലായാലും സർജിക്കൽ ഓങ്കോളജി മാത്രം ഉണ്ടായിരുന്ന ഒരു രംഗത്ത് പുതിയ പുതിയ സാധ്യതകളും മറ്റു സയൻസുകളുടെ പ്രത്യേകിച്ചും മൾട്ടി ഡിസിപ്ലിനറി ആസ്പെക്റ്റിലൂടെ നമുക്ക് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനുള്ള പല സാധ്യതകളും ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിൽ വിദഗ്ധർ ചർച്ച ചെയ്യും എന്ന് കരുതുന്നു. എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡോക്ടർ അർഷാദ് പ്ലീസ്. താങ്ക് യു ഡോക്ടർ സനൽ ആൻഡ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. നമുക്ക് സെഷനിലേക്ക് കിടക്കാം. നമുക്ക് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ചീഫ് പാനലിസ്റ്റ് ആയിട്ട് ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ, MD/DM മെഡിക്കൽ ഓങ്കോളജി. അദ്ദേഹം ഒരു വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും DM കരസ്ഥമൊക്കെ ജിപ്മറിൽ നിന്ന് MBBS-ഉം അതിനുശേഷം ഇപ്പോൾ ആസ്റ്റർ മിംസിൽ സീനിയർ മെഡിക്കൽ ഓങ്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വിവിധങ്ങളായ പേപ്പറുകൾ, ഒരുപാട് ഇന്റർനാഷണൽ പേപ്പറുകൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈസ് വെരി എക്സ്പീരിയൻസ്ഡ് ഇൻ അഡ്വാൻസ്ഡ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ആൻഡ് സാർക്കോമാസ് ആൻഡ് വെൽ versed and latest advancement in cancer like immunotherapy, target therapy and precision medicine. And special areas include sarcoma, lung cancer, head and neck cancer, and ഒരുപാട് ഇന്റർനാഷണൽ പേപ്പേഴ്സ് അയാളുടെ 60ഓളം ഇന്റർനാഷണൽ ജേണൽസിൽ പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ, അതുപോലെ ഏഷ്യൻ അമേരിക്കൻ കോളേജ് ഓഫ് അമേരിക്കൻ ഓങ്കോളജി സൊസൈറ്റി, ഒരുപാട് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്. ഒരുപാട് ഇന്റർനാഷണൽ പേപ്പർ പ്രസന്റേഷൻ, ഒരുപാട് അവാർഡ്സും അച്ചീവ്മെന്റ്സും കിട്ടിയിട്ടുള്ള ഒരു പ്രശസ്തനായ ഡോക്ടറാണ്. വളരെ യങ് ആണെങ്കിലും ഇന്ന് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തോളം റിസർച്ച് ഡെവലപ്മെന്റ് ചെയ്യുന്ന ഡോക്ടർമാർ വളരെ അപൂർവമായിരിക്കും. അതിനേക്കാളും ഉപരി അയാൾ ഒരു പേഴ്സണലായിട്ട് പറയുന്നത് വളരെ ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. വളരെ ക്യാൻസറിന് ഏറ്റവും വേണ്ടതായിട്ടുള്ള ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ, ഒരു രോഗി എന്നുള്ളതിലുപരി ഒരു മനുഷ്യൻ എന്നുള്ള ഒരു കൺസിഡറേഷൻ ചെയ്യുന്ന ഒരു അപാരമായ ഒരു സ്നേഹത്തിന്റെ വ്യക്തിത്വമാണ് അദ്ദേഹം. ഇതിന്റെ വർക്ക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അവിടെ ഫോർമർ സ്പെഷ്യലിസ്റ്റ് രജിസ്ട്രാറായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഹോമി ബാബ ക്യാൻസർ ഹോസ്പിറ്റൽ പഞ്ചാബിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ സൊസൈറ്റി ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജി മെമ്പർ, ഈസ് എ യൂറോപ്യൻ സൊസൈറ്റി ഓഫ് മെഡിക്കൽ ഓങ്കോളജി മെമ്പർ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് മെഡിക്കൽ പീഡിയാട്രിക് ഓങ്കോളജി മെമ്പറാണ്. അങ്ങനെ വിവിധങ്ങളായ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടറാണ് ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ. I personally, on behalf of HMA and Integrative Medical Practitioner, I invite Dr. Arun Chandrasekharan to have a deliver this session for the people. Thank you, sir. Thank you, Dr. Arshad ji. Dr. Arshadine personally ആയിട്ട് അറിയുന്ന ട്രൂ ക്യാൻസർ വാരിയർ തന്നെയാണ് ആള്. ഞാനും ഡോക്ടർ ഗംഗാധരൻ എൻ്റെ ബോസും വളരെ പ്രിയപ്പെട്ട നമ്മളെ പേഷ്യൻ്റ് അല്ല, പ്രിയപ്പെട്ട ഡോക്ടർ തന്നെയാണ് നമ്മൾക്ക്. സോ റെഗുലർലി മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സർ, എന്നെ ഒന്ന് ഒരു ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഇൻവിറ്റേഷന്. ആൻഡ് ഹോപ്പ്ഫുള്ളി നമ്മളെ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ മൾട്ടി ഡിസിപ്ലിനറി ഒരു ഇൻറ്റഗ്രേറ്റഡ് ഒരു പാനലായിട്ട് ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്പെഷ്യലി ബിക്കോസ് പേഷ്യൻസ് എല്ലാ ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഒരു ക്യാൻസർ ഡയഗ്നോസിസ് വരുമ്പോൾ അവർ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഡിസിപ്ലിൻസിൽ അതിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ. ഡോക്ടർ അർഷാദ്, ഒരു ക്വസ്റ്റ്യൻ ചില പേര് ചോദിക്കുന്നുണ്ട്, ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് തമിഴ് മലയാളം. നമ്മളെ മീഡിയം ഓഫ് ഇത് ഇംഗ്ലീഷിലാക്കണം? No, medium is in Malayalam and okay. In English also you can add little bit, no problem. മലയാളത്തിൽ ഇംഗ്ലീഷിൽ നമുക്ക് മിക്സ് ആയി സംസാരിക്കാം. ഡോക്ടർ അർഷാദിന് അറിയാലോ എൻ്റെ അങ്ങനെയാണ്. മലയാളം കുറച്ചൊരു പ്രശ്നങ്ങൾ എന്നെ ഉള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് എന്നെ മെയിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ ഓഫ് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ക്യാൻസർ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആയിട്ട് ഇരിക്കുന്ന, ആൻഡ് അതിൻ്റെ ചെറിയ കാര്യങ്ങൾ അബൌട്ട് പ്രിവെൻഷൻ, ഏർലി ഡിറ്റക്ഷൻ, നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന വാട്ട് ലേറ്റസ്റ്റ് അഡ്വാൻസസ് ഉണ്ടായിട്ടുണ്ട്, ആൻഡ് ഓൾസോ ട്രീറ്റ്മെന്റിൽ എന്താ പുതിയതായിട്ട് ന്യൂ ടെക്നോളജീസ് എന്തൊക്കെ അവൈലബിൾ ആണ്. സോ ഇതിനെ പറ്റി ക്വിക്ക് ഒരു 15 to 20 മിനിറ്റ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് മെയിനായിട്ട് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. സോ ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്, February 4th സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇതിന് മെയിനായിട്ട് നമ്മൾ ക്യാൻസർ ഡേന്റെ ഈ പ്രാവശ്യത്തെ തീം ക്ലോസ് ദ ക്യാൻസർ ഗ്യാപ്പ് ആണ്. സോ ഈ ക്യാൻസർ ഗ്യാപ്പ് പറഞ്ഞാൽ നമുക്ക് ഈ ഓരോ പേഷ്യന്റിന് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഈക്വൽ ആയിരിക്കില്ല. അതിന്റെ കാരണം ചിലപ്പോൾ ഫൈനാൻഷ്യൽ ആയിരിക്കും,
അല്ലെങ്കിൽ നമ്മളുടെ ആക്സസിബിലിറ്റി, ചില പേഷ്യൻസിൽ ടൗണിൽ ജീവിക്കുന്ന, ചില പേർക്ക് വില്ലേജിൽ താമസിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു തെറപ്പി എടുക്കാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വളരെ ഒരു ഡിഫിക്കൽട്ടി, അവര് വില്ലേജിൽ നിന്ന് വന്നിട്ട് ടൗണിലേക്ക് വന്ന് അങ്ങനെ നിന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പിന്നെ അതല്ലാതെ ജെൻഡർ ഇൻഇക്വാലിറ്റി, അത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ. ഞാൻ ഇവിടെ കേരളയിൽ ലക്ലി അത്ര ഇല്ല, പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്ത് ഒരു കാര്യം കണ്ടത്, ഫീമെയിൽ പേഷ്യൻസ് ആവുമ്പോൾ അവർക്ക് ആക്സസിബിലിറ്റി ടു ഹെൽത്ത് കെയർ ആൻഡ് ഒരു ഡോക്ടറിന്റെ അടുത്ത് എത്താനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. എക്സ്പെഷ്യലി ഒരു പെൺകുട്ടി, ഒരു ചൈൽഡ് ആണെങ്കിൽ, ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ഡയഗ്നോസിസ് വരുമ്പോൾ പേരൻസ് കുട്ടീനെ ഇമ്മീഡിയറ്റ്ലി ഡിസ്ചാർജ് ചെയ്തിട്ട് തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ അങ്ങനെ പോയിട്ടുണ്ട്. സോ എത്ര നമ്മൾ കൗൺസിൽ ചെയ്താലും ഇപ്പോഴും ഗേൾ ചൈൽഡിന് അതിൻ്റെ ഒരു ഡിഫറെന്റ് ഔട്ട്ലുക്ക് ഓൺ ട്രീറ്റ്മെന്റ് ആണ്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യ. സോ ഇങ്ങനത്തെ ഇൻഇക്വാലിറ്റീസ് കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ തീം ക്ലോസ് ദ ക്യാൻസർ കെയർ ഗ്യാപ്പ്. സോ അതിൽ കുറെ വേസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഒന്ന് ഫൈനാൻഷ്യൽ ആസ്പെക്ട്, നമ്മൾ കുറെ ട്രസ്റ്റ്സ് ഉണ്ട്, പേഷ്യന്റ് അസിസ്റ്റൻസ് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ അതല്ലാതെ എഡ്യൂക്കേഷൻ, അപ്പോൾ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ കുട്ടികളുടെ, സ്ത്രീകളായാലും നമ്മള് പുരുഷന്മാരായാലും അവർക്ക് ഈക്വലി ക്യാൻസർ കെയറിന്റെ ഒരു ആക്സസിബിലിറ്റി കൊടുക്കുന്ന, ആൻഡ് എല്ലാ ഏരിയാസിലും നമുക്ക് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്സ് എത്തിക്കണം. ഇപ്പൊ നമ്മൾ ടൗൺസിൽ, സിറ്റീസിൽ മാത്രമല്ല, നമ്മൾ വില്ലേജസിലും അങ്ങനത്തെ സ്ക്രീനിങ് പ്രോഗ്രാംസും ആക്സസിബിലിറ്റി, പിന്നെ പേഷ്യൻസിന് വന്ന് താമസിച്ചിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുക്കാനുള്ള അങ്ങനത്തെ കുറെ സപ്പോർട്ടീവ് പ്രോഗ്രാംസ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് എവ്രി വൺ ബെനിഫിറ്റ്സ് ഫ്രം ദ ക്യാൻസർ കെയർ ആൻഡ് ക്യാൻസർ ട്രീറ്റ്മെന്റ്. സോ നമ്മളിപ്പോൾ കേരളയിൽ ക്യാൻസർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലാസ്റ്റ് സ്റ്റഡി നമ്മൾ ലാൻഡ്സെറ്റിൽ പബ്ലിഷ് ചെയ്ത ഒരു ഗ്ലോബൽ ക്യാൻ സ്റ്റഡി ഉണ്ട്, വേർ ഓൾ ഇന്ത്യയിൽ എത്ര ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് അതിന്റെ രജിസ്ട്രീസിന്റെ സ്റ്റഡീസിൽ കേരള ആൻഡ് നമ്മുടെ മിസോറാം, ഈ രണ്ട് സ്റ്റേറ്റ്സ് ആയിരുന്നു നമ്പർ 1 ഫോർ ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ. ഇത് എന്തുകൊണ്ടാണ് കേരളയിൽ ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ? ഇത് നമ്മളുടെ കുറെ കാരണങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ഭയപ്പെടേണ്ട. അതിൽ വൺ മെയിൻ റീസൺ ഇസ് ക്യാൻസർ നോർമലി നമ്മൾ ഏജ് ഉള്ള പേഷ്യൻസിനെയാണ്, യൂഷ്വലി ഏജ് ഉള്ള പേഷ്യൻസിനാണ് എഫക്ട് ചെയ്യുന്നത്, മോർ ദൻ 60 years of age. പക്ഷെ കേരള എക്സ്പെഷ്യലി നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വളരെ നല്ലതാണ്, മീൻസ് വളരെ ഹൈ ആണ്, ഓൾമോസ്റ്റ് കമ്പാരബിൾ ടു USA. അപ്പോൾ ഈ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്തോറും ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടും. ബിക്കോസ് ഏജിങ് സെൽസ് ആണ് നമ്മുടെ DNA റിപ്പയർ മെക്കാനിസംസിൽ ഒരു അബ്നോർമാലിറ്റി വന്നിട്ട് പിന്നെ കൺട്രോൾ ഇല്ലാതെ സെൽസ് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ക്യാൻസേഴ്സ് ആവുന്നത്. സോ നമ്മുടെ ഏജിങ് പോപ്പുലേഷൻ കാരണം നമ്പർ 1. നമ്പർ 2, നമ്മുടെ ഹെൽത്ത് സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്, എസ്പെഷ്യലി ഓൾ ഓഫ് കേരള. അപ്പോൾ നമ്മളെ പേഷ്യൻസും കുറച്ചും കൂടി അവെയർ ആണ്. അപ്പോൾ അവർക്ക് ചെറിയ എന്തെങ്കിലും പ്രോബ്ലംസ്, ഒരു സ്വെല്ലിങ്, ഒരു ലംപ് ബ്രസ്റ്റിലോ അല്ലെങ്കിൽ മലത്തിൽ ബ്ലഡ് വരുമ്പോൾ ഡോക്ടേഴ്സിനെ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ടെസ്റ്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ, ഈ പണ്ടത്തെ കാലം മിസ്സാവുന്ന കുറെ ക്യാൻസേഴ്സ് ഇപ്പോൾ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ എല്ലാവരും അറിയുന്ന നമ്മുടെ ജീവിത ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അത് കാരണം ഒരു ക്യാൻസറിന്റെ ഒരു റിസ്ക് ഉണ്ട്. ഞാൻ അത് വളരെ ഹൈ ആയി വെക്കില്ല, പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിൽ നമ്മുടെ ലാക്ക് ഓഫ് എക്സസൈസ്, ഒബേസിറ്റി, വെയിറ്റ് ഗെയിൻ, ഇതിന്റെ കാരണം കുറെ ക്യാൻസേഴ്സിന്റെ റിസ്ക് ഡെഫിനറ്റ്ലി ഉണ്ട്. നൗ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ക്യാൻസർ. നൗ നെക്സ്റ്റ് നമ്മൾ എങ്ങനെ ഇതിന്റെ ഒരു പ്രിവെൻഷൻ എങ്ങനെയാണ് ചെയ്യുക? സോ പ്രിവെന്റീവ് മെഷേഴ്സിൽ നമ്മൾ ലാർജ്ലി ഇതിൽ മെയിൻ തിങ് ഇസ് നമ്മളെ അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് നമ്മളെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്. ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സിൽ ഏറ്റവും മോശമായ ഹാബിറ്റാണ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് കാരണമാണ് നമുക്ക് ഓൾമോസ്റ്റ് ക്ലോസ് ടു ഒരു 75 ക്യാൻസേഴ്സിന്റെ അടുത്തിന്റെ കോസ് ഉള്ളത്. അത് തല മുതൽ നമ്മൾ മുട്ട് വരെ എല്ലാ ടൈപ്പ്, ഈവൻ ബോൺ ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ, പാൻക്രിയാറ്റിക്, എല്ലാം സ്മോക്കിംഗ് കാരണം ഒരു ഡെഫിനറ്റീവ് കോസ് ഉണ്ട്. സോ സ്മോക്കിംഗ് ആണ് നമ്മൾ നമ്പർ 1 ഇപ്പോഴും കോസ് ഓഫ് ക്യാൻസർ ആൻഡ് കോസ് ഓഫ് ക്യാൻസർ റിലേറ്റഡ് ഡെത്ത് ഇൻ ഇന്ത്യ നോക്കുമ്പോൾ. അതല്ലാതെ നമ്മൾ ടൊബാക്കോ, ച്യൂയിങ്, അങ്ങനത്തെ ഗുട്ക, പാൻ മസാല, അങ്ങനത്തെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ അത് സൗത്തിൽ കുറച്ചും കൂടി കുറവാണ്, നോർത്തിൽ വളരെ റാംപന്റ് ആണ്. UP, രാജസ്ഥാൻ ആ ഏരിയയിൽ ഹെഡ് നെക്ക് ക്യാൻസർ ആണ് ദ മോസ്റ്റ് കോമൺ ക്യാൻസർ. ബിക്കോസ് ഇവിടുത്തെ ഒരു ച്യൂയിങ് ഹാബിറ്റ്സ്, ടൊബാക്കോ ച്യൂയിങ്, ടൊബാക്കോ അബ്യൂസ് നമ്മൾ നോർമലി കാണുന്നത്. സോ ഇത് ബാഡ് ഹാബിറ്റ്സ് അവോയ്ഡ് ചെയ്താൽ അപ്പോൾ ക്യാൻസറും പ്രിവെന്റ് ചെയ്യാൻ പറ്റും.
അതല്ലാതെ നമുക്ക് എക്സസൈസ്, ഡയറ്റിൽ നമ്മളൊരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പറയാറ്. അതിൽ നമ്മൾ എക്സസീവ് ഫാറ്റ്സ്, എക്സസീവ് ഷുഗർ, എക്സസീവ് ഓയിൽ അങ്ങനത്തെ ഫുഡ്സ് അവോയ്ഡ് ചെയ്തിട്ട്, അത് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്യാൻസർ കോസ് ചെയ്യുന്ന ലിങ്ക് അല്ല, പക്ഷെ ഇൻഡയറക്ട്ലി നമ്മൾ വെയിറ്റ് ഗെയിൻ, ഒബേസിറ്റി വരുമ്പോൾ, നമ്മൾ വെയിറ്റ് കൂടുന്തോറും എക്സ്പെഷ്യലി സ്ത്രീകൾക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ, നമ്മൾ യൂട്രൈൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതിന്റെ റിസ്ക്സ് കൂടും. അതല്ലാതെ നമ്മൾക്ക് പുരുഷന്മാർക്ക് കൊളോൺ ആൻഡ് ഇത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ റിസ്ക്സും കൂടാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ നമ്മുടെ ഡയറ്റിൽ ചില ഇതുണ്ട്, വിശ്വാസങ്ങൾ, നമ്മൾ പാല് കുടിച്ചാൽ കുറച്ച് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പക്ഷെ കുറെ അങ്ങനത്തെ മിഥ്യാധാരണകളുണ്ട്, ഫോൾസ് ബിലീഫ്സ്. അതിൽ മിൽക്ക് ഡയറക്റ്റ് ക്യാൻസർ കോസ് ചെയ്യും. അതിന്റെ ഒരു തിയറി ഉണ്ടായിരുന്നു, ദാറ്റ് മിൽക്കിൽ കുറെ ഹോർമോൺസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ പശു പാൽ എടുക്കുമ്പോൾ നമ്മൾ ഹോർമോൺസ് യൂസ് ചെയ്തിട്ടാണ് കുറച്ച് എടുക്കുന്നത്. അപ്പോൾ ഈ ഹോർമോൺസ് നമ്മളുടെ ഫീമെയിൽ ഹോർമോൺ റിസെപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൂടും. പക്ഷെ അങ്ങനത്തെ സ്റ്റഡീസ് നമ്മൾ UK നടത്തിയിട്ട് അങ്ങനത്തെ റാൻഡമൈസ് ട്രയൽസ് നോക്കിയിട്ട് അതിന്റെ ഒരു റിസ്ക് ഫാക്ടർ ഇല്ല. സോ കുറെ മിഥ്യാധാരണകളുണ്ട്. നമുക്ക് ഫുഡിന്റെ കുറച്ച് ഈ ഫുഡ് കഴിച്ചാൽ ക്യാൻസർ ഷുവർ ആയിട്ട് വരും, ആ ഫുഡ് ഇല്ല. സോ ഫുഡ് ദാറ്റ് കോസസ് ക്യാൻസർ പേഴ്സെ നമ്മൾ ചോദിച്ചാൽ, പേഷ്യൻസ് ചോദിക്കാറുണ്ട്. അതിൽ നമ്മളെ US ഗൈഡ് ലൈൻസ് ആണ്. അതിൽ ക്ലാസ് 1 കാർസിനോജൻ, ക്ലാസ് 2, ക്ലാസ് 3 ഉണ്ട്. ക്ലാസ് 1 കാർസിനോജൻ നമ്മൾ സ്മോക്കിംഗ് പോലെയാണ്. സോ ക്ലാസ് സ്മോക്കിംഗ് ഡെഫിനറ്റ്ലി ഒരു റിസ്ക് ആണ്. പക്ഷെ ക്ലാസ് 2 വരുന്നത് നമ്മൾ ഈ പ്രോസസ് മീറ്റ്സ് പറഞ്ഞാൽ നമ്മളെ സോസേജ്, സലാമി, അങ്ങനത്തെ ഈ ഫാസ്റ്റ് ഫുഡ്, ഇത് നമ്മൾ പിജ്ജന്റെ മേലേക്ക് കാണുന്ന അങ്ങനത്തെ ഫുഡ്സ് കൊളോൺ ക്യാൻസർ കൂട്ടാനുള്ള ഒരു ചെറിയൊരു റിസ്ക് ഉണ്ട്. ഇതിൽ ഒരു പീസ് കഴിച്ചാൽ ഡെഫിനറ്റ്ലി ക്യാൻസർ വരുമല്ല, പക്ഷെ കണ്ടിന്യൂസ് യൂസ്, ഹെവി യൂസ്, എക്സ്പെഷ്യലി നമ്മൾ US വളരെ കോമൺ ആണ് കൊളോൺ ക്യാൻസർ. സോ അങ്ങനത്തെ യൂസും ഡെഫിനറ്റ്ലി ഇതിന്റെ ഒരു റിസ്ക് കൂട്ടാൻ സാധ്യതയുണ്ട്. ഇതല്ലാതെ നമുക്ക് റെഡ് മീറ്റ്, അതും ഒരു ക്ലാസ് 3 കാർസിനോജൻ ആണ്. അത് ചെറിയൊരു റിസ്ക്, വളരെ ഹൈ അല്ല, പക്ഷെ ചെറിയ റിസ്ക് ഉണ്ട്. അതിൽ റെഡ് മീറ്റിൽ നമ്മളെ മട്ടൻ, ബീഫ്, ലാമ്പ്, പോർക്ക്, അങ്ങനത്തെ റെഡ് മീറ്റ്, അതിൽ ഈ ആനിമൽ പ്രോട്ടീൻസ് ഉണ്ട്. ആൻഡ് ദീസ് ആനിമൽ പ്രോട്ടീൻസ് നമ്മളെ ഈ ബവലിന് ഇറിറ്റേഷൻ കോസ് ചെയ്തിട്ട് ഇൻഫ്ലമേഷൻ വന്നിട്ട് അതിന്റെ ക്യാൻസർ റിസ്ക് കൂട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നോർമൽ ഡയറ്ററി റെക്കമെൻഡേഷൻസിൽ മോർ ദാൻ 100 gram ഓഫ് റെഡ് മീറ്റ് പെർ ഡേ അവോയ്ഡ് ചെയ്യാനാണ് പറയുക. അപ്പൊ നമ്മൾ യൂഷ്വലി ഞാൻ അഡ്വൈസ് കൊടുക്കാറ് ഒക്കേഷണൽ റെഡ് മീറ്റ് കൺസംഷൻ ഓക്കെ ആണ്, പക്ഷെ ഡെയിലി കണ്ടിന്യൂസ് കൺസംഷൻ ഒരു റിസ്ക് ഫാക്ടർ ഡെഫിനറ്റ്ലി ആണ്. പിന്നെ ചില കാര്യങ്ങളുണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത, അത് ചില ജനറ്റിക് റിസ്ക്സ് ഉണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് ക്യാൻസർ ജനറ്റിക് ആണ്, നമ്മൾ ഫാമിലിയിൽ നിന്ന് വരാൻ സാധ്യത ഉണ്ട്. ചില ടൈപ്പ് ക്യാൻസേഴ്സിന് റിസ്ക് ഉണ്ട്. നമ്മൾ ബ്രസ്റ്റും ഓവേരിയൻ ക്യാൻസറിൽ 15% ക്യാൻസേഴ്സ് ഒരു ഫാമിലി ത്രൂ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അത് യൂഷ്വലി യങ്ങർ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഫാമിലിയിൽ കുറെ പേർക്ക് നമുക്ക് അതിന്റെ ഹിസ്റ്ററി കാണും. അതും മനസ്സിലാക്കാൻ ഉള്ളത്, നമുക്ക് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചില ബ്ലഡ് ടെസ്റ്റ്സ് ഉണ്ട്, നമ്മൾ ജനറ്റിക് റിസ്ക്സ് ഓഫ് ക്യാൻസർ നോക്കുന്ന. സോ അത് നമ്മളെ ഓങ്കോളജിസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഓപ്ഷൻസും ഉണ്ട്. സോ ഇത് റഫായിട്ട് പ്രിവെൻഷനെ പറ്റി. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് വരുന്ന, നമ്മൾ ഏർലി ഡിറ്റക്ഷൻ, ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റോ? സോ ഏർലി ഡിറ്റക്ഷൻ ഡെഫിനറ്റ്ലി ഹെൽപ്സ് ക്യൂർ ക്യാൻസർ. ഏർലി ഡിറ്റക്റ്റഡ് ക്യാൻസേഴ്സ് നമുക്ക് കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുന്ന ഏർലി സ്റ്റേജിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഡിറ്റക്ട് ചെയ്താൽ അതിന്റെ ഒരു കംപ്ലീറ്റ് സർജറി അല്ലെങ്കിൽ കീമോതെറപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഏർലി ഡിറ്റക്ഷനിൽ നമ്മൾ ചില ലക്ഷണങ്ങളുണ്ട്. നമ്മൾ കുറെ ടൈപ്പ് ക്യാൻസേഴ്സ് ഉണ്ട്, എല്ലാത്തിനും ഈച്ച് ആൻഡ് എവറി സിംറ്റം നോക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ചില ഇൻ ജനറൽ നമ്മൾ പറയാറ് വെയിറ്റ് ലോസ്, നമ്മൾ അൺഎക്സ്പെക്ടഡ് വെയിറ്റ് ലോസ്, അൺഇൻറ്റൻഷണൽ വെയിറ്റ് ലോസ്, നമ്മൾ ശ്രമിക്കാതെ തന്നെ വെയിറ്റ് കുറഞ്ഞു വരുന്നത്. നോർമലി 10% ഓവർ ദ ലാസ്റ്റ് 6 months വെയിറ്റ് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ സിംറ്റംസ് വേറെ നമുക്ക് നൈറ്റ് സ്വെറ്റ്സ്, രാത്രി ഭയങ്കര ഒരു സ്വെറ്റിംഗ് ആയിട്ട് നമ്മൾ ദേഹമൊക്കെ നനഞ്ഞു പോകുന്ന അങ്ങനത്തെ ടൈപ്പ് ഫീവർ വരുന്നത്, അതും കണ്ടിന്യൂസ്ലി ആയിട്ട്, നോട്ട് 1-2 days, ഒരു കണ്ടിന്യൂസ്ലി ഒരു 2-3 weeks ആയിട്ട് വരുന്ന. പിന്നെ വരുന്ന ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഒരു മടി, നമ്മൾ അതിന്റെ ഭക്ഷണത്തിനോട് ഒരു വെറുപ്പ് വരുന്ന അങ്ങനത്തെ സിംറ്റംസും ഒരു ക്യാൻസറിന്റെ ആവാൻ സാധ്യത ഉണ്ട്. പിന്നെ അതിന്റെ ഒരു ലൊക്കേഷൻ അനുസരിച്ചിട്ട് എവിടെയാണ് നമ്മളുടെ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഓഫ് ക്യാൻസർ നോക്കുമ്പോൾ അതിൻ്റെ ആയിട്ട് ചില സിംറ്റംസ് ഉണ്ടാവും. ലങ് ക്യാൻസർ ആണെങ്കിൽ കോഫ്, ബ്ലഡ് വരുന്ന, സ്റ്റമക്കിൻ്റെ ആണെങ്കിൽ
നമ്മളെ വോമിറ്റിംഗ്, ഒബ്സ്ട്രക്ഷൻ ആയിട്ട്, മലത്തിലാണെങ്കിൽ ബ്ലീഡിങ്, അങ്ങനത്തെയൊക്കെ വേരിയസ് സിംറ്റംസും വരാനുള്ള സാധ്യത ഉണ്ട്. സോ ഏർലി ഡിറ്റക്ഷനിൽ നമ്മൾ സ്ക്രീനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ സ്ക്രീനിങ് പറഞ്ഞാൽ നമ്മൾ ലക്ഷണങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പേഷ്യൻറ്റിന് നമ്മൾ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇപ്പോൾ ലോകത്തിൽ നോക്കുമ്പോൾ വേൾഡ് വൈഡ് 3 ടൈപ്പ് ക്യാൻസേഴ്സ് ആണ് അതിൻ്റെ പ്രോപ്പർ നമ്മളുടെ ഗൈഡ് ലൈൻസും പിന്നെ ക്ലിനിക്കൽ ട്രയൽസും ഉള്ളത് നമ്മൾക്ക് നേരത്തെ സ്ക്രീൻ ചെയ്യാൻ പറ്റുന്നത്. സോ ഏർലി ഡിറ്റക്ഷൻ ത്രൂ സ്ക്രീനിങ്. അതിൽ 1 ഇസ് ബ്രസ്റ്റ് ക്യാൻസർ. നമ്മൾ സ്ത്രീകൾക്ക് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് മാമോഗ്രാം. മാമോഗ്രാം ബേസിക്കലി ഒരു ബ്രസ്റ്റിന്റെ എക്സ്റേ എടുക്കുന്നതാണ്. അതിന്റെ ഒരു റെക്കമെൻഡേഷൻ 40 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിൽ, 40 വയസ്സ് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 2 ഇയേഴ്സ് അല്ലെങ്കിൽ ഇയർലി, സോ അറ്റ്ലീസ്റ്റ് മിനിമം വൺസ് ഇൻ 2 ഇയേഴ്സ് ഈ ഒരു മാമോഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്ക് ചില ടൈപ്പ് ട്യൂമേഴ്സ് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് സെക്കൻഡ് വൺ വരുന്ന സെർവൈക്കൽ ക്യാൻസർ ആണ്. സെർവൈക്കൽ ക്യാൻസർ നമ്മൾ ഗർഭാശയ മുഖത്തിന്റെ ഒരു ക്യാൻസർ ആണ്. സ്ത്രീകൾക്ക് നമ്മൾക്ക് ഏർലി ഡിറ്റക്ഷൻ നമ്മൾ മാരേജ് കഴിഞ്ഞിട്ട് 25 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്, ഒരു പാപ്സ്മിയർ ചെയ്യുന്നത്. പാപ്സ്മിയർ ബേസിക്കലി ഗൈനക്കോളജിക്കൽ ഒരു ടെസ്റ്റ് ആണ്. നമ്മൾ സെർവിക്സിന്റെ ഒരു സാമ്പിൾ, അതൊരു ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻ ചെയ്ത ഒരു സാമ്പിൾ വൺസ് എവറി 3 ഇയേഴ്സ് ചെയ്യുന്നത്. സോ ദിസ് 25 ഇയേഴ്സ് ടു 50 ഇയേഴ്സ് ഇതിന്റെ ഒരു ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്നത് ആണ് നേരത്തെ കണ്ടുപിടിക്കാൻ. ആൻഡ് ദി അതർ വേറൊരു ക്യാൻസർ നമ്മളെ കൊളോൺ ക്യാൻസർ ആണ് ഗൈഡ് ലൈൻസ് ഉള്ളത്. സോ വൻകുടലിന്റെ ക്യാൻസർ 50 ഇയേഴ്സ് കഴിഞ്ഞിട്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വൺസ് ഇൻ 3 ഇയേഴ്സ് കൂടുമ്പോൾ നമുക്ക് ഒരു സ്റ്റൂളിന്റെ ബ്ലഡ് നോക്കുന്ന സ്റ്റൂൾ ഒക്കൽ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. വൺസ് ഇൻ 3 ഇയേഴ്സ് നോക്കുമ്പോൾ നമുക്ക് അതിനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാതെ കൊളോണോസ്കോപ്പി ഉണ്ട്. കൊളോണോസ്കോപ്പി എവറി വൺസ് ഇൻ 10 ഇയേഴ്സ് ഏർലി ഡിറ്റക്ഷന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ കൊളോണോസ്കോപ്പി ലാർജ്ലി നമ്മുടെ പോപ്പുലേഷൻ അത് ഒരു ഇൻവേസീവ് പ്രൊസീജിയർ ആയതുകൊണ്ട് മെജോറിറ്റി പേഷ്യൻസ് അത് ഓപ്റ്റ് ചെയ്യാറില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ സ്റ്റൂൾ ഒക്കൽ ബ്ലഡ് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് വൺസ് ഇൻ 3 ഇയേഴ്സിൽ. സോ ഈ 3 ക്യാൻസേഴ്സ് ആണ് ഏർലി സ്ക്രീനിങ്. പക്ഷെ മറ്റ് ക്യാൻസേഴ്സിൽ അങ്ങനെ സിംറ്റംസ് വരാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ടെസ്റ്റ് പറയാറുണ്ട്. അത് ബ്ലഡ് ടെസ്റ്റ് ആവാം, ഇമേജിംഗ് ടെസ്റ്റ് ആവാം, ചിലപ്പോൾ പെറ്റ് സ്കാൻ ആവാൻ പറ്റും. വേറെ ഒരു കാര്യം, നമുക്ക് പ്രിവെൻഷനിൽ തന്നെ സെർവൈക്കൽ ക്യാൻസറിന്റെ ഇപ്പോൾ വാക്സിൻ അവൈലബിൾ ആണ്. ഈ ഒരു സെർവൈക്കൽ ക്യാൻസറിന്റെ മെയിൻ കോസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ആൻഡ് ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ അതിന്റെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അതിന്റെ ഗ്രോത്ത് നമുക്കൊരു വാക്സിൻ അവൈലബിൾ ആണ്. 2 ടൈപ്സ് വാക്സിൻസ് ഉണ്ട്. ഒരു ഗാർഡാസിൽ പറഞ്ഞ് സെർവാരിക്സ് പറഞ്ഞിട്ട്. ഇത് നമ്മൾ കുട്ടികൾക്ക് 9 ഇയേഴ്സ് ടു 12 ഇയേഴ്സ് ആ ഏജ് ഗ്രൂപ്പിൽ 2 വാക്സിൻ ഒന്നെടുത്താൽ ഒരു 1 മന്ത് കഴിഞ്ഞ് സെക്കൻഡ് വാക്സിൻ എടുത്താൽ നമുക്ക് സെർവൈക്കൽ ക്യാൻസർ 90% പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ ഔട്ട്സൈഡ് കൺട്രീസിൽ ഡെഫിനറ്റ്ലി നമ്മളെ പീഡിയാട്രിക് ഇമ്മ്യൂണൈസേഷനിലുണ്ട്. പക്ഷെ ഇപ്പോൾ കേരളയിലും മെല്ലനെ നമ്മളെ ഗൈനക്കോളജിക്കൽ സൊസൈറ്റീസ് അതിനെ ഒന്ന് അവയർനെസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ക്യാൻസർ ആണ് സെർവൈക്കൽ ക്യാൻസർ നമ്മൾക്ക് വാക്സിൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ഡയഗ്നോസിസിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ക്യാൻസർ നമുക്കറിയാം കുറെ MRI ടെസ്റ്റ് ഉണ്ട്, CT ഉണ്ട്, ബയോപ്സി ഉണ്ട്, FNAC ഉണ്ട്. ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ വരുന്ന ഒരു സ്കാൻ ആണ് പെറ്റ് സ്കാൻ. സോ പെറ്റ് സ്കാൻ പണ്ട് വളരെ റെയർ ആയിരുന്നു, വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 30,000-40,000 റുപ്പീസിന്റെ ഒരു ഫുൾ ബോഡി സ്കാൻ ക്യാൻസർ എവിടെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ അതിന് കോസ്റ്റ് വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്, മോർ ആക്സസിബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പെറ്റ് സ്കാൻ റഫ്ലി ഒരു 15,000 to 20,000 അടുത്തൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ അതൊരു ഇമ്പോർട്ടൻറ്റ്, ചില ടൈപ്പ് ക്യാൻസേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഈ ലിംഫോമ, ഒരു ബ്ലഡ് ക്യാൻസർ വെറൈറ്റീസിൽ നമ്മൾ എവിടെയൊക്കെ അസുഖമുണ്ട് കണ്ടുപിടിക്കാൻ. ഇത് യൂഷ്വലി നമ്മൾ നോർമൽ ഒന്നും സിംറ്റം ഇല്ലാത്ത പേഷ്യൻ്റ് അല്ല ചെയ്യാറ്. നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പോസിറ്റീവ് ടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് എവിടെയൊക്കെ ഉണ്ട്, ഏതൊക്കെ സ്റ്റേജ് ആണ്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പെറ്റ് സ്കാൻ ചെയ്യാറ്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഡെവലപ്മെന്റിലുള്ളത് നമ്മൾ ബ്ലഡ് കൂടെ ക്യാൻസറിന്റെ ഡിറ്റക്ഷൻ ചെയ്യാൻ പറ്റുമോ, അതിന്റെ റിസർച്ച് നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് വരുന്നത്, നമ്മൾ ക്യാൻസറിന്റെ ചില സെൽസ് ബ്ലഡിൽ അതിന്റെ DNA ഫ്രീ ആയിട്ട് സർക്യുലേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ സർക്യുലേറ്റിംഗ് ട്യൂമർ DNA, ctDNA പറഞ്ഞിട്ട്. അതിനെ നമ്മൾ ചെറിയൊരു ബ്ലഡ് ടെസ്റ്റിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, NGS, നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിങ്. അതൊരു മൊളിക്കുലർ ടെസ്റ്റ് ആണ്. അതിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നമ്മളെ ട്യൂമർ ശരീരത്തിൽ ഉണ്ടോ ഇല്ലയോ, അതിന്റെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, അത് ട്രീറ്റ്മെന്റിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ. ഓൺലി തിങ് ഇസ് ഇതിപ്പോൾ വൈഡ് സ്പ്രെഡ് ആയിട്ട് അവൈലബിൾ അല്ല, ബിക്കോസ് അത് കുറെ ഇഷ്യൂസ് ഉണ്ട് ഈ ടെസ്റ്റിൽ. ചില പേഷ്യൻസിൽ ട്യൂമർ ഇല്ല, അത് നെഗറ്റീവ് റിസൾട്ട് വരുന്നുണ്ട്. ചില പേഷ്യൻസിൽ
ട്യൂമർ ഇല്ലാത്ത ചില ഫോൾസ് പോസിറ്റീവ്സ് വരുന്നുണ്ട്. സോ ഇതിപ്പോൾ റിസർച്ചിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്വാൻസ് ക്യാൻസേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓരോ റയർ മ്യൂട്ടേഷൻസ്, റയർ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ. പക്ഷേ സൂൺ അതിൻ്റെ ഒരു എയിം ഫ്യൂച്ചറിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഒരു ശ്രമം. പക്ഷെ ഇപ്പോൾ അവൈലബിൾ അല്ല, ബട്ട് ഇൻ ദ ഫ്യൂച്ചർ പ്രോബ്ലി ഒരു 5 years 6 years ഇത് വളരെ പോസിബിൾ ആണ്. നെക്സ്റ്റ് ദ ലാസ്റ്റ് പാർട്ടാണ് നമ്മളെ റീസെന്റ് അഡ്വാൻസസ് ഇൻ ക്യാൻസർ. നമ്മൾ എന്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കാണുന്നത്. അപ്പോൾ വൺ തിങ്, നമ്മൾ കീമോതെറപ്പി വളരെ പഴയ ഒരു മോളിക്യൂൾ, നമ്മളെ ഡ്രഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻസറിന്റെ കോശങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ ക്യാൻസർ കീമോതെറപ്പി നമ്മൾ ഈ സെൽസിനെ ഡയറക്റ്റ് ആയിട്ട് കില്ല് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ സൈഡിൽ നിൽക്കുന്ന ഹെൽത്തി സെൽസും എഫക്റ്റഡ് ആവുന്നു. സോ ഈ ഹെൽത്തി സെൽസ് എഫക്റ്റഡ് ആവുമ്പോഴാണ് നമ്മൾ ഈ സിംറ്റംസ് വരിക. ഹെയർ ലോസ്, ക്ഷീണം, നമ്മൾ വായിന്റെ ടേസ്റ്റ് ബഡ്സ് ഡാമേജ് ആകുമ്പോഴാണ് ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും ശരിയല്ല, ഉപ്പ് കഴിക്കാൻ പറ്റില്ല, എക്സസീവ് ഇത് സ്പൈസി ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറെ കംപ്ലയിൻസ് വരുന്നത്. പക്ഷെ ഇതാണ് നമ്മുടെ ഒരു സൈഡ് ഇഫക്റ്റ് ഓഫ് കീമോതെറപ്പി. സോ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മെഡിസിൻസ് ഉണ്ടോ? സോ പൂർണ്ണമായിട്ട് സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത മെഡിസിൻസ് ഇല്ല. പക്ഷെ ലെസർ സൈഡ് ഇഫക്ട്സ് ഉള്ള ഓപ്ഷൻസ് ചില അഡ്വാൻസ്ഡ് ക്യാൻസേഴ്സ്, ഏർലി സ്റ്റേജ് ക്യാൻസേഴ്സ് അല്ല, അഡ്വാൻസ് ക്യാൻസേഴ്സിലുണ്ട്. അതിൽ 2 ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ആണ്. ഒന്ന് ടാർഗറ്റഡ് തെറപ്പിയാണ്, ഒന്ന് ഇമ്മ്യൂണോതെറപ്പിയാണ്. സോ ടാർഗറ്റഡ് തെറപ്പിയിൽ ബേസിക്കലി നമ്മളെ ഒരു ഈ ക്യാൻസർ സെല്ലിന്റെ മേലെ ഒരു മ്യൂട്ടേഷനെ നമ്മൾ ഒന്ന് ടാർഗറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ്. സോ അതിൽ ഓരോ സെല്ലിനെ ഡയറക്റ്റ് ആയിട്ട് അതിനെ കൊല്ലല്ല, അതിന്റെ ടാർഗറ്റ്, അതിന്റെ ഉള്ളിലത്തെ ഒരു ടാർഗറ്റിനെ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ സെൽസ് ഡിവൈഡ് ചെയ്യുന്ന, അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. സോ ഈ ടാർഗറ്റഡ് തെറപ്പി ഇപ്പോൾ ലങ് ക്യാൻസറിലാണ് കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് വന്നത്. ലങ് ക്യാൻസറിന്റെ ഈ ഓരോ മ്യൂട്ടേഷൻസിന് എതിരായിട്ട് വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ തെറപ്പീസ് അവൈലബിൾ ആണ്. പണ്ടത്തെ കാലം ഒരു സ്റ്റേജ് 4 ലങ് ക്യാൻസറിന്റെ ലൈഫ് എക്സ്പെക്ടൻസി 6 months ആയിരുന്നു നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്താലും. പക്ഷെ ഇപ്പോൾ ഈ മൊലക്യുലർ, ഈ ടാർഗറ്റഡ് തെറപ്പി കാരണം ചില നല്ല സബ് ടൈപ്സ് ഓഫ് ലങ് ക്യാൻസർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ബയോപ്സി കൂടെ. ആൻഡ് അങ്ങനത്തെ നല്ല ടൈപ്പ് സബ് ടൈപ്സ് ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ലൈഫിന്റെ എക്സ്പെക്ടൻസി ഔട്ട്കംസ് ഓൾമോസ്റ്റ് 7 to 8 years. അപ്പോൾ ഒരു 8 വർഷം ഒരു സ്റ്റേജ് 4 പേഷ്യന്റ് നമ്മൾ ലൈഫ് ഉള്ളത് വളരെ ഒരു അസ്റ്റോണിഷിങ് ഇതാണ്. പക്ഷെ അങ്ങനത്തെയും ട്രീറ്റ്മെന്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഇസ് ഇമ്മ്യൂണോതെറപ്പി. ഇമ്മ്യൂണോതെറപ്പി ആണ് നമ്മളെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്ന, ഇപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഈ മോളിക്യൂൾസ് US UK ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ്. അത് നമ്മുടെ ബോഡീന്റെ പ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ക്യാൻസർ സെൽസിന്റെ എതിരായിട്ട് നമ്മൾക്ക് അത് പ്രവർത്തിക്കുന്നതാണ്. അതിൽ നമ്മൾ സാധാ കീമോതെറപ്പിന്റെ സൈഡ് ഇഫക്ട്സ് കാണാറില്ല. പക്ഷെ വേറെ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. നമ്മൾ പ്രതിരോധ ശക്തി കൂടുമ്പോൾ, ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് പോലെ അങ്ങനത്തെ സൈഡ് ഇഫക്ട്സ്, നമ്മൾ സ്കിന്നിലെ റാഷ്, ലൂസ് മോഷൻസ്, വായിൽ പുണ്ണ്, അങ്ങനത്തെ സൈഡ് ഇഫക്ട്സ് വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ കൂടുതൽ നമ്മൾ ഓൾഡർ പേഷ്യൻസിൽ, നമ്മൾ അഡ്വാൻസ് കേസസിൽ ഡെഫിനറ്റ്ലി അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് എല്ലാ പേഷ്യൻസിൽ എഫക്റ്റീവ് ആയിരിക്കില്ല. ഓൾമോസ്റ്റ് നമ്മൾ ഇമ്മ്യൂണോതെറപ്പി വന്നപ്പോൾ ഭയങ്കര ഒരു വലിയ ഇത് ഉണ്ടായിരുന്നു, വലിയ ഹോപ്പും വലിയ ഒരു എക്സ്പെക്ടേഷൻ, ഇത് നമ്മൾ പൂർണ്ണമായിട്ട് ക്യാൻസറിനെ ചികിത്സ ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെ ആയിട്ടില്ല. പക്ഷേ ഒരു 30 to 40 പേഷ്യൻസ് ഉണ്ട് വളരെ നല്ല റെസ്പോൺസ് കിട്ടുന്നത്. അപ്പോൾ ചില ക്യാൻസേഴ്സ് ഉണ്ട്, ലൈക്ക് ലങ് ക്യാൻസർ, കിഡ്നി ക്യാൻസർ, ബ്ലാഡർ ക്യാൻസർ, മെലനോമ, സ്കിൻ ക്യാൻസറിൽ ഇതിൽ നല്ല ഇഫക്റ്റും അപ്രൂവൽ ഉള്ളത്. പക്ഷെ ചില ടൈപ്പ് ക്യാൻസേഴ്സിൽ ഫെയിലും ആയിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ വളരെ ഇനീഷ്യലി നല്ല ഹോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ കുറെ ഇതിൽ ഫെയിലും ആയിട്ടുണ്ട്. സോ ഓരോ ടെക്നോളജി വരുമ്പോൾ നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ നോക്കണം അതിന്റെ ഒരു ഇഫക്റ്റ് ലോങ് ടേം ഉണ്ടോ ഇല്ലയോ. സോ അങ്ങനത്തെയാണ് ഒരു ഇമ്മ്യൂണോതെറപ്പി ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കുറേ കൂടി റിസർച്ച് നടക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഓൺലി തിങ് ഇസ് ദ കോസ്റ്റ്. നമ്മൾ ഇമ്മ്യൂണോതെറപ്പി വളരെ എക്സ്പെൻസീവ് മോളിക്യൂൾ ആണ്. അത് ഇഞ്ചെക്ഷൻസ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ ഓരോ ഇഞ്ചെക്ഷൻ ക്ലോസ് ടു 1 to 1.5 lakhs ആണ്. പക്ഷെ അതും മെല്ലനെ നമ്മളെ പേറ്റന്റ് ലോസ് കഴിയുമ്പോൾ അത് ഇന്ത്യയിലും ജനറിക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട്. ഇതല്ലാതെ ചില അഡ്വാൻസസ് ഉണ്ട് നമ്മളെ റേഡിയേഷനിലും സർജിക്കലും റോബോട്ടിക് സർജറി, അങ്ങനത്തെ കുറേ കൂടി ഉണ്ട്. ബട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഐ തിങ്ക് ദസ് നോട്ട് ടു മച്ച് ടൈം. സോ അത് എൻ്റെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആയിട്ട് ഞാൻ മോസ്റ്റ്ലി കീമോ, ഇമ്മ്യൂണോതെറപ്പി, ടാർഗറ്റഡ് തെറപ്പി ആണ് യൂസ് ചെയ്യാറ്. സോ ഇതാണ് എൻ്റെ റഫായിട്ടുള്ള എക്സ്പീരിയൻസ് ആൻഡ് ദീസ് അഡ്വാൻസസ്. ആൻഡ് ഇതിൽ മെയിൻ ഒരു ഭാഗം നമ്മൾക്ക് ഓർമ്മിക്കേണ്ട, നമ്മൾ ക്യാൻസർ
it's definitely ഇപ്പോൾ curable ആണ്. Even stage 4 cancer ചില types can live for years together without problems. അപ്പോൾ നമ്മളൊരു ക്യാൻസർ ഡയഗ്നോസിസ് കേൾക്കുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ആയിട്ട് നമ്മൾ ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾക്ക് പറയാൻ പറ്റുന്നത് there are patients who do wonderfully well. ഒരു പേഷ്യന്റ് ലാസ്റ്റ് എന്നോട് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട്, ജസ്റ്റ് റീസെന്റ് ലാസ്റ്റ് വീക്ക് അവര് ഫസ്റ്റ് സൈക്കിൾ കീമോ കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അമ്മ എങ്ങനെ സൈഡ് ഇഫക്ട്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നു, എന്തെങ്കിലും ബുദ്ധിമുട്ട്? മുടി കൊഴിച്ചിൽ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതിന്റെ സങ്കടമായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, അത് മുടി കൊഴിച്ചിലൊന്നും പ്രശ്നമില്ല, സൈഡ് ഇഫക്റ്റ് ഒന്നും പ്രശ്നമില്ല. പക്ഷെ ബാക്കി ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കാണുമ്പോൾ അവരുടെ കണ്ണിലുള്ള ദയ, ഒരു സോറോ, അതൊരു സിമ്പത്തി, അത് കണ്ടിട്ടാണ് എനിക്ക് കൂടുതൽ വയ്യായ്മ, ഒരു അൺഈസിനെസ്, ഒരു ടെൻഷൻ, ഇതിന്റെ ട്രീറ്റ്മെന്റ് അല്ല. സോ നമ്മളിപ്പോൾ ക്യാൻസർ ഒരു കംപ്ലീറ്റ്ലി hopeless cause അല്ല. There is definitely lot of astounding progress which has been done. So നമ്മൾ early detection, early prevention, ഇതാണ് മെയിൻ നമ്മൾ ക്യാൻസറിന്റെ ഫൈറ്റ് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളെ മെയിൻ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഐ തിങ്ക് ഇപ്പോൾ എൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. സോ I think little overshoot ചെയ്തിട്ടുണ്ട്. And once again, I thank Dr. Arshad for this opportunity. So we'll listen to the other speakers and their outlook on cancer. Thank you. Thank you, sir. വളരെ നന്നായിരുന്നു സാറ് കുറച്ചു നേരം കൂടെ ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കുന്നത് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇതൊരു നമ്മൾ പറയുന്നത് ഇന്റഗ്രേറ്റീവ് സെഷനാണ്. അത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇന്റഗ്രേറ്റീവ് സെഷൻ ഇൻ ഓങ്കോളജി, നമ്മളെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി സാറിന് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഇതിൽ ഡെഫിനറ്റ്ലി. അപ്പോൾ സാർ ഇവിടെ കുറച്ച് നേരം കൂടി നമ്മൾ സ്റ്റേ ചെയ്യണം. മറ്റ് സ്പീക്കേഴ്സിനെ, നെക്സ്റ്റ് സ്പീക്കർ നമ്മുടെ ഡോക്ടർ ശ്രീകുമാർ ആണ്. അദ്ദേഹം ഫങ്ഷണൽ മെഡിസിൻ, ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഫങ്ഷണൽ മെഡിസിൻ. ശരീരത്തിന്റെ ഫങ്ഷൻ ശരിയായി കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളും മാറുന്നുള്ളതാണ് സാറിന്റെ പുതിയ ഒരു റിസർച്ച് മെത്തഡോളജി. ശ്രീകുമാർ സാറ് MBBS ENT സർജനായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് ഫെലോഷിപ്പ്, അതുപോലെ ന്യൂട്രീഷൻ മെഡിസിൻ, എൻവയോൺമെന്റൽ മെഡിസിനിൽ ഒരുപാട് പ്രശസ്തമായ ബിരുദങ്ങൾ നേടിയിട്ടുണ്ട്. അദ്ദേഹം മലേഷ്യയിലും ഒരുപാട് രാജ്യത്തും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 50ഓളം ക്ലിനിക്കൽ പേപ്പർ പ്രസന്റേഷൻസ് സാറിന്റെ പേരിലുണ്ട്. സാറ് ഒരുപാട് കാലം ഈ മേഖലയിൽ ക്യാൻസർ റിസർച്ചിൽ ഏതാണ്ട് 10 വർഷത്തോളം സാറിന്റെ പ്രവർത്തനം ഡോക്ടർ ശ്രീകുമാർ സാറിന്റെ പേരിലുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് മൈസൂറുമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു വെൽനസ് ഒരു കോഴ്സ് തന്നെ അദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളും ക്യാൻസർ അവയർനെസ് പ്രോഗ്രാമും ഫങ്ഷണൽ മെഡിസിന്റെ നമ്മുടെ ശരീരത്തിന്റെ എങ്ങനെ ആരോഗ്യത്തെ നിലനിർത്താമെന്നുള്ളതിലൂടെ പുതിയൊരു മേഖലയുടെ സാറിനെ ഈ ഔപചാരികമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡോക്ടർ ശ്രീകുമാർ സാർ, വെൽക്കം സാർ. താങ്ക് യു ഹർഷദ്. എനിക്ക് സ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റുമോ? ഷെയർ സ്ക്രീൻ. ഓക്കെ, ആദ്യമായിട്ട് ഇങ്ങനൊരു ഈ ഒരു സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും എനിക്കത് ഈ ഒരു ഇൻ്റഗ്രേറ്റീവ് സെമിനാറിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ചാൻസ് തന്ന ഡോക്ടർ അർഷാദ് ഈ അസോസിയേഷൻ ഓർഗനൈസേഷൻസിന് ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് തോന്നുന്നത് ചിലരൊക്കെ ഇതേ സമയത്ത് തന്നെ ചിലരിനകത്ത് ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ. കാരണം ചിലർക്ക് ചെന്നൈയിൽ നിന്നൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അവർക്ക് മലയാളം അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എനിവേ ഞാൻ മലയാളത്തിൽ തന്നെ അത് പ്രസന്റ് ചെയ്യാം. ആദ്യമായിട്ട് ഡോക്ടർ അരുൺ ഒരു വളരെ നല്ല ഓവർവ്യൂ ഓഫ് ക്യാൻസറിന്റെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സിനെ പറ്റിയെല്ലാം ഒരു അവബോധം എല്ലാവർക്കും കിട്ടി. എങ്ങനെയാണ് ഏർലി ഡിറ്റക്ഷൻ. ഞാൻ അതുകൊണ്ട് ആ ഒരു വിഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇന്നൊരു വേൾഡ് ക്യാൻസർ ഡേയിൽ ഒരു തീം സ്പെഷ്യലി ഡോക്ടർ പറഞ്ഞ ക്ലോസ് ദ ഗ്യാപ്പ്. ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന എക്സ്റ്റേണൽ ഗ്യാപ്പുകളെ പറ്റിയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇപ്പൊ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ മേ ബി ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി അതിൽ നിന്ന് പതുക്കെ ഇതിലോട്ട് മാറിയപ്പോൾ ആക്ച്വലി സെല്ലുലാർ ലെവലിലേക്ക് മാറി. സെല്ലുലാർ ആൻഡ് ന്യൂക്ലിയർ ലെവലിലേക്ക് കുറച്ച് കൂടുതൽ റിസർച്ചും അതിൻ്റെ സ്റ്റഡീസും
അങ്ങനെയുള്ള ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലായത്. ഇതിനകത്ത് ഫങ്ഷണൽ ആസ്പെക്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പൊ ഒരു ക്യാൻസറിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഇപ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കും ഇന്റഗ്രേഷൻ. ഞാൻ അഡ്വൈസ് ചെയ്യുമ്പോൾ പല ഡോക്ടേഴ്സിനും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പലർക്കും തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ എന്ത് ഇന്റഗ്രേഷൻ ആണ്? ഞാൻ പറഞ്ഞു ഐ ആം ഇന്റഗ്രേറ്റിംഗ് സയൻസ് വിത്ത് മെഡിസിൻ, ദാറ്റ്സ് ഓൾ. അതായത് ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവ് വിച്ച് ഈസ് ശരിക്കും പറഞ്ഞാൽ സെൽസിന്റെ ഉള്ളിലെ സയന്റിഫിക് പെർസ്പെക്റ്റീവ് ആണ് നമ്മളൊരു മെഡിക്കൽ ഇതുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുക. അപ്പൊ ഇന്ന് എനിക്കൊന്ന് ക്യാൻസർ ലോകത്തിൽ എല്ലായിടത്തും എനിക്കൊന്ന് ആദ്യം ഡോക്ടർ അർഷാദ് പറഞ്ഞാല് പലർക്കും ഭയങ്കര ഭീതിയാണ്. അതിന്റെ ക്യാൻസർ എന്നുള്ള പേര് മാത്രമല്ല, ചിലപ്പോൾ ട്രീറ്റ്മെന്റിന്റെ കോംപ്ലിക്കേഷൻസ് പലരുടെയും കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്നെ ഇനിയും വന്നു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് മാറുമോ എന്നുള്ള സംശയങ്ങൾ, പിന്നെ പല രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ തമ്മിൽ ഒരു ഏകീകരണം ഇല്ല. ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ടച്ച് ചെയ്യുന്നത് ജസ്റ്റ് അതിന്റെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം സയന്റിഫിക് ആയിട്ട്. ആ സയന്റിഫിക് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മോഡേൺ ടെക്നോളജി, മോഡേൺ സയൻസ്, മോഡേൺ മെഡിസിനും ട്രഡീഷണൽ വിസ്ഡവുമായിട്ട് നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും. അതിനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മേ ബി അതൊരു മനുഷ്യർക്ക് അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്നവർക്ക് ഏറ്റവും ഗുണകരമായിട്ട് മാറത്തക്ക രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരിത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾ, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട് ഈ ക്യാൻസർ വരുന്നു എന്നൊക്കെയുള്ള പുറമേ ധാരാളം കാരണങ്ങൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ അകത്തെ എൻവയോൺമെന്റ്, നമ്മുടെ ഇന്റേണൽ എൻവയോൺമെന്റ്, ശരീരത്തിനുള്ളിലെ എൻവയോൺമെന്റ് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റിന്റെ ഈ ഇൻഫ്ലുവൻസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മൾ എന്തെല്ലാം കോസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ കാരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ അപ്പുറം വേറെ പല കാരണങ്ങളും ഇതിനകത്ത് ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇന്റഗ്രേറ്റീവ് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും എൻ്റെ എക്സ്പീരിയൻസിൽ അവരുടെ റിസൾട്ട് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ്. ഞാൻ ക്യാൻസർ റിവേഴ്സ് ചെയ്തെന്നോ ക്യാൻസർ ക്യൂർ ചെയ്തെന്നോ അല്ല പറയുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ല രീതിയിൽ 150 to 250% ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്പാൻ ഇപ്പൊ എത്ര നാൾ ജീവിച്ചാലും ജീവിതം സുഖമായിട്ട് ജീവിക്കണം, അതാണ് ഏറ്റവും എല്ലാവരുടെയും ആഗ്രഹം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഈ തീം എനിക്കൊന്ന് വേൾഡ് ക്യാൻസർ സൊസൈറ്റി പുറത്തു വരുമ്പോഴും ക്യാൻസർ കെയർ ആൻഡ് ചലഞ്ച് 3 വർഷത്തേക്ക് എടുത്തിരിക്കുകയാണ്, 2022 തൊട്ട് 2024 വരെ. കാരണം 1 വർഷം കൊണ്ട് ഇത് തീരില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ബേസിക്കലി പറയുന്നത് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ വരണം എന്നുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള പ്രസന്റേഷനാണ്. നമുക്ക് ക്യാൻസറിനെ നമ്മൾ എങ്ങനെ വായിക്കും, ഒരു ക്യാൻസറിനെ എങ്ങനെ റീഡ് ചെയ്യും എന്നുള്ളതാണ്. എനിക്കത് എനിക്കത് നേരത്തെ ഒരാൾ ചോദിച്ചല്ലേ, ഇതിനകത്ത് ഇമോഷണല്, മെന്റല്, സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ബോഡീസ് ഇതെന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ ബാലൻസ് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പേടിക്കുന്ന പോലെ ഡോക്ടർ അരുൺ പറഞ്ഞൊരു പോയിന്റ് വളരെ, നമ്മൾ ഇതിനെപ്പറ്റി പേടിച്ചല്ല ജീവിക്കേണ്ടത്, പേടിച്ചോ ഒരു ഡെത്ത് സെന്റൻസോ ഒന്നുമല്ല. നമുക്കൊരു റിമൈൻഡറാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞ് അതിനനുസരിച്ചുള്ളത് പെരുമാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പല രോഗങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. സോ ശരിക്കും പറയുകയാണെങ്കിൽ ഈ സയൻസും ആരോഗ്യപരമായ ഈ മേഖലയും തമ്മിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ശരിക്കും പവർ നമുക്ക് മനസ്സിലാവും. സോ ഇന്റഗ്രേറ്റീവ് ഫങ്ഷണൽ ഹെൽത്ത് അത് ഒരു കീ ഫാക്ടറാണ്. മേ ബി ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഇന്റഗ്രേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളതിനകത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് പല ഡിഫറെന്റ് സിസ്റ്റംസ് ഉണ്ട്. മോഡേൺ മെഡിസിൻ ഇന്ത്യയിൽ നമ്മൾ പറയുന്ന പോലെ അലോപ്പതി എന്നുവെച്ചാൽ വന്നു കയറിയതാണ്. ബാക്കി ആയുർവേദം, നാച്ചുറോപ്പതി, അതുപോലെ തന്നെ സിദ്ധ, ഹോമിയോപ്പതി പല സിസ്റ്റംസും ഉള്ളപ്പോഴും എങ്ങനെയാണ് ഇതൊക്കെ തമ്മിൽ ഒരു കോറിലേഷന് പോകാൻ പറ്റുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നത് ക്യാൻസറും നമ്മൾ ആഹാരവുമായിട്ട് ഒത്തിരി ലിങ്ക് ചെയ്യാൻ പറ്റും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് കഴിച്ചു എന്നുള്ളതല്ല, ഞാനിതിനകത്ത് ശരിക്കും സെൽസിൻ്റെ ഉള്ളിലത്തെ, കാരണം സെൽ സൈക്കിൾ എന്ന് പറയുന്നത് സെൽ മൾട്ടിപ്ലിക്കേഷൻ്റെ സൈക്കിളാണ്. ഇതും ക്യാൻസറും തമ്മിൽ ഭയങ്കരമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മോളിക്കുലാർ സയൻസിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് അത് കൂടുതൽ സെൽ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്നുണ്ടാകുന്ന സിഗ്നൽസ്
അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ ഇത്രയും സിഗ്നൽസ് വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഫങ്ഷനിങ് സെൽസിൽ നിന്ന് ഏറ്റവും കൂടുതൽ നല്ല സിഗ്നൽസ് വരുമ്പോൾ നമുക്കറിയാം ഗോയിങ് എവറിഥിങ് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ തിരിച്ചു സംഭവിക്കും. ആ സിഗ്നലിംഗ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഡൈവേഴ്സിഫൈഡ് ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ട്രീറ്റ്മെന്റ് ആസ്പെക്ട് വരുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ മെഡിസിനോ ഒരു പർട്ടിക്കുലർ തെറാപ്പിയോ ചിലപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യാതെ പോകും. പക്ഷെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു നല്ല ന്യൂസ് എന്ന് വെച്ചാൽ ഈ ചെക്ക് പോയിന്റ്സ് പലയിടത്തുമാണ് ഈ പല ടൈപ്പ് ഓഫ് ക്യാൻസറിന്റെയും പ്രോബ്ലംസ്. ഇതെല്ലാം തമ്മിൽ സെൽ സൈക്കിളിൽ ശരിക്കും പറഞ്ഞാൽ ഇതിനെ മോഡുലേറ്റ് ചെയ്യാം. ആർക്കാണെന്ന് ചോദിച്ചാൽ ന്യൂട്രിയൻസിനാണ്. ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി അവൈലബിൾ ന്യൂട്രിയൻസ് ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ കൊടുത്തതേ ഉള്ളൂ. കാരണം ഗ്രീൻ ടീ അതിനകത്ത് നടക്കുന്ന ശരിക്കുള്ള മോളിക്യൂളാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്യും. അതുപോലെ തന്നെ റെസ്വറാട്രോൾ എല്ലാവർക്കും അറിയാം, റെഡ് ഗ്രേപ്സിലും പീനട്സിലും ഒക്കെ അവൈലബിൾ ആണ്. സോ ഇതെല്ലാം ഇതേപോലത്തെ പതിനായിരക്കണക്കിന് നാച്ചുറൽ മോളിക്യൂൾസ് ശരിക്കും വന്ന് പണ്ട് തൊട്ട് പല സിസ്റ്റം ഓഫ് മെഡിസിൻസിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും ലിങ്ക് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെല്ലുലാർ സയൻസുമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഹിപ്പോക്രാറ്റിസിന്റെ പഴയ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നും വളരെ വളരെ പ്രസക്തിയേറുന്നു. കാരണം ഫുഡ് ഈസ് മെഡിസിൻ, ആഹാരം മരുന്നായിട്ട് വന്നിരിക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഉദ്ദേശം എങ്ങനെ ഇത് നടക്കും സയന്റിഫിക് ആയിട്ട് റിയൽ കോസ് ഫോർ ക്യാൻസറിന്റെ റിയൽ കാരണങ്ങൾ സെൽസിലാണ്. സെൽസിന്റെ ആദ്യം വരുന്ന ഒരു കോശം എടുത്തു കഴിഞ്ഞാൽ കോശത്തിന്റെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിനുള്ള കാരണമാണ് പലപ്പോഴും പ്രശ്നമുള്ളത്. അതേപോലെ തന്നെ സെൽസിന്റെ ഉള്ളിലുള്ളതാണ് ഏറ്റവും ന്യൂക്ലിയസിനകത്തുള്ളതാണ് DNA ചിലപ്പോൾ ചേഞ്ച് വരാം. എനർജി മെറ്റബോളിസത്തിനകത്ത് ചേഞ്ച് വരാം, അത് മൈറ്റോകോൺട്രിയാണ്. എൻസൈമിൽ ചേഞ്ച് വരാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ടീലോമിയേഴ്സ് എന്ന് പറഞ്ഞ ടീലോമിയേഴ്സ് ലെങ്തനിങ്ങിനെ പറ്റിയാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞ സയന്റിഫിക് സ്റ്റഡി, ഇതൊക്കെ സെൽസിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ക്രോമസോംസിലും അതുപോലെ തന്നെ മെംബ്രെയിനും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മൈറ്റോകോൺട്രിയയിലും റൈബോസോമിലൊക്കെ നടക്കുന്ന പ്രക്രിയയുടെ വ്യത്യാസങ്ങളാണ്. ഇതേപോലെ തന്നെയാണ് ഔട്ട്സൈഡ് ദ സെൽസ്, എക്സ്ട്രാ സെല്ലുലർ സെൽസിന്റെ വെളിയിൽ അതുപോലെ നടക്കുന്നുണ്ട്. നമ്മൾ പറയും ഡിസ്ട്രക്ഷൻ ഓഫ് മാട്രിക്സ്, കൊലാജൻ, ഇതൊക്കെ കോശങ്ങളുടെ വെളിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവിടെ പ്രശ്നമുണ്ടെങ്കിൽ ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഡാമേജ് വരുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള എക്സ്റ്റേണലും ഇന്റേണൽ എൻവയോൺമെന്റിൽ തമ്മിൽ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ഇൻബാലൻസ് ആണ് ഇന്ന് ശരിക്കും പറയുന്ന ക്യാൻസറിന്റെ സെല്ലുലാർ റീസൺസ്. അത് കോസ് ചെയ്യുന്ന എക്സ്റ്റേണലി പലതും ആയിരിക്കും. സോ ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ബാലൻസിങ് ദ ഫങ്ഷണൽ ഹെൽത്ത്. എല്ലാ ഡയമെൻഷനും ഇപ്പം നമ്മൾ പറയും 3 ഡയമെൻഷൻസ് നമ്മൾ കവർ ചെയ്യണം. 3 ഡയമെൻഷൻസ് മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ് എന്ന് ഔട്ട്സൈഡ് പറയും. പക്ഷെ ശരിക്കും പറയാൻ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, സെൽസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് DNA, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ബോഡി, അതിന്റെ ഔട്ട്സൈഡ് ദി ബോഡി ഈസ് ദി എക്സ്ട്രാ സെല്ലുലാർ ലെവൽ. സോ മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. സോ മൈൻഡ്, ബോഡി ആൻഡ് എൻവയോൺമെന്റ്, ഇത് മൂന്നും കൂടെ നമുക്ക് ബാലൻസിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഒരു സെല്ലിനെ ബാലൻസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ സകല സെൽസിനെ ബാലൻസ് കൊണ്ടുവരിക. ഇതാണ് ഇതിനകത്തെ ബേസിക് സയന്റിഫിക് പാറ്റേൺ. ഇപ്പൊ നമ്മൾ നോക്കുക എന്താണ് ഈ സെൽസിന് കോസ്. നമ്മൾ ധാരാളം കാര്യങ്ങളെ പറ്റി പറയും. ഇപ്പൊ ഡോക്ടർ അരുണൊക്കെ പറഞ്ഞത് സോ ക്രോണിക് ആയിട്ടുള്ള ഇഞ്ചുറിയാണ് കാരണം. ആസ്ബസ്റ്റോസ്, വൈറസ്, അയണൈസിങ് റേഡിയേഷൻ, നമ്മൾ ഒന്നും അറിയാതെ പോകുന്ന ഇന്ന് ശരിക്കും പറഞ്ഞ ഈ സ്മോക്കിങ്ങിനേക്കാളും വേഴ്സ് ആണ്. കാരണം ദിസ് ഇസ് കമ്മിങ് ത്രൂ ദ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ടെലിവിഷൻ, ഇതിനകത്തു നിന്നൊക്കെ വരുന്നത് പിന്നെ കെമിക്കൽ. ഇതെല്ലാം എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ പൊട്ടൻഷ്യൽ കുറയ്ക്കും. ആൻഡ് ക്യാൻസർ സെൽസിനെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ഗോട്ട് ഈ EMB എന്ന് പറഞ്ഞ സെൽസ് മെംബ്രെയിൻ്റെ പൊട്ടൻഷ്യലാണ്. സോ ഈ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ താഴോട്ട് കൊണ്ടുവരും. അന്നേരം എന്താ വെച്ചാൽ ഇത് അതിൻ്റെ ശരിക്കുള്ള നാച്ചുറൽ പ്രവർത്തനത്തെ ബാധിക്കും. സോ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ഫ്ലൂയിഡിറ്റി ആൻഡ് ലൈപ്പിഡ് പ്രൊട്ടക്ട് ഇൻട്രാക്ഷൻ. സോ ഇതെന്താ വെച്ചാൽ അതിൻ്റെ DNA-യും അതുപോലെ തന്നെ പ്രോട്ടീൻ പ്രൊഡക്ഷനെയും ബാക്കിയുള്ള മെറ്റബോളിസത്തെയും അഫക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെയാണ് അതിൻ്റെ സെൽ ഡിവിഷൻ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ഇറ്റ് ബിക്കംസ് അൺകൺട്രോളബിൾ. മെംബ്രെയിൻ കൂടെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സോ യു ക്യാൻ സി ഇറ്റ് ഇസ് സ്പ്രെഡിങ് ടു അതർ സെൽസ് ആൻഡ് അതർ ഓർഗൻസ്, മറ്റുള്ള ഓർഗൻസിലേക്കൊക്കെ വ്യാപിക്കും. സോ ശരിക്കും പറയുകയാണെങ്കിൽ റിയൽ ഇന്റേണൽ കോസ് മൈറ്റോകോൺട്രിയയിലും DNA-യുടെ ഡിസ്ഫങ്ഷനുമാണ്. സോ ജെനറ്റിക് റീസൺ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്ത് മൈറ്റോകോൺട്രിയ ഉണ്ട്. സോ യു ക്യാൻ സേ ഒരു ജെനറ്റിക് റീസൺ മാത്രമല്ല കാരണം, അതേപോലെ തന്നെ ഒരു മെറ്റബോളിക് റീസണും കാരണമാണ്. സോ എങ്ങനെ ഇത് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ശരിക്കും മെയിൻലി ഡോക്ടേഴ്സും പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ മോളിക്കുലർ ബയോളജിയെ ജെനറ്റിക് സെല്ലാർ ലെവലിൽ നിന്ന് റീലേൺ ചെയ്യണം.
കാരണം ഇത് ഒന്ന് ലിങ്ക് ചെയ്യണം നമ്മളുടെ ഒരു രോഗിയുടെ ബേസിസിലും, അതുപോലെ നമ്മൾ തന്നെ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എപ്പിജെനറ്റിക്സും ശരീരത്തിലെ സെൽസിന്റെ മെറ്റബോളിസവും തമ്മിൽ നല്ല ക്ലോസ് ലിങ്ക് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സോ ശരിക്കും അതുകൊണ്ട് തന്നെയാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജീനോം എന്ന് വെച്ചാൽ ജനറ്റിക് എക്സ്പ്രഷൻ ആണ്, പ്ലസ് മെറ്റബോളിസം സെൽസിനകത്ത്. ഇതാണ് നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ അസുഖത്തിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അത് ബാലൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അസുഖങ്ങൾ വരും. സോ കൺവെൻഷണൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ സിക്നസിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുക, സിക്നസിനെ നമ്മൾ തടയുക, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പം നമ്മൾ പല ടൈപ്പ് ഓഫ് മെഡിക്കൽ ഇന്റർവെൻഷൻ, മോഡേൺ മെഡിസിൻ ആയാലും ആയുർവേദമായാലും സിദ്ധയാണ് എല്ലാം ചെയ്യുന്നത്. ന്യൂട്രീഷണൽ മെഡിസിൻ വരുമ്പോൾ ന്യൂട്രീഷണൽ ഇന്റർവെൻഷൻ സെല്ലുലാർ ലെവലിൽ DNA ലെവലിലും വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് ശരിക്കും ലിങ്ക് ചെയ്യാം. സോ ഇവയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ല കോമ്പിനേഷൻ, അതിന് നല്ല റിസൾട്ട് കിട്ടും. സോ ഇത് രണ്ടും കൂടെ ശരിക്കും മിക്സ് ചെയ്യാം. അപ്പൊ ഈ ഡിയും ഇയും തമ്മിൽ മിക്സ് ചെയ്യുന്നതായിരിക്കണം ശരിക്കും എവിഡൻസ് ബേസ്ഡ് അല്ലെങ്കിൽ സയന്റിഫിക് ബേസ്ഡ് ഇന്റഗ്രേറ്റീവ് മെഡിസിൻ. സോ ഞാനൊരു ക്വിക്കായിട്ടങ്ങ് വിട്ടുപോവാണ്. ഇന്റഗ്രേറ്റീവ് പ്രോട്ടോകോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെറ്റബോളിക്കായിട്ട് ഒരാളെ അനലൈസ് ചെയ്യുന്നു. ഞങ്ങൾ ചെയ്യുന്നത് ഡീടോക്സിഫിക്കേഷൻ ചെയ്യും. എക്സർസൈസ് ഷെഡ്യൂൾ പേഴ്സണലൈസ് ചെയ്ത് ചെയ്യാറുണ്ട്. ന്യൂട്രീഷണൽ തെറാപ്പി പല രീതിയിലുണ്ട്. ഞങ്ങൾ ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നുണ്ട്, ഓറൽ ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട്, ഹെർബ്സ് ആൻഡ് നാച്ചുറൽ ഇത് കൊടുക്കുന്നുണ്ട്. റിലാക്സേഷൻ മെയിൻലി മെന്റൽ റിലാക്സേഷൻ, യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കൺവെൻഷണൽ മെഡിസിൻസ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ആണ് കീ. എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ട രീതിയിൽ നമ്മൾ എന്തെങ്കിലും ക്യാൻസറിനെ പറ്റി പറഞ്ഞാൽ വരാം, ആ വ്യക്തിക്ക് വേണ്ടുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ്, ആ പേഷ്യൻറ്റിൻ്റെ പവർ കൂടും. സോ ദാറ്റ് വിൽ ആക്ച്വലി മേക്ക് ദം മോർ ഹെൽത്തി. ഇതാണ് ഒരു ബേസിക്കലി ഒരു പ്രോട്ടോകോൾ ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പം എനിക്കൊന്ന് ഞങ്ങൾ പല രാജ്യങ്ങളും ഇത് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഏർലി ഡിറ്റക്ഷൻ എനിക്കൊന്ന് ഡോക്ടർ അരുൺ കുറച്ച് അതിനകത്ത് നല്ലപോലെ പോകുന്നു. പക്ഷേ ഏർലി ഡിറ്റക്ഷൻ ഒരു ക്യാൻസറിനെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഉപരി ആ ഒരു വ്യക്തിയുടെ ആരോഗ്യ നിലവാരം നമുക്ക് നോക്കുകയാണെങ്കിൽ ബേബി ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമുക്കൊരു ഏർലി സിഗ്നൽസ് കിട്ടാം. കാരണം ഹെൽത്ത് അസസ് ചെയ്യുന്നത് മെറ്റബോളിക് അനാലിസിസ് കൂടെ ആണെങ്കിൽ, ഈ മെറ്റബോളിക് ഇൻബാലൻസ് ഉണ്ടെങ്കിൽ ഈ ഇൻബാലൻസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസീസ് പ്രോസസ്സിലേക്കുള്ള ആ പോക്ക് ചിലപ്പോൾ തടയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു അസസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം ആൻഡ് പോസിബിൾ മാർക്കേഴ്സ് പേഷ്യന്റ് വായിന്ന് തന്നെ വരും. പിന്നെ ഞങ്ങൾ മെയിൻലി ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ബാക്കിയുള്ളത് ടെസ്റ്റ് ചെയ്തറിയാൻ പറ്റും. എന്നിട്ടൊരു പ്രിവെൻഷനും ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസും നമുക്ക് ഡിസൈൻ ചെയ്യാൻ, പേഴ്സണലൈസ് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. സോ പ്രിവെൻഷൻ എപ്പോഴും പേഴ്സണലൈസ് ചെയ്തിട്ടാണ്. ഇന്റർഗ്രേറ്റീവ് പ്രോട്ടോകോൾ എസ്പെഷ്യലി ഞങ്ങൾ ഫോളോ ചെയ്യുന്ന ന്യൂട്രീഷണൽ തെറാപ്പി ഉണ്ട്, അതുപോലെ കൺവെൻഷണൽ മോഡേൺ മെഡിസിൻ, ആയുർവേദ, ഹോമിയോ, സിദ്ധ, അതേഴ്സ്. ഇതിപ്പം ഓരോരുത്തർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഇത് ഫോളോ ചെയ്യും. എന്നിട്ട് ദെൻ യു വിൽ ഹാവ് ദി മോണിറ്ററിങ് മാർക്കിംഗ് സിസ്റ്റം. അതിനകത്ത് സെൽഫായിട്ട് മോണിറ്റർ ചെയ്യാം, ക്ലിനിക്കലി ഡോക്ടേഴ്സ് മോണിറ്റർ ചെയ്യണം. സോ ദിസ് ഈസ് ആക്ച്വലി ഗുഡ് ഫോർ ഏർലി ഡിറ്റക്ഷൻ. സോ ഞങ്ങൾ ഡയറ്റ് കൊടുക്കുമ്പോൾ ഒരു പേഴ്സണലൈസ് ചെയ്ത ഡയറ്റ് കൊടുക്കുന്ന, ഒരു സ്പെസിഫിക് ഡയറ്റ് ഒന്നും ഇല്ല. ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് റേഷ്യോ ഓരോ വ്യക്തികളിലും വ്യത്യാസം വരും. ചിലർക്ക് പ്രോട്ടീൻ കൂടുതൽ വേണം, ചിലർക്ക് ഫാറ്റ് വേണ്ടി വരും, ചിലർക്ക് കാർബ് വേണ്ടി വരും. സോ ഇതിനെ ബേസ് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന ഡൈജഷൻ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന ഡയറ്ററി പ്രോട്ടോകോൾസ് വരുന്നത്. ആൻഡ് കൂടുതലും വെജിറ്റബിൾസ് പ്രിഫർ ചെയ്യും. ആൻഡ് നമ്മൾ റെഡ്യൂസ് ചെയ്യും സീരിയൽസും മിൽക്കും വൈറ്റ് ഷുഗറും ഒക്കെ. കാരണം സോ ലോട്ട് ഓഫ് കോൺട്രവേഴ്സീസും ലോട്ട് ഓഫ് ടോക്സ് ആർ ഹാപ്പനിങ്, എസ്പെഷ്യലി ഇപ്പം മിൽക്കിന്റെ ഒരു എനിക്കത് ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ ഇപ്പം മിൽക്കിന്റെ ഏറ്റവും ബേസിക്കലി നമ്മൾ നോക്കുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആന്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ഹോർമോൺസ് മാത്രമല്ല, അതിനകത്തെ പ്രോട്ടീൻ പോലും. കാരണം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മൃഗം പോലും വേറൊരു മൃഗത്തിന്റെ പാല് കുടിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മിൽക്ക് ഒരു വേണോന്ന് ചോദിച്ചാൽ മിൽക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ മെയിൻലി സജസ്റ്റ് ചെയ്യുന്നത് മിൽക്ക് ഫെർമെന്റ് ചെയ്തിട്ട് അതിന്റെ ബട്ടറും ഗീയും അതിന്റെ കേർഡും ബട്ടർ മിൽക്കും ഒക്കെ വളരെ നല്ലതാണ്. സ്പ്രൗട്ട്സ് വളരെ നല്ലതാണ്. അതുപോലെ മുളപ്പിച്ച പയറോ അങ്ങനത്തെ സാധനങ്ങൾ, മുട്ട ആണ്. സ്പ്രൗട്ട്സും മുട്ടയും ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുമെങ്കിൽ, ഡൈജസ്റ്റ് ചെയ്യാമെങ്കിൽ മാത്രമേ നോൺ വെജ് പ്രോട്ടീൻ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. പിന്നെ ബട്ടർ, ഗീ ഇതിങ്ങനത്തെയൊക്കെ അൺപ്രോസസ്ഡ്, അതായത് നമ്മൾ ചൂടാക്കിയുള്ള സാധനമൊന്നുമല്ല. മുട്ടയും വെർജിൻ കോക്കനട്ട് ഒലീവ് ഓയിൽ, ഈ ഫാറ്റ് ഫുഡ് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് അൺപ്രോസസ് ചെയ്യാതെ കൊടുക്കണം.
പിന്നെ ഫാസ്റ്റിംഗ് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഫാസ്റ്റിംഗ് പേഷ്യൻസിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷുഡ് ബി നമ്മുടെ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാവുന്ന ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനിൽ മാത്രമേ ചെയ്യാവൂ. കാരണം അവർ അണ്ടർ ന്യൂട്രീഷനോ മാൽ ന്യൂട്രീഷനിലേക്ക് പോകരുത്. ഈ ഫാസ്റ്റിംഗ് ഇതൊക്കെ ചെയ്യുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഓറൽ ഓർ ഇൻജെക്റ്റബിൾ സപ്ലിമെന്റ്സ് നന്നായിട്ട് കഴിക്കേണ്ടി വരും. വെള്ളം നന്നായിട്ട് കുടിക്കേണ്ടി വരും. ആ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഡിപ്പെൻഡിങ് അപ്പോൾ നമ്മൾ ഓരോ രോഗിയുടെ യൂറിന്റെ മറ്റിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് വേണം. ഞങ്ങളുടെ പ്രോട്ടോക്കോളിൽ ഞങ്ങൾ ഹൈ ഡോസ് ഓഫ് ഇൻഡിവിജ്വൽ വിറ്റമിൻസോ അല്ലെങ്കിൽ അതിന്റെ കോക്ടെയിൽസും അലോങ് വിത്ത് പ്രോട്ടീൻ, ഫാറ്റി ആസിഡ്സ്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ് കോമ്പിനേഷൻ ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഇതാണ് ലിങ്ക് ചെയ്യുന്നത്. സോ ദിറ്റ് ഇസ് അവർ എക്സ്പീരിയൻസ്. ഞങ്ങൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒരു 1000, 1500, 2000 പേഷ്യൻ്റ് എങ്കിലും ഞങ്ങൾ ഇതിനകത്ത് മാനേജ്മെന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻലി ഞങ്ങൾ ചെയ്യുന്ന മെയിൻലി സെല്ലുലാർ ന്യൂട്രീഷണൽ മെഡിസിൻ, ഒരു റിയൽ ഫങ്ഷണൽ മെഡിസിൻ ഉണ്ട്. മൈറ്റോകോൺട്രിയ, റൈബോസോം, ന്യൂക്ലിയർ ലെവൽ റിപ്പയർ ആൻഡ് മാനേജ്മെന്റ്. ഇതാണ് ബേസിക്കലി ഞങ്ങൾ എയിം ചെയ്യുന്നത്. അതൊരു പേഴ്സണലൈസ് ചെയ്ത് പ്രിവെന്റീവായിട്ട് ഉപയോഗിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ട്രീറ്റ്മെന്റിന്റെ മുമ്പ് ഒരു പ്രിപ്പറേഷൻ. ഞങ്ങൾ ബേസിക്കലി സർജറിക്ക് മുമ്പ് ഒരു പ്രിപ്പറേഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഏത് ചികിത്സ ചെയ്യുമ്പോഴും ഒരു പ്രിപ്പയറിങ് ദാറ്റ് പേഷ്യൻ്റ്, അവരുടെ ഹെൽത്ത് ലെവൽ മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കീമോതെറാപ്പി ആയാലും സർജറി ആയാലും ഭയങ്കര. കാരണം വി ഹാവ് സീൻ, ഞങ്ങൾ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് തന്നെ ഒരു 100 കണക്കിന് പേഷ്യൻസ് സർജറി ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഹെഡ് ആൻഡ് നെക്ക് സർജറി ആയാലും കൊള്ളാം, ഇപ്പൊ CA ലങ്, CA സ്റ്റൊമക്ക്, അതിൻ്റെ എല്ലാം ധാരാളം കേസുകൾ ബിഫോർ ദ ട്രീറ്റ്മെന്റ് ഞങ്ങൾ ന്യൂട്രീഷണലി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് വിൽ ബിക്കം ഫാന്റാസ്റ്റിക്. പിന്നെ ഇന്റഗ്രേഷൻ, അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ഡയറ്റും ഡയറ്ററി സപ്ലിമെന്റ്സ് പ്രോട്ടോക്കോളും. സോ ഇന്റഗ്രേഷൻ ചെയ്യുക പോസ്റ്റ് ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിൽ പെയിൻ മാത്രമല്ല, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക. ഇതൊക്കെയാണ് ബേസിക്കലി. സോ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇസ് മോർ ദാൻ ഓൾമോസ്റ്റ് 15 years ക്യാൻസർ മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റിൽ, ഫങ്ഷണൽ മാനേജ്മെന്റിലുണ്ട്. മോർ ദാൻ 1000 to 2000 പേഷ്യൻസ് ഓൾ ഓവർ ദ വേൾഡ്. ഇപ്പം ധാരാളം ഇതിന്റെ ഇതുകൊണ്ട്. ഇതാണ് ബേസിക് ഒരു ഔട്ട്ലൈൻ. ഞാനൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എനി ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേ ബി ഇന്ററാക്ഷൻ സമയത്ത് ആൻസർ ചെയ്യാവുന്നതായിരിക്കും. സോ ഐ തിങ്ക് ഞാൻ അധികം സമയം എടുത്തില്ല, തോന്നുന്നു 10 മിനിറ്റ് കൊണ്ട് തീർത്തു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. വണ്ടർഫുൾ സെഷൻ, വെരി ഗുഡ്. വളരെ ഒരു ഐ ഓപ്പൺ ആയിരുന്നു സാറിന്റെ ക്ലാസ്. ക്ലോസ് ദ ക്യാപ്, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഫീലിംഗ് ലൈക്ക് an integrative medicine, holistic medicine, like cellular level, സാറ് ജനറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ്, അതുപോലെ മൈറ്റോകോൺട്രിയൽ, റൈബോസോമൽ ലെവലിലുള്ള റിപ്പയർ മോളിക്യൂൾസിന് സാറിന്റെ ഇനിയും ആവശ്യമുണ്ടെന്ന് സാറ് വെയിറ്റ് ചെയ്യണം. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ, പ്രത്യേകിച്ച് ന്യൂട്രീഷണൽ ആസ്പെക്ട് സാറ് വളരെ ഭംഗിയായിട്ട് എടുത്തു. ഇനി സാറ് നെക്സ്റ്റ് സ്പീക്കർ, ലാസ്റ്റ് സെഷനിൽ നമുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക് പോവാം. നെക്സ്റ്റ് സെഷൻ വി ഹാവ് സാറിന്റെ സ്ലൈഡ് സ്ക്രീൻ ഷെയർ ഓഫ് ചെയ്യാൻ പറ്റുമോ സാറ്? സ്ക്രീൻ ഷെയറിംഗ് ഒന്ന്. ഓക്കെ സാർ, താങ്ക് യു. Sir, we have our next speaker, Dr. Sendil Kumar. He's a eminent speaker from Tamil Nadu. അതുകൊണ്ട് പുള്ളിയുടെ സെഷൻ കുറച്ച് തമിഴിലും ഇംഗ്ലീഷിലും ആയിരിക്കും. പുള്ളി ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞത് ഐ ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് ഇൻ മലയാളം. സർ, യു ഡോണ്ട് വെറി സർ, യു ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് തമിഴ്, നോ പ്രോബ്ലം. തമിഴിലും നിങ്ങൾക്ക് കുറച്ച് മലയാളം തമിഴെല്ലാം എല്ലാവർക്കും അറിയാം. ഈ രോഗത്തിന് ഭാഷയൊന്നുമില്ലല്ലോ സർ, നോ പ്രോബ്ലം. വി ഹാവ് നോ ലാംഗ്വേജ് ഇൻ ദ ക്യാൻസർ. Okay. I invite Dr. Sendil Kumar. He's a senior professor in National Institute of Siddha, and he has got many awards. He's a very esteemed person. Today we have all delegates, all the participant panelists are very esteemed persons, especially not in India, around the world. Such a very enlightening panel we have. That's a great pleasure that we have, sir. And the Sendil Kumar sir has got a bachelor's degree in Siddha medicine, and he has got very obtainable awards, master's degrees in MSc and PhD in 2005. And he is in medical physiology, ALM, Postgraduate Institute of Medical Science, University of Madras. And he has done many research papers from University of Madras and follows doctoral degree, has done postgraduate doctoral studies in University of Chicago, USA. And he worked assistant professor research from the University of Illinois in Chicago. He has worked about 7 years there and published more than 10 research papers in international journals. And he is a
very esteemed personality and got many international awards and cancer medicine, nutritional medicine and health. And he has nominated in the Indian Institute of IIT Madras for his institution Animal Ethical Committee and CMC Vellore and academic institution, and so many international qualities lifestyle standard for the cancer patients he is following. And he's doing wonderful treatment in Siddha treatment in National Institute of Siddha, in working as a professor there. And he's a very very eminent personality and doing wonderful research in the field of oncology and cancer. Sir, ningale in the way like welcome. Welcome, sir. Welcome. Yeah, you are most So can you welcome. hear me, sir? Okay, sir. You can continue, sir. Thank you. Okay. வணக்கம் அனைவருக்கும் வணக்கம். It is really I feel it is a pleasure that I am sharing a platform with the eminent personalities from the various parts of India. Arun Chandrasekhar sir, Sheikh Kumar sir, it's glad to hear them in this great evening. Basically, as I am a Siddha physician, I want to go directly to the session. In Siddha medicine, we have it is very much informed about the cancer. We call it as putru in Siddha medicine, the putru. Putru means termite mound, basically. Termite mound which grows over the mud, and it can spread all over the inside the land. But if you try to destroy it, it keeps growing. So it shows that similarly, putru, there is a cancer where it begins one place and start to spread all over the body. So this shows their understanding about the Siddhas, who are the founders of Siddha medicine, understanding about the putru node. There are several literatures has been mentioned about the putru in Siddha medicine, as well as the treatment part. When it comes to treatment part, we have a single herbs, polyherbal formulation, metallic formulation, and there are more higher order of medicine. In National Institute of Siddha, is the all other national institutes in India. This is the only institute gets about 2,000 patients a day, the OPD, which includes the cancer patients. Since more number of cancer patients are reporting in the general OPD, we have begun a special cancer OPD in 2014. About yearly 1,000 patients, cancer patient visits our hospital nowadays, actually. If you look into the patients, the type, the patients who are coming, the cancer patients are coming coming to our hospital, most of them, maybe 50% of them comes at the latest stage or terminal stage of the cancer. Again, most of them are not fit for any conventional therapy. That is the stage they are coming in. You know, they used to visit our hospital. If that is the case, the palliative care, that is where we can improve their quality of life, as well as the lifespan can be increased. That is a major portion we are contributing in that. The palliative care which we are giving improves their physical well-being. That is the physical active, physically there feels more strength and they are more comfortable. Then it also improves the functional well-being. It gives functional well-being, through the functional well-being, that is the ability to move around and socially with the people. There is a social well-being, all that it increases basically. Then apart from that, when it comes to patient who are diagnosed recently, or when they are visiting, we do explain them what are the treatment options available, because in the cancer treatment, ethics is very important. We cannot say that using this medicine, I treat immediately. So we just explain them. So what are the options are available to treat? So conventional therapy, and as well as the integrated therapy, our traditional medicine, all this we explain in complementary and
complementary, that is complement with the conventional therapy. All this we explain them. If they agree with that, then we go for our treatment. Otherwise, we send them back to the conventional therapy. That's what we do it. Mostly, if they are adamant, that is, they are very specific that yes, I want to take only traditional medicine, not other medicine. I don't want. So I have some experience with some other cases like that actually. One lady who came 70 years old, she came to our hospital with the diagnosis of breast cancer. It's type of adenocarcinoma. I explained about her. Since it is not metastasis to any other organ, localized into the lump is located in the one of the breast. There is no any further axillary node involvement. I suggested her better you go for conventional therapy. Then you come back. We can give us some preventive medicine. We can prescribe a medicine which will help you to prevent cancer, further recurrence, reoccurring of the disease. But she was very particular that I won't take that. So we have been prescribing Siddha medicine or with our traditional way of medication, purgation, followed by that herbal medicine, then the higher order of medicine. She's doing well. I'm happy to inform about that. Now, when we asked her to look for the disease progression every year, we asked her to take the CT scan. Past 6 years, she's doing well. Only thing is there is a little bit increase in the size of the lump. There is too much. She's maintaining very good quality of life. This is what we do that. This is the way when it comes to the Siddha medicine alone. But these we cannot implement to all the patients who have come in the early stage. So we recommend them we suggest them all the options. Then if they are particular, we suggest them to do Siddha medicine. Then next is the integrated therapy. So here also I want to share my experience. One of the case. A lady, 61 years lady, she visited our hospital and diagnosed with the CA stomach. So cancer studies they are very clear that the medical oncologist referred to me in this letter. He said that we have tried 4 cycles of chemotherapy, but she's not. It is still the disease progressing. So you may try your best of your Siddha medicine. He has mentioned like that. Then he also suggested that she may be recommended for the she may recommend for the nuclear medicine, but she's not willing. She wants to. She didn't want to go for any more the conventional therapy. Then we started Siddha medicine. She came with a complaint of pain as well as loss of appetite, overtaste, all this. When we started our Siddha medicine, slowly she started to improve in the appetite as her intake was started increasing. In that, the pain was a challenge to us. Then we given her the Varma therapy. That is one of the unique therapy available in Siddha system of medicine. If she was when we gave Varma therapy, she was totally relieved of the pain. She was so happy that it gave her more confidence to face that disease. Yes, I can able to manage this disease. That's how we want. So she is improving them. In between, she had some kind of fluid accumulation in the lung. So we have informed to the Cancer Institute that she has some kind of fluid accumulation in the lung. Then they said there's maybe possibility of lung metastasis, but fortunately there is no lung metastasis. There is some kind of lung infection. So they subjected her for the tapping of the fluid. Then she came back. We are continuing. She doing well. This is where we have a real integration. I felt where both the
system of medicine plays in the well-being of the patient. That's the thing. So that is the thing. As a Siddha physician, I suggest when it comes to cancer treatment, the ethic has to be followed. We should inform all about the patient, the disease course, progression, and treatment model. All this we have to inform. Then whichever the best can be chosen for her, and we have to continue. If we have any difficulty in treating in that way, we may go for next option. So that kind of option has to be given. That's the one thing. Then there should be it is all possible. We can able to do all this because of a good relation between the allopathic physician and ourselves. So this kind of, to implement a good integrative oncology, there should be a better understanding between the conventional therapist as well as the traditional therapy. If it is there, certainly we can achieve more, because the wherever the any adverse effects happen during the treatment of conventional therapy, they do refer us. We used to give our system of medicine to manage the symptoms, adverse effects caused by the conventional therapy. So this is the integration we can achieve only if we are able to have a good understanding between the conventional and the traditional medicinal practitioner or oil practitioner. That has to be maintained for the well-being of the patient. So certainly we can deliver a very good healthcare in the case of the cancer treatment. The another thing I want, though our medicines are traditional medicines like Siddha medicine, Ayurveda medicine, homeopathic, looks effective in that need to be further validated. So that way, evidence-based traditional medicine comes in picture in the treatment of the cancer. So these are my views about the integrative oncology. Certainly, we will achieve more, work together towards the treatment of the cancer, because in India, the cancer burden is going to be double by 2040. Currently, only the one oncologist available for 1,500 cancer patients. In case of UK or US, if you look into that, there are one oncologist for 100 patients. In case of UK, it is one oncologist for the 400 to 500 patients. So we need the resources, health professionals to manage this cancer burden. So certainly, with this appropriate integration of between the modern conventional therapist or allopathic physician and the Ayush physician, we will overcome the cancer load. We can certainly provide a good cancer medicine. Again, we can also improve the quality of life as well as their psychological well-being also maintained. So with this, I want to complete my talk. Thank you very much for the opportunity. I looking forward to work together, all the Ayush as well as the condition therapist. Thank you, sir. Thank you. Thank you, sir. And one more thing has to add that he has been awarded as the best employee and award in the Chicago University for the best doctor. And he is working with so many institutions. Unfortunately, he has have not enough time to present his many of the things. Yeah. And we can have further discussion in the discussion session, sir. So many questions are waiting for you, and your program is YouTube live kuda cheyyunnundu, sir. More than 125 people are watching in the YouTube also. Okay. And being recorded, and through first session. This is a first session. This is an introductory session. We will be moving to our next session in this month itself. Separate session. We are planning separate session for each individual doctors for each specialty, so that we can have a think about the integration. How can we go far ahead in integration, like Dr. Sri Kumar sir and Dr. Arun sir has mentioned. Thank you, sir. Thank you for your valuable session. And let me invite Doctor in our next session, Dr. Vinu. Okay, thank you, sir. And Dr. Vinu Krishnan is an eminent physician in the homeopathy. He is working in the oncology research center, one of the
I think it is one center in Kerala. He's working in the homeopathy oncology research. He is working in the government sector, and he has done many works in homeopathic research in medical oncology. ഹോമിയോപ്പതിയിലെ ക്യാൻസർ ചികിത്സയിലെ ഏറ്റവും പ്രശസ്തനായ ഡോക്ടറാണ്. കേരളത്തിലും ഇന്ത്യക്കും പുറത്തും വളരെ പ്രശസ്തീകരിച്ച ഒരുപാട് രോഗികളെ ചികിത്സ എക്സ്പീരിയൻസ് ഡോക്ടർക്ക് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഡോക്ടറെ ഈ സെഷനിലേക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ട് HMAക്കും ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ പ്രൊഫഷണൽസിനും വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഡോക്ടർ. വെൽക്കം. ഡോക്ടർ വിനുകൃഷ്ണൻ. നമസ്കാരം സർ. ഓക്കെ സാർ. വീഡിയോ ഓൺ ആണ്. ആം ഐ ഓഡിബിൾ സർ? ഓക്കെ സാർ. എല്ലാവർക്കും നമസ്കാരം. ഏതായാലും ഈ തവണത്തെ ഈ ടാഗ് ലൈൻ വളരെ അർത്ഥവത്താണ്, വളരെ പ്രോമിസിംഗ് ആണ്. വാഗ്ദത്തമായ ഒരു ടാഗ് ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ക്ലോസ് ദ ഗ്യാപ്പ്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞതും അതിലേക്ക് ആ ഗ്യാപ്പ് പ്ലേസ്മെന്റ് ഉണ്ടെന്നും അതിനെ ക്ലോസ് ചെയ്യണം എന്നുള്ള ആ തിരിച്ചറിവ് തന്നെ ക്യാൻസർ രോഗികൾക്ക് ശുഭോദർക്കമായ ഒരു പ്രതീക്ഷയാണ്. ഏതായാലും ഹോമിയോപ്പതി എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹോമിയോപ്പതി ചികിത്സയെ കുറിച്ച് പരാമർശിക്കുന്നില്ല. എന്താണ് ക്യാൻസർ ചികിത്സയിൽ ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് മാത്രം ഒന്ന് പറയുകയാണ്. അടിസ്ഥാനപരമായി ഹോമിയോപ്പതി ഒരു ഇമ്മ്യൂണിറ്റി എൻഹാൻസ്മെന്റ് ചികിത്സ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ വൈദ്യശാസ്ത്രം എത്തി നിൽക്കുന്ന എവിഡൻസ് ബേസ്ഡ് മെഡിസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ്, ഇപ്പൊ നേരത്തെ മുൻ പ്രസംഗിയർ സൂചിപ്പിച്ച പോലെ സെല്ലുലാർ അല്ലെങ്കിൽ മോളിക്കുലാർ ലെവലിൽ എത്തുമ്പോൾ സെല്ലിന്റെ എക്സ്ചേഞ്ചിലേക്ക് മാത്രം അത്രയും ഡീപ്പറായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന, ലളിതമായി പറഞ്ഞാൽ ടൈറോസിൻ കൈനസ് ഇൻഹിബിറ്ററുകൾ അല്ലെങ്കിൽ കപ്പിൾഡ് പ്രോട്ടീൻ റിസപ്റ്ററുകളുടെ ആ അറ്റം വരെ എവിടെയാണ് ആ സന്ദേശം എത്തുന്നതെന്നുള്ള തിരിച്ചറിവ് വൈദ്യശാസ്ത്രം അനാവരണം ചെയ്യപ്പെടുന്ന ഈ ഒരു മുഹൂർത്തത്തിൽ ശരിക്കും നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ ടാർഗറ്റഡ് തെറാപ്പി എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ബോഡിയുടെ ഇമ്മ്യൂൺ മെക്കാനിസം എൻഹാൻസ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു തത്വം വളരെ മുമ്പേ തിരിച്ചറിഞ്ഞ ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ഹോമിയോപ്പതി എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. ഒരു മരുന്ന്, ഒരു ഔഷധ സേവയിലൂടെ ആ രോഗിയുടെ തന്നെ തനതായ പ്രതിരോധ സംവിധാനങ്ങളെ അല്ലെങ്കിൽ പ്രതിരോധ തലങ്ങളെ ഉണർത്തുകയും അതിലൂടെ തന്നെ ആ രോഗത്തെ അല്ലെങ്കിൽ നമ്മൾ ട്യൂമർ സെൽസിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനും തദ്വാര രോഗിക്ക് പൂർവാധികം അല്ലെങ്കിൽ പൂർവമായ സ്ഥിതിയിലേക്കുള്ള തിരിച്ചു കൊണ്ടുവരാനും പറ്റും എന്നുള്ള സങ്കല്പം തന്നെയാണ് ക്യാൻസർ ചികിത്സയിൽ നമ്മൾ പ്രയോഗത്തിലാക്കുന്നത്. 5 പ്രധാനമായ രീതിയിൽ ഹോമിയോപ്പതി ചികിത്സ ക്യാൻസറിന് ഉപകരിക്കുന്നതായിട്ട് ഞങ്ങളുടെ ആശുപത്രിയിലും എൻ്റെ നിരീക്ഷണത്തിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു സ്റ്റാൻഡ് അലോൺ തെറാപ്പി ആയിട്ട് ഹോമിയോപ്പതി ക്യാൻസറിൽ കൊടുക്കാം. ഓൾട്ടർനേറ്റീവ് തെറാപ്പി എന്ന് പറയുന്ന പോലെ വിദേശ രാജ്യങ്ങളിലെല്ലാം ഹോമിയോപ്പതി ഒരു ക്യാമ്പ് പ്രാക്ടീസ് ചെയ്തതാണ്. കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിനിലാണ് ഹോമിയോപ്പതി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റാൻഡ് അലോൺ തെറാപ്പി ആയിട്ട് ചില മേഖലകളിൽ നമ്മൾ ക്യാൻസറിന് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ രണ്ടാമതായി അഡ്ജുവന്റ് തെറാപ്പി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് മറ്റു ചികിത്സകളോടൊപ്പം തന്നെ ഹോമിയോപ്പതി ചികിത്സ ചെയ്യാൻ പറ്റും. ഉദാഹരണമായി ഇപ്പൊ ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസി, രക്താർബുദം പോലുള്ള ചികിത്സകളിൽ നമുക്ക് ഏവർക്കും അറിയാം ഇൻഡക്ഷൻ ഫേസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഫേസ്, അതിനെ തുടർന്നുള്ള മെയിൻ്റനൻസ് ഫേസിലാണ് എല്ലാ ഹെമറ്റോളജിക്കൽ മാലിഗ്നൻസിയും പ്ലാൻ ചെയ്യുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് റേഡിയോ തെറാപ്പി അതിൽ നിന്ന് മാറ്റിവെക്കുക. ഉദാഹരണമായി AML ആയാലും ALL ആയാലും ഇൻഡക്ഷൻ തെറാപ്പി കഴിയുമ്പോൾ തന്നെ, ഇൻഡക്ഷൻ തെറാപ്പിയുടെ ഉദ്ദേശം ട്യൂമർ സെൽസിനെ, പരമാവധി ട്യൂമർ സെൽസിനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും കുറച്ച് ട്യൂമർ സെൽസുകളും സർക്കുലേറ്ററി സ്ട്രീമിൽ ഉണ്ടാകുകയും അത് പിന്നീട് CSFിലേക്കോ ടെസ്റ്റിസിലേക്കോ ഒക്കെ പോകാമെന്നുള്ള രീതിയിൽ അതിനെ തടയാൻ വേണ്ടിയാണ് പിന്നെ നമ്മൾ കൺസോൾട്ടേഷൻ ഫേസും അല്ലെങ്കിൽ പിന്നെ റിലാപ്സ് അല്ലെങ്കിൽ റെമിഷനെ വിഘാതമായി വരാതിരിക്കാൻ ഒരു മെയിൻ്റനൻസ് തെറാപ്പിയും കൊടുക്കുന്നു. പക്ഷെ ഇത്തരം സമയങ്ങളിൽ ബോൺ മാരോക്ക് ഉണ്ടാകുന്ന പ്രയാസം അല്ലെങ്കിൽ ഗ്രാനുലോസൈറ്റിക് റിഡക്ഷൻ ഉണ്ടാകാറുണ്ട്. അതിലൂടെ കൗണ്ട് വല്ലാതെ താന്നു പോവുകയും രോഗിക്ക് തുടർന്ന് കീമോ ചെയ്യാൻ പറ്റാതെ വരുന്ന പല ഘട്ടത്തിലും നമ്മളെ ആളുകൾ സമീപിക്കാറുണ്ട്. ഇൻഡക്ഷൻ ഫേസ് കഴിക്കുമ്പോൾ മിതോട്രെക്സേറ്റോ വിൻക്രിസ്റ്റേനോ ഒക്കെ കഴിച്ചിട്ട് എടുത്തിരിക്കുമ്പോൾ അവർക്ക് സൈറ്റോ റിഡക്ഷൻ പോസിബിൾ ആവുന്ന സമയത്ത് പക്ഷേ ഗ്രാനുലോസൈറ്റിക് റിഡക്ഷൻ ഉള്ളവർ ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട്. അപ്പം അവിടെ അത്തരം കേസുകളിൽ അഡ്ജുവൻ്റ് ആയിട്ട് ഞങ്ങൾ ഹോമിയോപ്പതി മരുന്ന് കൊടുത്ത് വീണ്ടും അവരെ കീമോതെറാപ്പിക്ക് ഫിറ്റ് ആക്കി എടുക്കാൻ, പരുവത്തിൽ ആക്കിയെടുക്കാൻ പറ്റുന്ന മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. മൂന്നാമത് ഹോമിയോപ്പതിയുടെ ഒരു സാധ്യത കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ക്യാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിമെന്ററി, അതായത് ഒരു ചികിത്സ കൺവെൻഷണൽ മെഡിസിൻ പൂർത്തിയാക്കിയതിനു ശേഷം
അവരെ തിരിച്ച് ഫിസിയോളജിക്കൽ റീജുവിനേഷന് പ്രാപ്തരാക്കുക, അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്ത് പഴയ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് ഹോമിയോപ്പതി മെഡിസിൻ ധാരാളമായി ചില പ്രത്യേക മെഡിസിൻസ് ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ രോഗിക്ക് പ്രത്യേകിച്ച് ഈ CRF ഇല്ലാതാവും. ക്യാൻസർ റിലേറ്റഡ് ഫെറ്റീഗ് എന്ന് പറയുന്ന ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും വലിയൊരു ചാലഞ്ചിങ് ആയ ഒരു സാധനമാണ്. അത് ക്യാൻസർ ചികിത്സർക്ക് എല്ലാവർക്കും അറിയാം. എന്ത് മരുന്ന് കൊടുത്താലും, എത്ര പ്രോട്ടീൻ പൗഡർ കഴിച്ചാലും, എത്ര വൈറ്റമിനോ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ചെയ്താലും CRF മാറാൻ വളരെ പ്രയാസമാണ്. അപ്പൊ ക്യാൻസർ റിലേറ്റഡ് ഫെറ്റീഗിന് കോംപ്ലിമെന്ററി ആയിട്ട് ഹോമിയോപ്പതി കൊടുക്കാറുണ്ട്. നാലാമത്, നമ്മൾ ഇതൊരു റിക്കറൻസ് അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസിലേക്ക്, അല്ലെങ്കിൽ ഒരു ഉദാഹരണമായി പറഞ്ഞാൽ സർജിക്കൽ റിക്കറൻസിന് ചാൻസ് ഉള്ള, പാനസ്റ്റമോട്ടിക് റിക്കറൻസ് ആകാം, അല്ലെങ്കിൽ സർജിക്കൽ സ്കാർ റിക്കറൻസ് ആകാം, സിക്യാട്രിക് റിക്കറൻസ് ആകാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലയോമ കഴിഞ്ഞിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് നമുക്ക് ഏവർക്കും അറിയാം, ഗ്ലയോമ സർജിക്കലി റിസെക്ട് ചെയ്താൽ പാസ്ട്രോസൈറ്റോമ അല്ലെങ്കിൽ ഗ്ലയോബ്ലാസ്റ്റോമ ഗ്രേഡ് 4 ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ റിക്കർ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ ഒരു പ്രിവെന്റീവ് ഓങ്കോളജിക്കൽ പ്രൊഫൈലാക്റ്റിക് ഓങ്കോളജി ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന മരുന്നുകളുണ്ട്. ഇപ്പോൾ ഒവേറിയൻ ട്യൂമർ, അല്ലെങ്കിൽ ജിസ്റ്റ്, ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ സ്ട്രോമൽ ട്യൂമേഴ്സ്, ലിംഫോമസുകൾ. അപ്പൊ സർജിക്കൽ റിക്കറൻസ് അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന സൈറ്റോ റിഡക്ഷന് വേണ്ടി കീമോ കൊടുത്തതിന് ശേഷം വരുന്ന റിക്കറൻസ് തടയാൻ അപ്പൊ ഒരു പ്രൊഫൈലാക്റ്റിക് ഓങ്കോളജി ഹോമിയോപ്പതിയുടെ മേഖലയാണ്. അവസാനമായിട്ട് നമുക്ക് പാലിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. പാലിയേറ്റീവ് ഓങ്കോളജി വളരെ വലിയൊരു കമ്പൈൻഡ് മേഖലയാണ്. അതിനകത്ത് ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്നത് പെയിൻ റിഡക്ഷൻ തന്നെയാണ്. പെയിൻ അല്ലെങ്കിൽ സിംറ്റോമാറ്റിക് ഇംപ്രൂവ്മെന്റ്. പലപ്പോഴും പേഷ്യൻസിന് നമ്മൾ അവർക്ക് ഇപ്പം പല എഫുകളാണ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അല്ലേ. ഫീവർ ആകാം, ഫ്ലൂയിഡ് ആകാം, ഫറ്റീഗ് ആവാം. അപ്പൊ ഈ FFF ആണ് എപ്പോഴും ക്യാൻസർ പേഷ്യന്റിനെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പനി വരുന്നതിന് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ, ഇപ്പൊ ടാപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു താൽക്കാലികമായ സംവിധാനമാണ്. അപ്പൊ ഫ്ലൂയിഡിന്റെ ഫോർമേഷനെ തടയാൻ പറ്റും. അല്ലെങ്കിൽ ഫ്ലാറ്റുലൻസ്, അതും ഒരു F ആണ്. ഇത്തരം പേഷ്യൻസിന് പ്രത്യേകിച്ച് ഗ്യാസ്ട്രിക് മാലിഗ്നൻസി, ഹെപ്പറ്റോബിലിയറി, പാൻക്രിയാറ്റിക് മാലിഗ്നൻസികൾ, ഫ്ലാറ്റുലൻസ് ഒരു ചാലഞ്ചിങ് ആണ്. അതിനെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ അങ്ങനെ പാലിയേറ്റീവ് ആയിട്ട് സിംറ്റമാറ്റിക് റിഡക്ഷൻ കൊടുക്കാൻ പറ്റും. തദ്വാര ക്വാളിറ്റി ഓഫ് ലൈഫും അഡ്രസ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഐഡിയൽ ഗോള് എന്ത് തന്നെയാണ്, നമ്മുടെ സിംറ്റം റിഡക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നാച്ചുറലി അവർ ലൈഫ് എക്സ്പെക്ടൻസി വിൽ ഗെറ്റ് ഇംപ്രൂവ്ഡ് ഓർ റാദർ ഇറ്റ് വിൽ ഗെറ്റ് എൻഹാൻസ്ഡ്. അപ്പൊ ഈ 5 രീതിയിൽ നമ്മൾ ഹോമിയോപ്പതിയിൽ ഓങ്കോളജിയിൽ പ്ലേസ് ചെയ്യാറുണ്ട്. ഇനി പ്രധാന ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, ലളിതമായി പറഞ്ഞാൽ കീമോതെറാപ്പിക്ക് ശേഷം വരുന്ന ഒരു പേഷ്യന്റ് സ്കിൻ ആൻഡ് നെയിൽ ചേഞ്ചസ് ഒരു വലിയ വെല്ലുവിളിയാണ്. അല്ലെങ്കിൽ സർജിക്കൽ സ്കാർ, സർജിക്കൽ റിക്കറൻസ്, റേഡിയേഷൻ കഴിഞ്ഞ് വരുന്ന റേഡിയേഷൻ ഫിബ്രോസിസ്, അല്ലെങ്കിൽ റേഡിയേഷൻ സ്കാർ, ഡെസ്ക്വാമേഷൻ, അല്ലെങ്കിൽ റേഡിയേഷൻ വൂണ്ടുകൾ. ഇത്തരം സാധനങ്ങളിൽ ഹോമിയോപ്പതി ചികിത്സയുടെ സാധ്യത വളരെ ഗംഭീരമാണ്. ഇത്തരം പേഷ്യൻസിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും, ഇപ്പോ ലളിതമായി പറഞ്ഞാൽ ഓറൽ ക്യാൻസർസിന് ഓറൽ റേഡിയേഷൻ കഴിയുന്ന പേഷ്യൻസ് പലർക്കും ഡ്രൈനെസ് ഓഫ് സെക്രീഷൻസ് ഉണ്ടാവാറുണ്ട്. അതായത് സലൈവ ഇല്ലാതെ അവര് വെള്ളം ബോട്ടിലും കൊണ്ടു നടക്കുന്ന ഒത്തിരി പേഷ്യൻസ് വരാറുണ്ട്. അപ്പോ നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളുടെ താൽക്കാലികമായ അട്രോഫിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ജനൈറ്റൽ ഏരിയസിൽ ബർത്തോലിനി ഗ്ലാൻസിന്റെ അട്രോഫി, ഇപ്പൊ ഗൈനക്കോളജിക്കൽ മാലിഗ്നൻസി മാനേജ് ചെയ്യുന്നവർക്ക് അറിയാം, അതൊരു ചാലഞ്ചിങ് ആയ സിറ്റുവേഷൻ ആണ്. അപ്പൊ അത്തരം കേസുകളിൽ അട്രോഫി ഓഫ് ഗ്ലാൻസ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതിനായിട്ടുള്ള സ്പെസിഫിക് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. മൂന്നാമത് എനിക്കൊരു ബ്രോഡ് ഹെഡിങ്ങിൽ പറയാനുള്ളത് ഏരിയ ഓഫ് ഫോക്കസ്. കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് വണ്ടൂരുള്ള ഹോമിയോപ്പതി ക്യാൻസർ സെന്റർ ഹോസ്പിറ്റല് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് തന്നെയാണ്, എൻലിസ്റ്റ് ചെയ്ത് തന്നെയാണ് ട്രീറ്റ് ചെയ്തത്. ഏവർക്കും അറിയാം, എല്ലാ ക്യാൻസറിനും ഹോമിയോപ്പതി ഉപയോഗിക്കാമെന്നോ അതിലൂടെ മാറ്റിയെടുക്കാമെന്നുള്ള മൗഢ്യമൊന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കുറെ ടാർഗറ്റ് ലൈൻസ് ഉണ്ട്. 12 ലൈൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആസ് ജസ്റ്റ് ലൈക്ക് സെൽ ലൈൻസ്. അപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ നമ്മുടെ ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളതും ഇപ്പൊ ഇന്റഗ്രേറ്റീവ് ഓങ്കോളജി കോൺഫറൻസ് ജർമ്മനി നടന്നതിലായാലും, അല്ലെങ്കിൽ കൊച്ചി ലേ മെറിഡിയനിൽ വെച്ച് നടന്നതിനകത്തായാലും ഞാൻ വ്യക്തിപരമായി പ്രസന്റ് ചെയ്തത് ലങ് ക്യാൻസറും പാൻക്രിയാറ്റിക് ക്യാൻസറുമാണ്. അപ്പോൾ 4th സ്റ്റേജ് ഓഫ് ലങ് ക്യാൻസേഴ്സ്, ഉദാഹരണത്തിന് റേഡിയോ തെറാപ്പിയോ കീമോതെറാപ്പിയോ പറ്റാത്ത, ഏവർക്കും അറിയാം 4th സ്റ്റേജ് ആകുമ്പോൾ ഇറ്റ് ഹാസ് ഡിസിമിനേറ്റഡ് ഇൻ ടു ദി ബ്ലഡ് സ്ട്രീം, മേ ബി ഇറ്റ് ഹാസ് മെറ്റാസ്റ്റൈസ് ടു ദ കോൺട്രലാറ്ററൽ ലങ് ഓൾസോ. അപ്പൊ അപ്പുറത്തെ ലങ്ങിലും അല്ലെങ്കിൽ കൂടുതൽ ലിംഫ് നോഡ്സിലും സ്പ്രെഡ് ചെയ്ത ഒരു ഘട്ടത്തില് നാച്ചുറലി 4th സ്റ്റേജ് ലങ് ക്യാൻസറിൽ കോമോർബിഡിറ്റീസ് ഉണ്ടാവും. ഈ കോമോർബിഡിറ്റീസ് ഉള്ള ഒരാള് ഡെഫിനറ്റ്ലി ഹി മേ ബി ഹാവിങ് കാർഡിയക് ചാലഞ്ചസ് ഓൾസോ. സോ കൺവെൻഷണൽ മെഡിസിന്റെ ലിമിറ്റഡ് ആ ഫോക്കസിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് സ്റ്റേജ് 4 ലങ് ക്യാൻസർ ഹോമിയോപ്പതി കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും.
and we have got ample evidences with showing even metastatic reduction. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു 76 ഏജ് ഉള്ള ഒരു പേഷ്യന്റ് ഒരു കേസാണ് ഞാൻ ആയുഷ് കോൺഫറൻസിൽ, ഇന്റർനാഷണൽ കോൺഫറൻസിൽ ട്രിവാൻഡ്രത്ത് പ്രസന്റ് ചെയ്തത്. അതിൽ മെറ്റാസ്റ്റാറ്റിക് ഫോസൈ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ കേസായിരുന്നു. റിബിലെ ലീഷൻ, ചെസ്റ്റിലെ ലീഷൻ, ലിവറിലെ ലീഷൻ വരെ റിഗ്രസ് ചെയ്ത് ഇറ്റ് വാസ് എ ഡോക്യുമെന്റഡ് കേസ്. അപ്പോൾ 4th സ്റ്റേജ് ലങ് ക്യാൻസറിൽ നമ്മളിത് ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ട്. പിന്നീട് ഫോക്കസ്ഡ് ഇൻട്രസ്റ്റ് വരുന്ന CA ബ്രസ്റ്റ് ആണ്. CA ബ്രസ്റ്റിൽ പ്രധാനമായിട്ടും സിക്യാട്രിക്കൽ റിക്കറൻസ്, ലോക്കൽ റിക്കറൻസ്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരു ലേഡി നമ്മളെ അപ്രോച്ച് ചെയ്താൽ യൂഷ്വലി വി റെഫർ ദോസ് കേസ് ഫോർ to a medical oncologist for those immunological studies. ER/PR സ്റ്റാറ്റസ്, ഇമ്മ്യൂണോഹിസ്റ്റോകെമിസ്ട്രി സ്റ്റാറ്റസിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് മാത്രമേ നമ്മൾ അത് എടുക്കാറുള്ളൂ. അപ്പോൾ ഇഫ് ER/PR പോസിറ്റീവ്, KI67 അല്ലെങ്കിൽ കാതറിൻ എക്സ്പ്രഷൻ ഒക്കെ പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവർക്ക് കൺവെൻഷണൽ മെത്തഡോളജിയാണ് പറയാറുള്ളത്. MVR-ലോട്ടോ അല്ലെങ്കിൽ MCC-ലോട്ടോ മെഡിക്കൽ കോളേജിൽ അജയകുമാർ സാറിന്റെ അടുത്തോട്ട് നമ്മൾ റെഫർ ചെയ്യാറുണ്ട് ഇഫ് ദ പേഷ്യന്റ് ഇസ് ഇൻ റീപ്രൊഡക്റ്റീവ് ഏജ്. പക്ഷേ റീപ്രൊഡക്റ്റീവ് ഏജ് കഴിഞ്ഞ പേഷ്യന്റ് ആണ് പ്രധാനമായിട്ടും CA ബ്രസ്റ്റിൽ വരുന്നത്. ചാലഞ്ചിങ് ആയിട്ട് വരുന്നത് ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസേഴ്സ് ആണ്. എല്ലാവർക്കും അറിയാം ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ, ER/PR അല്ലെങ്കിൽ HER2 നെഗറ്റീവ് ആയിട്ട് വരുന്ന ഇത്തരം കേസുകളിൽ നമ്മുടെ റിസർച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസറിൽ വളരെ ഫലപ്രദമായി ഹോമിയോപ്പതിക്ക് ഇടപെടാൻ കഴിയുന്നുണ്ട്. ബിക്കോസ് ആസ് എവരി വൺ നോ ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ ഹാസ് ഗോട്ട് ലിമിറ്റഡ് ഓപ്ഷൻ വിത്ത് കീമോതെറാപ്പി. അതുപോലെ സർജിക്കൽ എക്സിഷന് ശേഷം ഇപ്പൊ സെന്റിനൽ നോഡ് റിമൂവ് ചെയ്ത, ആക്സിലറി ഗ്ലാൻഡ് റിമൂവ് ചെയ്ത ആയിട്ടുള്ള കേസുകളിൽ ലിംഫെഡിമ ഒരു വലിയ ചാലഞ്ചിങ് കേസാണ്. അപ്പൊ അത്തരം കേസുകളിൽ നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. മൂന്നാമത്തെ നമ്മുടെ ഫോക്കസ്ഡ് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഹെപ്പാറ്റോബിലിയറി പാൻക്രിയാറ്റിക് ക്യാൻസറിലാണ്. ഹെപ്പാറ്റിക് സെല്ലുലാർ ക്യാൻസർ ഇപ്പൊ ഐദർ സിംഗുലർ ലീഷൻ അല്ലെങ്കിൽ ഒരു മൾട്ടി സെല്ലുലാർ ലീഷൻ ആണെങ്കിൽ, ഇപ്പൊ ടേസോ RFA നോട്ട് പോസിബിൾ ആണെങ്കിൽ, എല്ലാവർക്കും അറിയാം ടേസ് 3.5 സെന്റിമീറ്റർ താഴെയാണെങ്കിൽ ടേസ് ചെയ്യും, അല്ലെങ്കിൽ അതിനുമേലെയാണ് RFA ചെയ്യും. ഇത് രണ്ടും ചെയ്യണമെങ്കിൽ ബേസിക്കലി അവിടെ ഒരു ക്രോണിക് ലിവർ ഡിസീസ് ഉണ്ടാകാതിരിക്കണം, അല്ലെങ്കിൽ സിറോട്ടിക് ടെക്സ്ചർ ഉണ്ടാകരുത്. അപ്പൊ CLD ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ചൈൽഡ് കാറ്റഗറി CO PCLC സ്റ്റേജിൽ 3 ഒക്കെ ഉള്ള കേസിൽ CLD അല്ലെങ്കിൽ സിറോസ് വരുമ്പോൾ നാച്ചുറലി പോർട്ടൽ ഹൈപ്പർടെൻഷൻ ഉണ്ടാവും, പോർട്ടൽ വാരിസ് ഉണ്ടാവും. ഇത്തരം കേസുകളിൽ പിന്നീട് സൈറ്റോ റിഡക്ഷൻ കീമോതെറാപ്പി പറ്റാത്ത കേസിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ മെഡിസിൻ കൊടുത്തതിൽ വളരെ ഫലപ്രദമായിട്ട് ഹെപ്പാറ്റിക് മൾട്ടിസെല്ലുലാർ ഹെപ്പാറ്റോസെല്ലുലാർ ക്യാൻസറിന് നമുക്ക് ഫലപ്രദമായ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പാൻക്രിയാറ്റിക് ക്യാൻസർ. നമുക്കറിയാം പാൻക്രിയാസ് മൊത്തത്തിൽ നീക്കം ചെയ്യാൻ പ്രയാസമുണ്ട്. ഇപ്പൊ ഹെഡ് ആൻഡ് പാൻക്രിയാസിന്റെ ഹെഡിലോ ബോഡിയിലോ ആണെങ്കിൽ അത് എക്സസൈസ് ചെയ്യാം. അല്ലാതെ ചെയ്യാൻ പറ്റാത്ത കേസിൽ അല്ലെങ്കിൽ വിപ്പിൾ സർജറിക്ക് ശേഷം ഈ അനസ്റ്റമോസ് ഒക്കെ ശേഷം ഇവർക്ക് വരുന്ന കേസുകളിൽ നമുക്ക് ഫലപ്രദമായ പാൻക്രിയാറ്റിക് ക്യാൻസർ ഡീൽ ചെയ്യാം. ഞാൻ ജർമ്മനിയിൽ പ്രസന്റ് ചെയ്ത പേപ്പർ തന്നെ പാൻക്രിയാറ്റിക് ക്യാൻസറിൽ നമ്മുടെ ഒരു എഫിക്കസി ഉള്ള കേസുകളുടെ ഒരു ഡാറ്റ ആയിരുന്നു പ്രസന്റ് ചെയ്തത്. അതുപോലെ ഗോൾ ബ്ലാഡർ ക്യാൻസേഴ്സ്, ഇപ്പൊ ഇനോപ്പറബിൾ ആയിട്ടുള്ള ഗോൾ ബ്ലാഡർ ക്യാൻസർ സ്റ്റിൽ ഐ എം ഹാവിംഗ് കേസസ് 6 months, 7 months, 9 months, 12 months നമുക്ക് പേഷ്യന്റിനെ പുഷ് ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനോപ്പറബിൾ ഗോൾ ബ്ലാഡർ ക്യാൻസറിൽ നമ്മൾ നോക്കാറുണ്ട്. പിന്നെ ഇൻഫൻസിന് വരുന്ന ഹിമറ്റോളജിക്കൽ മാലിഗ്നൻസി, ഞാൻ നേരത്തെ പറഞ്ഞു ഹിമറ്റോളജിക്കൽ മാലിഗ്നൻസി നമ്മൾ കൺവെൻഷണൽ മെഡിസിൻ വിടുക ചെയ്യുക. പക്ഷെ ബിലോ 5 years അല്ലെങ്കിൽ കീമോ സൈറ്റോ മെഡിസിൻസ് കൊടുക്കാൻ പറ്റാത്ത കേസുകളിൽ വി ആർ ട്രൈങ് അവർ മെഡിസിൻസ്. പിന്നെ റിലാപ്സ് ആഫ്റ്റർ കീമോ, ഹിമറ്റോളജിയിൽ നമ്മൾ എപ്പോഴും കീമോ റിലാപ്സിന് ശേഷമുള്ള കേസിൽ നമുക്ക് ഫലപ്രദമായി ഇടപെടാൻ പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺസോൾട്ടേഷൻ ഫേസോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫേസ്, ഇപ്പൊ എല്ലാവർക്കും അറിയാം മെയിൻ്റനൻസ് ഫേസ് വർഷങ്ങളോളം നീണ്ടു നിൽക്കും. അതിനെ അവിടെ നമുക്കൊരു കോംപ്ലിമെന്ററി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ തെറാപ്പി ആയിട്ടോ ആഫ്റ്റർ മെത്തോട്രിക്സെറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. വേറൊരു മേഖല വൈഡ് മെറ്റാസ്റ്റാസ് ആണ്. ഈ വൈഡ് മെറ്റാസ് എന്ന് പറഞ്ഞാൽ BN/B മെറ്റ്സ് എന്നാണ് നമ്മൾ സാധാരണ പറയാം, ബോൺ ആൻഡ് ബ്രെയിൻ മെറ്റ്സ്. അപ്പൊ ബോൺ ആൻഡ് ബ്രെയിൻ മെറ്റ്സ് വരുന്ന കേസുകളിൽ സൈറ്റോ റിഡക്ഷന് വേണ്ടി കീമോ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ എന്താ പറയുക പൊട്ടാസ്യവും അല്ലെങ്കിൽ യൂറിക് ആസിഡും ഫോസ്ഫേറ്റ്സും ധാരാളമായി ബ്ലഡ് സ്ട്രീമിൽ വരും. അത് എല്ലാ ക്യാൻസർ ഫിസിഷ്യന്മാർക്കും അറിയാവുന്ന ഒരു ചാലഞ്ചാണ്. അതിനെ നമ്മൾ വൈദ്യശാസ്ത്ര ട്യൂമർ ലൈസിസ് സിൻഡ്രോം എന്നാ പറയുക. അപ്പം ഈ സൈറ്റോ റിഡക്ഷന് പോകുന്ന മെഡിസിൻസ് ചെന്ന് നോർമൽ സെൽസിനെയും അല്ലെങ്കിൽ ഒരുപാട് ഡിസീസ് സെൽസിനെ കില്ല് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ ഫോസ്ഫേറ്റ്സും പൊട്ടാസ്യവും കൂടുതലായി വരും. എല്ലാവർക്കും അറിയാം ഫോസ്ഫേറ്റ്സും പൊട്ടാസ്യം ദീസ് 2P ഈസ് വെരി എനിമിക്കൽ ടു അവർ കിഡ്നി. അപ്പൊ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ യൂറിക് ആസിഡും ധാരാളമായി ബ്ലഡ് സ്ട്രീമിൽ ഫ്ലോ വരും. അപ്പൊ അതിനാണ് അലോപെറിനോൾ കൺവെൻഷണൽ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പൊ അത്തരം കേസുകളിൽ ട്യൂമർ ലൈസിസ് സിൻഡ്രോം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ വരുന്ന പേഷ്യൻസിന് നമുക്ക് കിഡ്നി ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന മെഡിസിൻസ് വി ഹാവ് ഐഡന്റിഫൈഡ് ആൻഡ് വി ഹാവ് ട്രൈഡ് എ ലോട്ട്. അപ്പൊ വൈഡ് മെഡിസിനിൽ ഹോമിയോപ്പതി വളരെ നന്നായി
ഫലപ്രദമായി കാണുന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ. പിന്നെ ഉള്ളത് CRF, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ റിലേറ്റഡ് ഫാറ്റീഗിന് വി ഹാവ് ഗോട്ട് ആംപിൾ മെഡിസിൻസ് ആൻഡ് വി ആർ പ്ലാനിങ് എ ക്ലിനിക്കൽ റിസർച്ച് വിത്ത് MVR ക്യാൻസർ സെന്റർ ഓൾസോ വിത്ത് ദിസ് മെഡിസിൻ. ഈ ഒരു മെഡിസിൻ വെച്ചിട്ട് ഡൽഹിയിൽ CCRH ഉണ്ട്, സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻ ഹോമിയോപ്പതിയുടെ ഒരു പ്രോഗ്രാം തന്നെ അവിടെ നടക്കുന്നുണ്ട്. ബിക്കോസ് ഈ ഫാറ്റീഗിന് മാത്രമായിട്ട് മെഡിസിൻ കൊടുക്കുക അലോങ് വിത്ത് അതർ മെഡിസിൻസ് ആൻഡ് ദേ ആർ മേക്കിംഗ് എ ഡാറ്റ ഔട്ട് ഓഫ് ഇറ്റ്. പിന്നെ ഉള്ള ഒരു മേഖല ട്യൂമർ മാർക്കേഴ്സിന്റെ അപ്സർജനാണ്. അപ്സർജ് ഓഫ് ട്യൂമർ മാർക്കേഴ്സ് വരുമ്പോൾ PSA കുറയ്ക്കാൻ, അല്ലെങ്കിൽ CA125 കുറയ്ക്കാൻ, CA19.9 കുറയ്ക്കാൻ, AFP, and we have got evidence for that AFP has reduced from 80,000 to 8,000. അത്രയും കൂടിയ AFP പോലും നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ട്യൂമർ മാർക്കേഴ്സ് കൂടുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒവേറിയൻ ക്യാൻസറിന് ഒരു സെക്കൻഡറി ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴായിരിക്കും ദ പേഷ്യന്റ് മൈറ്റ് ഹാവ് അണ്ടർഗോൺ റിഡക്ഷൻ, സൈറ്റോറിഡക്റ്റീവ് സർജറി, പിന്നെ അതിനുശേഷം അവർ കീമോ എടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടിരിക്കുമ്പോഴായിരിക്കും ട്യൂമർ മാർക്കേഴ്സ് പെല്ലെ വീണ്ടും കൂടുന്നത്. അപ്പൊ വീണ്ടും ഒരു സെക്കൻഡ് ലൈൻ ഓഫ് കീമോ കൊടുത്തതിന് ശേഷവും അത് സബ്സൈഡ് ചെയ്തിട്ട് പിന്നീടും ഉണ്ടാവുകയാണെങ്കിൽ ആ പേഷ്യന്റ് ചിലപ്പോൾ കീമോയ്ക്ക് സ്യൂട്ടബിൾ ആവില്ല. അങ്ങനെയുള്ള കേസുകളിൽ എൻ്റെ ഒരു അഭിപ്രായം, ഈ ക്ലോസ് ദ ഗ്യാപ്പ് എന്ന് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെങ്കിലും യു ഷുഡ് സജസ്റ്റ് ഹോമിയോപ്പതി, ബിക്കോസ് വി ഹാവ് ഗോട്ട് ഗുഡ് മെഡിസിൻസ് ടു മേക്ക് എ കൺട്രോൾ ഓവർ ദ ട്യൂമർ മാർക്കേഴ്സ്. പിന്നുള്ളൊരു മേഖല ഫിസിയോളജിക്കൽ റിജുവിനേഷൻ. നമ്മൾ ആയുർവേദത്തിനും അല്ലെങ്കിൽ നമ്മൾ വെൽനെസ് സൗഖ്യ സെന്ററിലൊക്കെ പറയുന്ന പോലെ ഈ ബ്രിങ് ബാക്ക് ദ വൈറ്റാലിറ്റി, ബ്രിങ് ബാക്ക് ദ വെജിറ്റബിലിറ്റി നമ്മൾ തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ അതിന് നേരത്തെ ശ്രീകുമാർ സാർ പറഞ്ഞ പോലെ ഈ യോഗ, റിലാക്സേഷൻ എല്ലാം ചേർന്ന് കമ്പൈൻഡ് ആയിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും സമരസപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു തെറാപ്പി ആയിരിക്കും ഹോമിയോതെറാപ്പി. ഹോമിയോപ്പതി ഈസ് ആക്ച്വലി ഹോമിയോതെറാപ്പി. പിന്നുള്ളത് ലിംഫോമയാണ്. ലിംഫോമയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം കൊടുക്കാറില്ല. ലിംഫോമ പേഷ്യന്റ് ഏജ് നോക്കും. എപ്പോഴും സ്റ്റേജിങ് ഓഫ് ദ ഡിസീസ് ആസ് എവരിവൺ നോ, ഏജ് നോക്കും, കോമോബിഡിറ്റി നോക്കും, അവരുടെ മറ്റ് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് മാലിഗ്നൻസി നോക്കും, ഫാമിലി ഹിസ്റ്ററി നോക്കും. ഇതൊക്കെ പ്ലസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ കൺവെൻഷണൽ മെഡിസിന് തന്നെ അയക്കും. അല്ലാതെ ഒരു പേഷ്യന്റ് ബഫർ പീരീഡ് മേൽ കൈവച്ചുകൊണ്ടുള്ള, അവരുടെ ഗ്രേസ് പീരീഡ് കൈവച്ചുകൊണ്ടുള്ള ഒരു തരം ഓൾട്ടർനേറ്റീവ് പരീക്ഷണവും നമ്മുടെ സെന്ററിൽ നമ്മൾ നടത്താറില്ല. ആൻഡ് വി ഹാവ് ഗോട്ട് ഡിസ്കഷൻ വിത്ത് വേരിയസ് സെന്റേഴ്സ്, വേരിയസ് എക്സ്പെർട്സ് ഓഫ് മൾട്ടി സെന്റേഴ്സ്, ബിക്കോസ് ആ ബഫർ പീരീഡ് നമ്മൾ പേഷ്യന്റ് നഷ്ടമാക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ കൺവെൻഷണൽ മെഡിസിൻ തന്നെ അയക്കും. പക്ഷേ അവിടെ നമ്മൾ റിലാപ്സ് ആഫ്റ്റർ കീമോ, ലിംഫോമ തന്നെ എവർക്കും അറിയാം, മൾട്ടിപ്പിൾ ആയിട്ട് ലിംഫ് നോട്ട്സ് എൻലാർജ് വരും. ഈവൻ ആഫ്റ്റർ കീമോ വരികയാണെങ്കിൽ ദർ ആർ എഫക്റ്റീവ് മെഡിസിൻസ് വിച്ച് വി കുഡ് കൺട്രോൾ ആൻഡ് വിച്ച് വി കുഡ് പുഷ് ഓഫ് ദ പേഷ്യന്റ് വിത്ത് ഇൻ എ ഗുഡ് സ്റ്റേറ്റസ്. പിന്നെ ഒവേറിയൻ ക്യാൻസറിന്റെ ഞാൻ പറഞ്ഞു, ഒവേറിയൻ ക്യാൻസർ നമ്മുടെ ഒരു പ്രത്യേക മേഖലയാണ്. പ്രത്യേകിച്ച് ഇനോപ്പറബിൾ ഒവേറിയൻ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ് സർജിക്കൽ റിക്കറൻസ് ഉള്ളത്. പിന്നുള്ളത് ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള ട്യൂമേഴ്സ് ആണ്. അതിൽ ഏറ്റവും പ്രധാനം ഈസോഫാഗൽ ക്യാൻസർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാറില്ല. ബട്ട് ഈസോഫാഗൽ ക്യാൻസർ വിത്ത് ഏജ് കൂടുതലാണ്, അല്ലെങ്കിൽ കോമോബിഡിറ്റീസ് ഉണ്ട്, പേഷ്യന്റ് വെയിറ്റ് കുറവാണെങ്കിൽ, ഇഫ് ദ പേഷ്യന്റ് സിവിയർലി അനീമിക്, അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ മെഡിസിൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ജി ജംഗ്ഷനിൽ CS സ്റ്റൊമക്ക്, പ്രത്യേകിച്ച് ലിനിറ്റസ് പ്ലാസ്റ്റിക്ക പോലുള്ള CS സ്റ്റൊമക്ക് ആണെങ്കിൽ പേഷ്യന്റ് ഏജ് ചെറിയ ഏജ് ആയിരിക്കും, ഫീമെയിൽസിനായിരിക്കും. അത്തരം കേസുകൾ, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്യാസ്ട്രക്ടമി കഴിഞ്ഞ പേഷ്യന്റ്, ഒരു പാർഷ്യൽ ഗ്യാസ്ട്രക്ടമിയോ പോസ്റ്റ് ഗ്യാസ്ട്രക്ടമിയോ കഴിഞ്ഞ പേഷ്യന്റ് 30 ml അല്ലെങ്കിൽ 60 ml ഫുഡേ പറ്റൂ. അവർക്ക് പിന്നെയും റീജിയണൽ ലിംഫ് നോട്ട്സ് എൻലാർജ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ലിവറിൽ വരികയാണെങ്കിൽ IHBRD ഉണ്ടെങ്കിൽ, ഇൻട്രാഹെപ്പാറ്റിക് ബിലിയറി റെഡിക്കുലർ ഡയലറ്റേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ബിലിറൂബിൻ കൂടുകയാണെങ്കിൽ, ഇപ്പൊ പെർക്യൂട്ടേനിയസ് ബിലിയറി ഡ്രെയിനേജ് പറ്റാത്ത പേഷ്യന്റുകളിൽ ബിലിറൂബിൻ കുറയ്ക്കാൻ നമുക്ക് മെഡിസിൻസ്. അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ PTBCD പറ്റാത്ത കേസുണ്ട്. അപ്പൊ അത്തരം കേസുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഒവേറിയൻ ക്യാൻസറിനും അതുപോലെ തന്നെയാണ്. ഈ ലിംഫ് നോട്ട്സ് എൻലാർജ്ഡ് ആയിട്ട് പാരായോട്ടിക് ലിംഫ് നോട്ട്സ് വന്നിട്ട് ലിംഫ് വെസൽസിന്റെ പ്രഷറും ഉണ്ട്, അവർക്ക് കാലിൽ എഡിമ വരാറുണ്ട്. അത്തരം കേസുകൾ നമ്മളെ സമീപിക്കാറുണ്ട്. GIT ട്രാക്കിലെ മറ്റ് ഏറ്റവും പ്രധാനമായിട്ട് ഹോമിയോപ്പതി കൊണ്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ള മേഖലയാണ് കോളോറക്ടൽ ക്യാൻസർ. കോളോറക്ടൽ ക്യാൻസേഴ്സ് എവർക്കും അറിയാം. ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 66 പറയുന്ന 60 ഒരു 2023 ആകുമ്പോഴത്തേക്ക് 66,000 രോഗികൾ ആയി കഴിയും, ക്യാൻസർ രോഗികൾ എന്ന് പറയുന്നു. അപ്പൊ അതിൽ പുരുഷന്മാരിൽ ഏറ്റവും കൂടുന്നത്, ഒരു ഇടയ്ക്ക് വെച്ചൊരു പഠനത്തിൽ നമ്മൾ യങ്ങർ ഏജസിന് റെക്ടൽ ക്യാൻസർ കൂടുകയാണ്, ഈ ഫീമെയിൽസിന് തൈറോയ്ഡ് ക്യാൻസർ കൂടുന്ന പോലെ. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ ക്യാൻസർ കോൺഗ്രസ് ഡൽഹിയിൽ നടക്കുമ്പോൾ അതിൽ പങ്കെടുത്ത ഏക ഹോമിയോപ്പതി പ്രതിനിധി ഞാനായിരുന്നു.
അപ്പോൾ അവിടുത്തെ ഡാറ്റ വളരെ അത്ഭുതകരമായിരുന്നു. 1,117 അല്ലെ 120 ക്യാൻസർ രോഗിയെങ്കിൽ കേരളത്തിൽ അത് പ്രൊജക്ട് ചെയ്ത് 137. അപ്പൊ അതിൽ പോലും കേരളം മുൻപന്തിയിൽ നിൽക്കുന്നു. ആത്മഹത്യയിലും സാക്ഷരതയിലും നമ്മൾ ഒന്നാമത് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ നമ്മൾ ഒന്നാമത് നിൽക്കുന്ന പോലെ, നമ്മൾ ക്യാൻസർ രോഗികളിൽ നമ്മൾ എക്സൽ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ദിനാചരണങ്ങൾ, ഇത്തരം അവയർനെസ് പ്രോഗ്രാമുകൾ, ഇത്തരം സഹവർത്തിത്വം, കോ എക്സിസ്റ്റൻസ് ആണ് ഏറ്റവും വലിയ മെഡിസിന്റെ ഹൈലൈറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോ എക്സിസ്റ്റൻസ്. നമ്മൾ ആരും മറ്റൊരാളെക്കാൾ മോശമോ അല്ലെങ്കിൽ മികച്ചതാണെന്ന് പറയുന്നില്ല. ചില ഗ്യാപ്പുകൾ ഫുൾഫിൽ ചെയ്യാൻ ചില സഹവർത്തിത്വങ്ങൾ നമ്മളെ സഹായിക്കും. ബിക്കോസ് ആഫ്റ്റർ ഓൾ ദ ഗ്രേറ്റസ്റ്റ് എൻഡ് ഓഫ് എ ഹ്യൂമൻ or a greatest end of a physician is saving a life rather than arguing ourselves. So എല്ലാവർക്കും നല്ല നമസ്കാരം. Thank you. Thank you, sir. Wonderful session. Coexistence can cure cancer. ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന്. ഹോമിയോപ്പതിയിലെ മെറിറ്റ്സ് എന്തെല്ലാം കാര്യങ്ങൾ, ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം, പേഷ്യൻസിന്റെ ഏതെല്ലാം മേഖലയിൽ ഹോമിയോപ്പതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നെല്ലാം വളരെ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ശാസ്ത്രീയമായി തന്നെ സാർ വ്യക്തമാക്കി. സാധാരണ പറയുന്ന പോലെ എല്ലാ രോഗത്തിനും ചികിത്സ, ക്യാൻസറും ചികിത്സ എന്ന് പറഞ്ഞ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ വളരെ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് സാറിനെ പോലുള്ള ഒരാളുടെ ഒരു ഐ ഓപ്പണിംഗ് സെഷൻ ആയിരുന്നു. ക്ലോസ് ദ ഗ്യാപ്പ്. നമുക്ക് ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യണം സാർ. കോഎക്സിസ്റ്റൻസ് ആൻഡ് ഇന്റഗ്രേഷൻ, ഇറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ ടൈം. And we pass to the next session. Please wait, sir, for the discussion session. നമുക്ക് ഇനി ഒരുപാട് ഡിസ്കഷൻ സെഷൻ ചെയ്യേണ്ടതുണ്ട്. Okay, sir. I invite Dr. Ajal Kumar, sir. BMS is an MD, Ayurveda postgraduate and director of Ayush Kshetra, Chennai, and former lecturer in SGS Ayurveda College, Chennai also. സാറ് ഒരുപാട് ക്യാൻസർ മേഖലയിലും അതുപോലെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിലും ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ചികിത്സയിൽ തന്നെ എനിക്ക് നല്ല വ്യക്തപരമായിട്ട് അറിയുന്ന ഒരു ഡോക്ടർ കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കൽ സ്കില്ലിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളി. അദ്ദേഹത്തിന് കേരളത്തിലുള്ള ഡോക്ടറാണ്, എന്നാലും ചെന്നൈയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരവോടുകൂടി HMAയുടെ സ്വന്തം പേരിൽ, എൻ്റെ സ്വന്തം പേരിൽ HMAയുടെ ഇന്റഗ്രേറ്റീവ് ഡോക്ടേഴ്സ് പ്രൊഫഷണൽസിന്റെ പേരിലും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Thank you. Welcome, sir, Dr. Ajal Kumar. Ajal Kumar, sir, can you hear me? Hello? Sir, line undo. Sir, കേൾക്കാവോ? കേൾക്കുന്നുണ്ടോ? Okay, sir. Okay. Proceed. കേൾക്കുന്നുണ്ടോ? Sir, കേട്ടിരുന്നു. ഇൻട്രൊഡക്ഷൻ കേട്ടിരുന്നു. കേട്ടു കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ സാർ, താങ്ക് യു സാർ. കേൾക്കാം, പറഞ്ഞോളൂ. ആദ്യം തന്നെ AHMAയുടെ എല്ലാ ഭാരവാഹികൾക്കും, പ്രത്യേകിച്ച് അർഷാദ് ഡോക്ടറോട് ഒരു നന്ദി പറയട്ടെ. ഇങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം സെലക്ട് ചെയ്തതിന്, അത് പ്രത്യേകിച്ച് ക്യാൻസർ ടോപ്പിക് എടുത്ത് സെലക്ട് ചെയ്തു. അതിലേക്ക് വേണ്ടി സഹകരിച്ച നമ്മുടെ അരുൺ ചന്ദ്രശേഖർ ഡോക്ടറും അതേപോലെ ശ്രീകുമാർ ഡോക്ടറിനോടും പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതുണ്ട്. ഇത് നമുക്ക് ഭാവിയിലേക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുള്ള ഒരു നല്ല പ്രതീക്ഷയും കൂടെ ഇന്ന് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹോമിയോപ്പതിയും സിദ്ധ അതുമാതിരി മറ്റെല്ലാ ഭാഗത്തു നിന്നും എല്ലാ ശാസ്ത്രങ്ങളും കൂടെ ഉപയോഗിച്ച് നമ്മൾ ഒരു രോഗിക്ക് വേണ്ട മാക്സിമം റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കൽ തന്നെയാണ് നമ്മുടെ ഉദ്ദേശം വേണ്ടത്. അപ്പോഴേ നമ്മുടെ കർമ്മം പൂർത്തിയാവുന്നു. ഞാൻ ചുരുക്കി ഈ കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ ചുരുക്കി പറയാം. ആയുർവേദത്തിൽ ഏതാണ്ട് ഒരു 5000 വർഷങ്ങൾക്ക് മുന്നേ തന്നെ വേദങ്ങളിൽ ഈ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതില് ഗ്രന്ഥി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ട്യൂമർ, ബിനൈൻ ട്യൂമറും, അർബുദം എന്ന് പറഞ്ഞ് അതിനെ മാലിഗ്നൻ ട്യൂമറായിട്ടും വേർതിരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഫർദർ ഡിവിഷൻ ക്യാൻസറിനെ തന്നെ ഒരു 6ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അത് വാതജമായും, പിത്തജമായും, കവചമായും, രക്തജമായും, മാംസജം, മേധോജം, ഇങ്ങനെ 6ആയി തരംതിരിക്കുന്നു. പിന്നെ അതിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഓരോരോ സ്ഥാനങ്ങളിൽ വരുന്നതിനനുസരിച്ച്, ഓരോരോ ഭാഗങ്ങളിൽ വരുന്നതിനനുസരിച്ച് പേരുകൾ തനിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇതിൽ കുറെ ക്യാൻസറിനെ കുറിച്ചുള്ള അറിവുകൾ ഇപ്പം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്കിതിൽ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ ക്യാൻസർ എന്തുകൊണ്ട് വരുന്നു, അതിന് ഇതുവരെ ഒരു ശരിയായിട്ടുള്ള ഉത്തരം നമുക്ക് ഇതുവരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്.
അതായത് സയൻസിൽ നമുക്ക് ഓരോ ടിഷ്യൂടെ ഉള്ളിൽ, സെല്ലുകളുടെ ഉള്ളിൽ നമ്മുടെ ശ്രീകുമാർ സാർ പറഞ്ഞു, അതിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ DNA, ഈ DNA ഉള്ളിലുള്ള ജീവികളിൽ വരുന്ന മാറ്റമാണ് ക്യാൻസറിന് ഉണ്ടാക്കുന്ന ഒരു പ്രധാന കാരണം. അപ്പൊ ഈ ജനറ്റിക് ചേഞ്ചസ് ജീനിൽ തന്നെ അങ്ങനത്തെ ഒരു മാറ്റം വരാൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിന് നമുക്ക് സയൻസിൽ ഇതുവരെ ഉത്തരം കിട്ടാനായിട്ടില്ല. ഇപ്പോ ആയുർവേദം പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ ശരീരം, ഇപ്പൊ നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുന്നതും അത് ഡൈജസ്റ്റ് ആയി ഒരു ഫ്ലൂയിഡ് ലെവലിൽ അബ്സോർബ് ആയി നമ്മുടെ ടിഷ്യൂ ലെവലിൽ അത് മൂവ് ചെയ്ത് ഓരോ ടിഷ്യൂം അതിന് അടുത്ത ടിഷ്യൂലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് വേണം നമുക്കൊരു നറിഷ്മെന്റ് കിട്ടാൻ. ഓരോ ടിഷ്യൂനും വേസ്റ്റ് പ്രോഡക്റ്റ് ഇതേപോലെ മൂവ് ചെയ്ത് പുറത്തേക്കും വരണം. അപ്പൊ ഈ സെല്ലുകളുടെ ഔട്ടർ മെംബ്രെയിനിന് ഒരു പ്രാധാന്യം ഇവിടെ ഉണ്ട്. അതിൽ വരുന്ന ഒരു മൈന്യൂട്ട് ബ്ലോക്ക്, ചെറിയൊരു ബ്ലോക്ക്, അത് അത്രയും സൂക്ഷ്മ തലത്തിലായതുകൊണ്ട് നമുക്ക് പല പാരാമീറ്ററിലും ഈവൻ CT-യിലോ MRI-യിലോ അത് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. ആ ബ്ലോക്കിനെ ആയുർവേദത്തിൽ വായുവിന്റെ ബ്ലോക്ക് ആയിട്ടാണ് പറയുന്നത്. അതായത് 5 വായുക്കൾ പറയുന്നുണ്ട്: പ്രാണൻ, ജ്ഞാനൻ, ഉദാനൻ, സമാനൻ, അപാനൻ. ഈ ഓരോ വായുക്കൾക്കും ഓരോരോ ഫങ്ഷണൽ ഏരിയകൾ പറഞ്ഞിട്ടുണ്ട്. ആ ഏരിയയിൽ വരുന്ന ഒരു മൈന്യൂട്ട് ബ്ലോക്കാണ് നമുക്ക് ഈ ജനറ്റിക് ചേഞ്ചസ് അവിടെ ഉണ്ടാക്കാനും ക്യാൻസർ പോലെ ഒരു ഗ്രോത്തിനെ അവിടെ ഉണ്ടാക്കാനും വഴിയാവുന്നത്. അത് എന്യൂമറസ് ഗ്രോത്ത് ആയിട്ട് മാറുമ്പോൾ അത് ക്യാൻസർ ആയിട്ട് മാറണം, അല്ലെങ്കിൽ സാധാരണ ട്യൂമറായിട്ട് നിൽക്കും. രണ്ടായാലും ഇതിന്റെ ചികിത്സയിലേക്ക് വരുമ്പം ആദ്യം തന്നെ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിനെ മൊത്തം ഒന്ന് ശുദ്ധി ചെയ്യലാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന പോലെ പീരിയോഡിക്കൽ സർവീസ് ചെയ്യുമ്പോൾ അതിന്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യും, ഡീസൽ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ എന്ന പോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഹലോ സാർ, സാറിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് സാർ. ഹലോ 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 സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഡോക്ടർക്ക് എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കുക. The number you have dialed is... ഹലോ ഹലോ ഡോക്ടർ അജൽ കുമാർ, നെറ്റ്വർക്കിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട് ഇപ്പോൾ നമ്മുടെ സൂം മീറ്റിംഗിൽ കാണുന്നില്ല, ഔട്ടായി പോയിട്ടുണ്ട്. സംശയമുണ്ട്. ഡോക്ടർ ഒന്ന് നോക്കാവോ? ആരെ കോഹോസ്റ്റ് നോക്കാവോ? ഒന്ന് ചെക്ക് ചെയ്യാവോ? ഒന്ന് ഡോക്ടർ അവൈലബിൾ ആണോന്ന് ഡോക്ടർ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് സെഷൻ ഡോക്ടറെ കാണുന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. സമയം പരിമിതി മൂലം നമ്മുടെ സെഷൻ വൈകാൻ സാധ്യതയുണ്ട്.
Hello, let me invite Dr. Srijit, doctor. Hello. Dr. Srijit is there? Hello. കേൾക്കാവോ? സൗണ്ട് ക്ലിയർ ആണോ? കേൾക്കാം ഡോക്ടർ ശ്രീജിത്ത്. ഓക്കെ. ഡോക്ടർ അജൽ അതെ, നെറ്റ്വർക്കിൽ എന്തോ ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. ഇപ്പൊ നെറ്റ്വർക്കിൽ I കാണുന്നില്ല. ഞാൻ കട്ട് ഓഫ് ചെയ്തോളാം. ഡോക്ടർ ശ്രീജിത്ത്, നോ പ്രോബ്ലം ഡോക്ടർ. ഡോക്ടർ ശ്രീജിത്ത്, step out. Yeah. Okay, no problem. You can continue. ഡോക്ടർ ശ്രീജിത്ത്, അദ്ദേഹം ഗവൺമെന്റ് സർവീസിൽ ഇപ്പോൾ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. MD ആയുർവേദം കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 വർഷത്തോളമായി അദ്ദേഹം റിസർച്ച് ആയിട്ട് പല മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു വളരെ ഡെഡിക്കേറ്റഡ് സ്റ്റീം പേഴ്സണാലിറ്റി എന്ന് തന്നെ പറയാം. നമ്മുടെ ആയുർവേദത്തിന് വേണ്ടിയിട്ട് അത്രയും റിസർച്ച് ചെയ്തിട്ട് നടക്കുന്ന വളരെ അപൂർവം ഡോക്ടർമാരിൽ, അപൂർവമല്ല, അങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അത്രയും ഹാർഡ് വർക്ക് ആയിട്ട് ഇപ്പം നമ്മുടെ അടുത്ത് മരണപ്പെട്ടു പോയ ഡോക്ടർ CP മാത്യൂസ്, അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് കാലം ക്യാൻസർ ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. അത് ഡോക്ടർ സഹദേവൻ സാർ എടുത്തു. അങ്ങനെ ഒരുപാട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിരവധി ആളുകളുടെ കൂടെ പ്രവർത്തിച്ച പരിചയം ഉള്ളൊരു അപൂർവമായ ഒരു വ്യക്തിത്വമാണ്. ഇവിടെ ആയുർവേദത്തിന്റെ എല്ലാ മേഖലയിലും ശാസ്ത്രീയമായ ഇടപെടലുകൾ ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു യുവ ഡോക്ടർ കൂടെയാണ്. അദ്ദേഹത്തിന്റെ ഈ നോളജ് ഷെയറിംഗിലേക്ക് ക്യാൻസറിന്റെ ഒരു വലിയൊരു വണ്ടേഴ്സ് തന്നെ പുള്ളി അവിടെ പല ആളുകളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാനുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തും മെന്ററും നമ്മുടെ വരുന്ന തലമുറക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്താനും പറ്റിയ ഒരു ഡോക്ടറാണ് ഡോക്ടർ ശ്രീജിത്ത്. ഡോക്ടർ ശ്രീജിത്തിനെ ആദരപൂർവ്വം KHMക്ക് വേണ്ടിയിട്ടും എൻ്റെ സ്വന്തം പേരിലും ഇന്റഗ്രേറ്റീവ് മെഡിക്കൽ പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടും വെൽക്കം ചെയ്യുന്നു. ഡോക്ടർ ശ്രീജിത്ത്. താങ്ക് യു. ഇതില് ഈ സ്ക്രീൻ ഷെയറിൻ്റെത് ഐ ഡോണ്ട് നോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവിടുന്ന് അങ്ങ് ഷെയർ ചെയ്താലും മതി. അല്ല, ഡോക്ടർ ചെയ്തോളൂ, ഞാൻ ഓഫ് ചെയ്യാം ഇവിടെ. ഐ ഹോപ്പ് ഇറ്റ് വർക്ക്സ് ഔട്ട്. നോ പ്രോബ്ലം. ഇന്ന് the challenge was today, I did not really get into it. I don't know. അല്ലെങ്കിൽ ഞാൻ അയച്ച ഇമെയിൽ we can put that across if that is possible. അവിടെ is it available? ഇപ്പം കാണാമോ അതോ ഞാൻ മാത്രമേ കാണുന്നുള്ളൂ? I don't know. എനിക്ക് കാണാം, but I don't know if it is there. ഷെയർ സ്ക്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതെ നമ്മുടെ ഏതാണ് ഡെസ്ക്ടോപ്പിൽ, എന്നിട്ട് ഷെയർ ഉണ്ട്. ഡെഫിനറ്റ്ലി. ഓക്കെ. ഡോക്ടർ അജൽ കുമാർ has ended. I can step back easily. Let him continue. Easily. Dr. Ajal, let him please continue. Absolutely. I can easily. No problem. I think meantime technical team അവർക്ക് they may embed ചെയ്യാം അവിടെ. കാരണം ഇവിടെ Okay, we'll try that, sir. കാരണം allow Zoom to share your screen എന്ന് പറഞ്ഞ something is no problem. ഡോക്ടർ സർ, നിങ്ങൾ കുറച്ചു നേരം ഔട്ട് ആയിരുന്നു. അവസാനം പറഞ്ഞൊന്നും ആരും കേട്ടില്ല. നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരുന്നു. സാറിന്റെ വോയിസ് കുറച്ച് ബ്രേക്ക് ആയി. നെറ്റ്വർക്ക് പോയി. നോ പ്രോബ്ലം സാറേ. ഇത് സാധാരണ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ, നമ്മുടെ വെബ് മീറ്റിംഗിൽ നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കുഴപ്പമില്ല, സാറ് തുറന്നോളൂ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ആയുർവേദത്തിൽ നമുക്ക് ഇതിന് ശമന ചികിത്സയും ശോധന ചികിത്സയുമായിട്ട് രണ്ടെണ്ണം പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രസായന ചികിത്സകൾ. അപ്പൊ ഇതിൽ ഈ ശോധന ചികിത്സയിലാണ് നമ്മൾ ഈ ശുദ്ധികർമ്മങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ശുദ്ധികർമ്മങ്ങൾ ചെയ്യുന്നതോടുകൂടി നമുക്ക് പല രീതിയിലുള്ള ടിഷ്യൂ ലെവലിൽ നിൽക്കുന്ന മൈന്യൂട്ട് ബ്ലോക്കുകളെ അത് ക്ലിയർ ചെയ്തെടുക്കും. ഇത് ക്ലിയർ ചെയ്തെടുത്താൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ പല രീതിയിലുള്ള ട്യൂമറുകളും ക്യാൻസറുകളും വരാനുള്ള ഒരു വഴി തടയും. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി മാക്സിമം കൂട്ടിക്കൊടുക്കലും ഇങ്ങനെ വരുന്ന മൈന്യൂട്ട് ബ്ലോക്കുകളെ ക്ലിയർ ചെയ്തെടുക്കലാണ് പ്രധാന ചികിത്സയായിട്ട് പറയുന്നത്. പിന്നെ ക്യാൻസറിനായിട്ട് പറയുന്ന കുറെ മരുന്നുകൾ കൃത്യമായിട്ട് ഓരോരോ ഏരിയയിൽ വരുന്നതിനും അതാത് സ്വഭാവങ്ങൾക്കും ലക്ഷണങ്ങൾക്കും അനുസരിച്ച് പ്രത്യേകം മരുന്നുകൾ പറയുന്നുണ്ട്. ആ മരുന്നുകളൊക്കെ കൊടുക്കുന്നതിനേക്കാൾ മുന്നേ ഈ രോഗിയുടെ, നമ്മുടെ ശ്രീകുമാർ സാറ് പറഞ്ഞ പോലെ, നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒരു കോർഡിനേഷൻ ഉണ്ടാക്കണം. അത് ഇതിൽ ശരീരവും മനസ്സും ആത്മാവിനും കൂടിയിട്ട് പറയുന്നുണ്ട്. അതായത് സമദോഷം, സമ അഗ്നി, സമധാതു മലക്രിയ, പ്രസന്ന ആത്മ മന എന്നാണ് ശരിക്കുള്ള ഒരു സ്വസ്ഥന്റെ ലക്ഷണം പറയുന്നത്. അതായത് നല്ലൊരു ആരോഗ്യമുള്ള ആളായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ദോഷങ്ങളുടെ ഒരു ഇക്വിലിബ്രിയം, നമ്മുടെ സപ്തധാതുക്കളുടെയും ഒരു ഇക്വിലിബ്രിയം,
അതേപോലെ നമ്മുടെ മലക്രിയകൾ ഓരോന്നും, യൂറിൻ ആയിക്കോട്ടെ, മോഷൻ ആയിക്കോട്ടെ, നമ്മുടെ വിശപ്പ്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, ഉറക്കം, ഇതിനൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ മാത്രമല്ല ഒരു ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ. നമ്മുടെ ചില ചിന്തകളും, പെട്ടെന്ന് ദേഷ്യം വരുന്നത്, ഇല്ലെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെടുന്നത്, ആങ്സൈറ്റി, ഇങ്ങനെ വരുന്ന പല സംഗതികളും, മാനസികമായിട്ട് വരുന്ന സമ്മർദ്ദങ്ങളൊക്കെ നമ്മുടെ മെറ്റാബോളിസത്തിനെ മാറ്റിയെടുക്കും, അസിഡിറ്റി ക്രിയേറ്റ് ചെയ്യും, ഡൈജഷൻ ശരിക്കും ആവില്ല. ആ അൺകുക്ക്ഡ് ഫുഡാണ് പിന്നെ നമുക്ക് അബ്സോർബ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പോകുന്നതും സർക്കുലേഷൻ ബ്ലോക്ക് ഉണ്ടാക്കുന്നതും. അപ്പൊ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്തിൽ നമ്മുടെ ശരീരത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു മിതമായ ആഹാര രീതി ആക്കലാണ് ആദ്യത്തെ പണി ചെയ്യേണ്ടത്. അത് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലായിരിക്കും. കാരണം ഓരോരുത്തർ ശീലിച്ചു പോകുന്ന ഭക്ഷണത്തിനനുസരിച്ച് വേണം നമ്മളത് നാക്കാൻ. ആ ആളുടെ അപ്പോഴത്തെ അവസ്ഥ നോക്കിയിട്ട് വേണം ഈ ഡയറ്റ് ക്രമീകരിക്കാൻ. അതിന് വളരെ പ്രാധാന്യമാണ്. ഈ ഡയറ്റ് ക്രമീകരണത്തിലൂടെ തന്നെ അവരുടെ ബോഡി ലൈറ്റ് ആവും, പിന്നെ ശുദ്ധിയാവാൻ തുടങ്ങും, അതാത് സർക്കുലേഷൻ മുഴുവൻ ക്ലിയർ ആയി വരും. എന്നിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ ആ മരുന്ന് വേണ്ട രീതിയിൽ എല്ലാ ഇടത്തിലും എത്താനും ഡീപ്പർ ടിഷ്യൂലേക്കും കൂടെ പോയിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഫലം ഉണ്ടാക്കാനും സാധിക്കും. അത് ഒരു പ്രധാന കാര്യമാണ്. ഇതിൽ മനസ്സിന് വരുന്ന പേടി, ഇപ്പൊ ഞാൻ അവിടെ ചികിത്സിക്കുന്നതിൽ ഒരുപാട് രോഗികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയത് പലതും ഈ രോഗിക്ക് ക്യാൻസർ ഉണ്ട് എന്ന് അറിയില്ല. ബന്ധുക്കൾ ചിലർ പറയില്ല. ഡോക്ടേഴ്സ് അവിടെ നിന്ന് സംസാരിച്ചാലും അവര് രോഗിയോട് പറയില്ല. അതൊരു സാധാരണ ചെറിയൊരു ട്യൂമർ, ഇല്ലെങ്കിൽ അത് സർജറി ചെയ്തെന്ന് പറയും, അല്ലെങ്കിൽ ഇതിന് മരുന്ന് മാത്രം കഴിച്ചാൽ മതി, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതേ സമയത്ത് ഇവര് ഇനി ഇത് 4th സ്റ്റേജ് ആണ്, മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 2 മാസം ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേടിയിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരലാണ് ഏറ്റവും വലിയ പണി. അവരെ മാറ്റിയെടുക്കാനും ഭയങ്കര പണിയാണ്. അതേ സമയത്ത് ഇത് അറിയാത്തവർക്ക് വളരെ എളുപ്പം റിക്കവറി വരും. ഇതിൽ ഒരു പേഷ്യന്റിന്റെ ഒരു ഇത് ഞാൻ പറയാം. ഞാൻ ചികിത്സയിൽ ഒരു അത്ഭുതകരമായ ഒരു കേസ്. അത് നമ്മുടെ അപ്പോളോയിൽ ചികിത്സിച്ചിരുന്ന ഒരു രോഗിയാണ്, സ്വപ്ന ശശിധരൻ എന്ന് പറഞ്ഞ്. 2006 ആണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പൊ അന്ന് അവർക്ക് ഇതേപോലെ ഒരു 4th സ്റ്റേജിൽ നിൽക്കുന്ന ഒരു അഡിനോ കാർസിനോമ ഉണ്ടായിരുന്ന കേസാണ്. അവര് ഒരു 6 ദിവസം കൊണ്ട് മരിക്കും എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കിടക്കുകയാണ്. വേദന സഹിക്കണില്ല, ഭയങ്കരമായിട്ട് എരിച്ചിലും പുകച്ചിലും, വയറ്റിൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാൻ വയ്യ, ഛർദി. അപ്പൊ ഈ മരണ ഭയത്തോട് കൂടിയിട്ടാണ് അവർ കിടന്നിരുന്നത്. അവിടെ വന്ന് ചികിത്സിച്ച് ഞാൻ അന്ന് ആദ്യമായിട്ടൊരു ദ്രാക്ഷാതി കഷായമാണ് തുടങ്ങിയത്. അപ്പൊ ദ്രാക്ഷാതി കഷായം ക്യാൻസറിലേക്ക് പറഞ്ഞതാണെന്ന് ചോദിച്ചാൽ ക്യാൻസറിൽ പറഞ്ഞതല്ല. പക്ഷെ അപ്പോഴത്തെ അവിടെ ശരീരത്തിന്റെ ആ അവസ്ഥയ്ക്ക് അതാണ് കൊടുക്കേണ്ടത്. അത് കുറച്ച് രക്തപ്രസാദനമായിട്ടും ശുദ്ധിയായിട്ടും കുറച്ച് ബലത്തിനും കൊടുക്കും. പിത്തത്തിനെ നല്ലോണം ശമിപ്പിക്കും, അതായത് അത്യുഷ്ണത്തിനെ ശമിപ്പിക്കും. ഇത് ചെന്ന് അന്ന് തന്നെ അവര് ഒന്ന് സുഖമായിട്ട് ഉറങ്ങി, ഈ വേദനയൊക്കെ കുറഞ്ഞു. സത്യത്തിൽ വേറൊരു പെയിൻ കില്ലറോ വേറെ ഒന്നും ഇല്ലാതെ തന്നെ വേദനയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അവിടുന്ന് പിന്നെ മറ്റുള്ള ചികിത്സകൾ നോക്കി ഓരോന്ന് ചെയ്ത് അവര് ഓൾമോസ്റ്റ് എല്ലാ സിംറ്റംസും പോയി. ഒരു 4 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു മോളുടെ കല്യാണം കഴിയുന്നു ഡോക്ടർ, അതുവരെ എനിക്കൊന്ന് നിന്നാൽ മതി, അതുവരെ ഒന്ന് എത്തിച്ച് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് ആ മോളുടെ കല്യാണം കഴിഞ്ഞു. 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ ഇനിയിപ്പോൾ എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, എൻ്റെ ഈ പ്രാരംഭങ്ങളൊക്കെ കഴിഞ്ഞു, ഞാൻ കോയമ്പത്തൂർ ഒരു വീടെടുത്ത് അവിടെ കുറച്ച് പൂച്ചയും ചെടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ആ പറച്ചിൽ കേട്ട ഉടനെ ഞാൻ പറഞ്ഞ അവരോട്, ഇനി നിങ്ങൾ മരിക്കില്ല, പേടിക്കണ്ട, നിങ്ങൾക്ക് ഈ രോഗം കൊണ്ട് ഒരു പ്രശ്നം വരില്ല. അതായത് ഇനി ഞാൻ മരിക്കാൻ റെഡി എന്ന് പറയുന്ന മൂമെന്റ് തൊട്ടിട്ട് അവർക്ക് മനസ്സിന്ന് മരണ ഭയം പോയി, ക്യാൻസർ എന്നുള്ള പേടിയും പോയി, അവര് മരിക്കാൻ റെഡി ആയിക്കൊണ്ട് പിന്നെ ജീവിക്കുകയാണ്. അന്ന് തൊട്ട് അവർക്ക് അത് മാറി എന്നുള്ളതാണ്. ഇന്നിപ്പോ 2022 ഇപ്പോഴും മദ്രാസിൽ അവരുണ്ട്, വളരെ ആരോഗ്യത്തോട് കൂടിയിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒരു മരണ ഭയം പോയാൽ തന്നെ ഒരു വലിയ റിസൾട്ട് ഇതിൽ വരും. മനസ്സിനെ ബലപ്പെടുത്തൽ വളരെ പ്രാധാന്യമാണ് ഈ ചികിത്സയിൽ. മരുന്നുകൾ നമ്മൾ കൊടുക്കുമ്പം ആയുർവേദത്തിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള പല മരുന്നുകളും ഉണ്ട്. നമ്മൾ റേഡിയേഷൻ ചെയ്യുന്ന പോലെ സെല്ലുകളെ നശിപ്പിക്കാവുന്ന മരുന്നുകളുണ്ട്. പക്ഷെ ആ മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കുമ്പം ആ രോഗിയുടെ ബലം വളരെയധികം ശ്രദ്ധിക്കണം. ഏതവസ്ഥയിൽ നിൽക്കുന്നത്, അവരുടെ വയസ്സ്, ഇത് താങ്ങില്ല എന്നുള്ളത് നോക്കണം. നമ്മളിപ്പോൾ റേഡിയേഷനും കീമോ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിലും ചില മരുന്നുകൾ പ്രയോഗിക്കുന്നത്. അതിനേക്കാൾ ഒക്കെ റിസൾട്ട് കിട്ടുന്ന ഭാഗം നമ്മൾ അവരാകത്തുള്ള മൊത്തം ശരീരത്തിനെ കറക്റ്റാക്കി എടുക്കലും ഈ മനസ്സിനും ഇതിനും കൂടെ ബലാക്കി എടുക്കൽ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ഇതില് നമുക്ക് ഡ്രഗായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന അശ്വഗന്ധ എന്ന് പറയുന്ന എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, വിലാനിയ സോംനിഫറ. സാധാരണ ഏറ്റവും കൂടുതൽ നമ്മളുടെ പ്രതിരോധ ശക്തി കൂട്ടുന്നതും അതേ സമയത്ത് ബ്രസ്റ്റ് ക്യാൻസറിലും കോളൻ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഓവറിയൻ ക്യാൻസറിലേക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒന്നാണത് ഈ അശ്വഗന്ധ, വിലാനിയ സോംനിഫറ എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരു മഞ്ഞൾ, ഹരിദ്ര, കുർക്കുമിൻ എന്ന് പറയുന്നത്,
ഈ ല്യൂക്കീമിയയിലും ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ക്യാൻസറിലേക്കും അഡിനോകാർസിനോമയിലേക്കും വളരെയധികം ഫലം ചെയ്യുന്ന ഒന്നാണ്. മേ ബി അറിയില്ല, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മിക്ക കറികളിലും നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന സാധനമാണ് മഞ്ഞൾ. മഞ്ഞളിന് അതിഗംഭീരമായ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു സിദ്ധി ഈ ക്യാൻസറിലേക്ക് ഉണ്ട്. അത് പ്രത്യേകിച്ച് രക്തത്തിനെ ശുദ്ധിയാക്കാനും ഇതുപോലുള്ള കാർസിനോമയിലേക്ക് പ്രത്യേകിച്ച് അതിനൊരു റിസൾട്ട് തനിയുണ്ട്. അതേപോലെ നമ്മൾ ഗുഡുജി എന്ന് പറയുന്ന സാധനം, ടിനോസ്പെറ കോഡിഫോളിയ എന്ന് പറയുന്ന ആയുർവേദത്തിൽ അതിന് അമൃത് എന്നൊരു പേരും കൂടെ ഉണ്ട്. ഈ അമൃത് എന്നുള്ള പേര് അതിന് ഇടാൻ തന്നെ കാരണം അത് അമൃത് പോലെ തന്നെയാണ്. അതായത് മരണത്തിനെ മാറ്റി നിർത്തുന്നതാണ് പറയാം. പക്ഷെ മരണം നമുക്ക് ഡെത്ത് ഉറപ്പാണ്, നമുക്ക് വിളിച്ച ഡേറ്റിലാവും. പക്ഷെ മരണം ഉള്ളവരെ നമ്മൾ ആരോഗ്യമായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ആയുർവേദം. ഇത് കൃത്യമായി ഫോളോ ചെയ്താൽ നമുക്ക് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ വരാതിരിക്കാനുള്ള വഴി ഇതിൽ വളരെയധികം പറഞ്ഞിട്ടുണ്ട്. സ്വസ്ഥവൃത്തം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ദിനചര്യകൾ എങ്ങനെ നമ്മൾ ഏത് സമയത്ത് എഴുന്നേൽക്കണം എന്ന് തൊട്ടിട്ട് രാത്രി കിടക്കുന്ന വരെയുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് കൃത്യമായി ചെയ്താൽ തന്നെ നമുക്ക് പല മാർഗരോഗങ്ങളും, ക്യാൻസർ മാത്രമല്ല പല മാർഗരോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ചിറ്റമൃത് ഗുഡുജി എന്ന് പറയുന്ന സാധനം, അതിന്റെ റൂട്ടിന് ഇതുപോലെ വരുന്ന അൺവാണ്ടഡ് ഗ്രോത്തുകളെ, പല ട്യൂമറുകളും ക്യാൻസറുകളും ആയിട്ടുള്ള ടിഷ്യൂകളെ നശിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ക്യാൻസറിലേക്കും ഗുണം കിട്ടുന്ന ഒരു സാധനമാണ്. അതുപോലെ നമ്മുടെ മുരിങ്ങയ്ക്ക് വളരെയധികം ഗുണമുണ്ട്. ഈ വിറ്റമിൻസിലുള്ള വാല്യൂ മാത്രമല്ല, അതിനും സെല്ലുകളെ നശിപ്പിക്കാനുള്ള ഒരു കഴിവ് അതിൽ പ്രത്യേകിച്ചുണ്ട്. അതേപോലെ ല്യൂക്കീമിയയിലും ലിംഫോമയിലേക്കും തിപ്പലി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ്. പൈപ്പർ ലോങ്ങം എന്ന് പറയുന്ന ഒരു മരുന്ന്, അത് കൂടുതലായിട്ട് അങ്ങനത്തെ ക്യാൻസറുകളിലേക്ക് ഗുണമുണ്ട്. മണ്ടൂക പർണി എന്ന് പറഞ്ഞിട്ട് ടാക്സസ് ബ്രിവിഫോളിയ നട്ട് എന്ന് പറയുന്ന മരുന്ന്, അത് ആയുർവേദത്തിൽ ഏറ്റവും അധികം എല്ലാ ക്യാൻസറിലേക്കും ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇന്ന് മോഡേൺ സയൻസിലും സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്ത ഒരു മരുന്നാണ് അത്. അതായത് പാക്ലിടാക്സൽ എന്ന് പറയുന്ന ഡോസിടാക്സൽ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ബ്രസ്റ്റ് ക്യാൻസർ, ലങ്സ് ക്യാൻസർ, ഓവറി ക്യാൻസറിലേക്ക് ഉപയോഗിക്കുന്ന ആ മരുന്ന് ആക്ച്വലി മണ്ടൂക പർണിയിൽ നിന്ന് എടുക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ, ഡ്രഗുകൾ, ഈ ക്യാൻസറിന് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ തന്നെ ആയുർവേദത്തിലുണ്ട്. ഇത് പ്യൂർലി ഹെർബലായിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഈ രോഗീനെ നമ്മൾ അവരുടെ മറ്റുള്ള അസുഖങ്ങൾ, ഒരാളും ക്യാൻസറായിട്ട് വരുമ്പം ക്യാൻസർ മാത്രമായിട്ട് വരാറില്ല. അവർക്ക് പല അസുഖങ്ങളും വേറെ പലതും ഉണ്ടാവും. അതിന്റെ കൂടെ വരുന്ന ഇൻഫ്ലമേറ്ററി നേച്ചർ ഉണ്ടാവുമ്പം എന്തായാലും ചില ഫീവറിഷ് നേച്ചറുകൾ ഉണ്ടാവും. അതേപോലെ ചിലർ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവാം, ഓട്ടോഇമ്യൂൺ ഡിസീസ് പോലത്തെ ഉണ്ടാവാം. അങ്ങനെ വേണം ആ രോഗീനെ നമ്മൾ കൃത്യമായിട്ട് ചികിത്സിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ക്യാൻസറിന് മാത്രമായിട്ട് നമ്മൾ ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണ ഫലം കിട്ടില്ല. അതിന്റെ കൂടെ നിൽക്കുന്ന അസോസിയേറ്റഡ് സിംറ്റം മുഴുവൻ നോക്കി ആ രോഗീനെ ആകത്തുക മൊത്തത്തിൽ ശരിക്കും ഒന്ന് ബലമാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല റിസൾട്ട് കിട്ടും. ഓൾമോസ്റ്റ് പല ക്യാൻസറുകളിലേക്കും നമുക്ക് ആയുർവേദത്തിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സാർക്കോമയിലും കാർസിനോമയിലാണ്. സാർക്കോമയിലും വളരെയധികം റിസൾട്ട് ഇതിലുണ്ട്. അതിൽ ടിഷ്യൂവിനെ ഛേദിപ്പിച്ചെടുക്കുന്നതും നശിപ്പിക്കുന്നതായിട്ടുള്ള പലതരത്തിലുള്ള കൊടുവേലി, ഗുൽഗുലുത്തിക്തം പോലത്തെ കഷായങ്ങൾ, പരണാദി, അങ്ങനത്തെ പടവലഘടനാദി, മഹാതിക്തകം, കൈശ്വര ഗുൽഗുലു, കാഞ്ചനാര ഗുൽഗുലു, ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ നമ്മളുടെ അൺവാണ്ടഡ് ഗ്രോത്തുകളെയും ടിഷ്യൂകളെയും മെല്ലെ മെല്ലെ ക്ലിയർ ചെയ്തെടുക്കുന്ന മരുന്നുകളുണ്ട്. അത് ആ രോഗിയുടെ ബലത്തിനനുസരിച്ച് നമ്മൾ അതിന് ചേർന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും ക്രമീകരിച്ചും കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ അത്ഭുതകരമായ റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനെ നമുക്ക് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആയുർവേദം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയുർവേദം ചെയ്യാൻ പറ്റുമോ? ഒരുപാട് മരുന്നുകൾ നമുക്ക് ചികിത്സകളും അതിന്റെ കൂടെ തന്നെ ചെയ്തു പോരാവുന്നതുണ്ട്. നമ്മൾ നിത്യം കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലെ, ഫ്രൂട്ട്സ് പോലെ ഇതിലും ചിലതിനെ അങ്ങനെ ക്രമീകരിച്ചിട്ടാണ് നമ്മൾ ആ ശരീരത്തിന് കൊടുക്കുക. അതിന്റെ സൈഡ് എഫക്റ്റ് വരുന്നതിനെ പോലും കുറെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് ഹെൽപ്പാവും. അതുകൊണ്ട് കീമോ ചെയ്യുന്നവർക്കും അതിന്റെ കൂടെ തന്നെ കഴിക്കാം, റേഡിയേഷൻ ചെയ്യുന്നവർക്ക് അതിന്റെ കൂടെ തന്നെ കഴിക്കാൻ പറ്റും. അതിന് അങ്ങനത്തെ രീതിയിലുള്ള മരുന്നുകളുണ്ട്. അതുപോലെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതിനായാലും ഹീമോഗ്ലോബിൻ കുറയുന്നതൊക്കെ നമുക്ക് ഒരു ദിവസം 2 ദിവസം കൊണ്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്ന്, അങ്ങനത്തെ മരുന്നുകളും ഇതിൽ പ്രയോഗിക്കാൻ പറ്റും. കൂടുതൽ ഇതിനെക്കുറിച്ച് സമയമെടുത്തിട്ട് ഒരുപാട് സമയം എടുക്കുന്നില്ല, ഇനിയും സംസാരിക്കാൻ ആളുണ്ട്. അതുകൊണ്ട് കേട്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് കൊണ്ടുവന്നതും ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തതിലേക്കും വളരെ വളരെ നന്ദി. അതിനെ സഹകരിച്ച എല്ലാ ഡോക്ടേഴ്സിനും മറ്റുള്ളവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ.
മറ്റുള്ള ഡിസ്കഷനിലേക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ചോദിക്കാം. അതിനുള്ള സെഷനിൽ അതിനുള്ള മറുപടികൾ പറയാം. Thank you, sir. Thank you for your wonderful സാറിന്റെ എല്ലാവിധ നന്ദി കൊടുക്കുകയാണ്. നമ്മൾ അടുത്ത സെഷൻ ഡോക്ടർ ശ്രീജിത്ത് ആണ്. ശ്രീജിത്ത് ഡോക്ടർ കണ്ടിന്യൂ ചെയ്തിരുന്നു. അതിന്റെ ഇടക്ക് സാറ് ബ്രേക്ക് ആയതുകൊണ്ട് ഡോക്ടർ ശ്രീജിത്ത് പ്ലീസ് ഷെയറിംഗ് എടുക്കണോ? ശ്രീജിത്ത് അതെ അതെ ആണെങ്കിൽ സൗകര്യം എടുക്കാം. ഓക്കെ. ഫൈനൽ ക്യാൻസർ PPT എന്നുള്ള ഫയലല്ലേ? ഇപ്പൊ തുറക്കുന്നുണ്ടാവും തോന്നുന്നു. കാണുന്നുണ്ടോ ഡോക്ടർ? എനിക്ക് ഇതുവരെ സ്ക്രീനിൽ കാണാനില്ല. സ്ക്രീൻ ഒന്നുണ്ടോ? എന്റെ സ്ക്രീനിൽ തുറന്നിട്ടുണ്ടോ? I think അത് ആവുമ്പോഴത്തേക്ക് let me get okay you can start. So will do. പിന്നെ for me it's like a very informally but serious audience ആണ്. So ഇനിയിപ്പോൾ സ്ക്രീൻ വർക്ക് ആയതെങ്കിലും no inhibitions at least, but I thought it's best if it can work. First of all, Dr. Vinu sir ഉണ്ടോ ഇപ്പോഴും? Is he with us? വിനു സാർ ഉണ്ടോ? ഹോമിയോപ്പതിയിലെ വിനു സാർ, വിനു കൃഷ്ണൻ സാർ ഉണ്ടോ നമ്മളോടൊപ്പം? വിനു സാർ ഉണ്ട്, ലൈനിലുണ്ട്. Okay. Actually, I would like to start by thanking him. കാരണം there was a time ഞാൻ ഒരു ചക്രവ്യൂ പെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഡോക്ടർ CP മാത്യു സാറിന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളപ്പോൾ. So he immensely guided me with pain killing situation. So I'm so grateful to the ancestors of homeopathy and of course to him and the patients who taught him these lessons. So that I am very grateful. അത് ഞാൻ പേഴ്സണലിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ it is very rejuvenating feeling to say time and again publicly also. So with that thankfulness, let me whatever I may present here now ഒരു 10 minutes or 15 max. Basically ഞാൻ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ is to, if possible, create a situation among young doctors if they can think about the bridge making between systems. What I am presenting here is a simple summary of the 2 years of internship kind of situation that I had from Dr. CP Matthew sir. നമുക്ക് ഏവർക്കും അറിയാം, he was quite a senior oncologist and he's no more, October 2021. So his method was quite integrative ആയിരുന്നു. കാരണം from being a so-called MBBS MS till 1986, from 1983 അദ്ദേഹം ആയുഷ് അല്ലെ സിദ്ധ ആയുർവേദ കുറേയൊക്കെ ഹോമിയോപ്പതി ആ ലൈനിലേക്ക് സാറങ്ങ് കുറേ അങ്ങ് ഡീവിയേറ്റ് ഞാൻ പറയുന്നില്ല, he involved himself. അപ്പോൾ the presentation is basically a summary of what he was doing. So it is more like a third party narration aanu, or rather second party narration aanu. The reason why I thought I should step into this, it's also because of my personal love for Dr. Arshad. He's our brother of many of us. Plus I thought youngsters can take some lesson to get into this system. Adundana there is a social interest for me into this. So Dr. Arshad, you cannot start screen share when I was sharing. That is okay. I think let us start into it. Basically, the core agenda Dr. Matthew sir eppozhum follow either. He tried to get the best medical efficacy of all the systems as much it is feasible from his side. At no point he was against chemo unless done wrongly or unnecessarily. Never against radiation, never against surgery if and when required. But he always made sure that there was space for Ayush whenever if required. And he was very sharp enough to say that in this situation Ayush will not help, in this situation Ayush will help, and in this situation both will go together. So from 1983-84, well before his retirement from Medical College Kottayam, he was getting into that pattern quite a lot. Somehow as luck would have it,
I ended up taking leave from government service. I'm a so-called senior medical officer, ISM department, and the 2 years I spent very intensively with him. Virtually every day I was with him except Sunday. So that gave me a lot of insights of what was happening. So I think it is working now. Okay, sir, you can continue. Yeah, okay. Am I the only one seeing the screen? No, I think everything is fine now. So it is simply the integrated approach. Now everyone can see. No problem. എല്ലാവർക്കും കാണാം. Integrated approach, yeah. So next, please. Now I will have a sprint ഓടെ പോകാം. High speed Usain Bolt model. Gratitude in advance, the most creative force in the universe എന്ന് ഞാൻ വിചാരിക്കുന്നു. So let us start with that spirituality part of it. Next, please. Yeah, next, please. Yeah, we'll go forward. We'll just go forward. And one very peculiar thing about Dr. Matthew sir was that അദ്ദേഹം അലോപ്പത്തിസ്റ്റ് ആണെങ്കിലും it is a paradox or strange, whatever we may say. Ayurveda and Siddha department, both of them honored him with a lifetime achievement award, which itself is kind of strange, however good it is. So that just shows, for those who are not very aware of his contribution, how much he contributed to bring Ayush to the limelight. Next, please. Next. I think we can just go forward. Idhar data, we can just go forward. Yeah. Next, please. We can just go forward. Yeah. So I think one reality we can't forget is 1 second. I think it's too forward. Solpa reverse account. Thank you. Solpa. One more. Solpa reverse. One more. Yeah, fine. It's with all respect to every system of medicine, and there's a lot of politics to it also, not just medicine. The field of cancer treatment is definitely heavily dependent on allopathy, and rightfully so, because the logistics, everything is there. So there's a great service they're doing, and we should be very lucky to consider ourselves very lucky that in India we have such brilliant and top class, world class, modern medicine doctors. We are very lucky about that. However, there is a sense of domination, which is also undeniable, and this is conveyed by Dr. Matthew sir himself, being from that same tribe of modern medicine doctors. There's always a challenge of the heavy financial burden, and the realistic cure prospects are not fully known to the public, not in all totality. So this is the reality we all face. Anyway, next. So where we can step into Ayush. Next, please. Yeah. Next, please. Next time. No. Forward. Yeah. So the only thing is that the Ayush people haven't perhaps realized their full strength, perhaps, and there's no clear single winner. Integration is the only way out. It's just a friendship, as simple as that. Next. They learn Dr. Matthew's son experience. So where does Ayush have a role? And what I found, basically, ഞാൻ കാണുന്ന എല്ലാ പേഷ്യൻസും തന്നെ virtually written off, last hope, last chance, അങ്ങനെ കണ്ട സിറ്റുവേഷൻ ആണ്. വെരി ഇനീഷ്യൽ സ്റ്റേജ് വരുന്നവരുടെ ചാൻസ് വളരെ കുറവായിരുന്നു, ബിക്കോസ് എവറിത്തിങ് ഈസ് ഡൺ ആൻഡ് ഫിനിഷ്. So obviously the major role he was getting into was to improve the quality of life, and many were coming post chemo, post radiation, and many times surgery was not feasible, so they were not willing. They came across, not that everything was successful, and to avoid financial tragedies, this was also a major agenda while people came. എല്ലാം വിറ്റ് തീർന്നിട്ടാണല്ലോ വരുന്നത് ആയുഷിലേക്ക്. നെക്സ്റ്റ് പ്ലീസ്. And I think we'll just go forward. We'll just get into action. So I think it all starts with a very simple situation that നമ്മളെ സംബന്ധിച്ചോളം ട്രീറ്റ്മെന്റ് ചെയ്യുക മാത്രമല്ല, ഞാൻ ഈ ഒരു വെബിനാർ my side, all as very senior doctors, I don't think any of them deserve to listen to what I'm communicating here. It is not fit for their level of knowledge, but primarily I take enthusiasm to take this kind of a interaction is to guide young doctors. We need many young doctors to come into it. So that's why I make this presentation in such a manner. See, simple limping patient and then limping was going on 2-3 months, nothing was helping, and then it was one very simple CA lung airnu. So we need to start from that level. 3 months of limping or lighting lesion airnu, and as you can see the next slide, and it's all clear cut secondary lung anyway, it's all clearly marked down. So we have to train our youngsters from that point of a proper history taking. From there starts early detection. Of course, there are tumor markers or whatever other things, all agreed.
but then there is no denying a clear history taking and a clear examination. Again, something tricky. 40 kilo കൂടി 7 മാസം കൊണ്ട് exertional dyspnea, obesity എന്ന് വിചാരിച്ചു, and then no, a simple scan would reveal adrenocortic CA. So surgery ചെയ്തു whatever, but then a swelling of the leg can also be taken in many directions. Again, a simple tricky situation. So I use these two examples for the youngsters to be communicated that Dr. Matthews are ഈ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരുന്നത്. He was so particular about the history aspect. Next please. അഗെയിൻ എത്രയോ രോഗികൾ ഈ മൂലക്കുരു എന്ന് പറഞ്ഞങ്ങ് നടക്കും, പൈൽസ് എന്ന് പറഞ്ഞ് നടക്കും, ചിലർ ഫിഷർ എന്ന് തനിയെ അങ്ങ് പ്രഖ്യാപിക്കും, ചിലർ ഫിസ്റ്റുല എന്നങ്ങ് തനിയെ അങ്ങ് ഡയഗ്നോസിസ് ചെയ്യും. അൾട്ടിമേറ്റ്ലി സിമ്പിൾ ബ്ലീഡിംഗ് പെർ റെക്ടം വെച്ചുകൊണ്ടിരിക്കും, and then God forbid ഒരു ദിവസം they end up having a CA-like diagnosis, and that's a very big tragedy in today's world of information and so much and awareness and facilities. So delayed diagnosis is also a big challenge that I have seen with Dr. C.P. Matthews as OPD. But then sometimes it is too late, but wherever it is possible, it is salvaged. Next please. And either it is only useful for the Ayurvedic fraternity. Dr. Matthews എപ്പോഴും he would use heavy metals, purified heavy metals very effectively. Ashwagandham, Amukura നമുക്ക് ഏവർക്കും അറിയാം. That was a sure for his prescription set for anyone. Purna Chandra is for Ayurvedic doctors when it has a content of gold very clearly. Rasa Sindhura mercury very clear cut. So these were very commonly used medicines. So if there's any Ayurvedic person watching this, I think they can profit from this. Just to sample prescription കാണിച്ചുള്ളൂ, because ultimately more than, I know it's very difficult to quantify, ultimately more than just having diagnosis done, we need to have something boiling down to the prescription writing. So that's why I just shared it here. Assuming it is an Ayurvedic audience also participating. Similarly, the CA advanced situation, Dr. C.D. Sadhavan sir is known to most of us. Yeah, why I'm using these medicines and the screenshots of the case papers or the case diary, etc. is just to show ഇത്രയും സിമ്പിൾ ആയിട്ട് കിട്ടുന്ന മെഡിസിൻസ്, ആ ഡോസും കാണാം, സുദർശൻ ടാബ്ലറ്റ്, കിരിയാത്തുള്ളതാണ്, ഹിങ്കോജാതി, അസഫൈറ്റ ഉള്ളതാണ്, and many other things of course. ഒരു 1111, such a small dose and such a low cost, and the impact is so great and so easily available. So that's why we want more of our youngsters to get into it, so that they realize that verum graduation എന്ന് പറയപ്പെടുന്ന BAMS കഴിഞ്ഞാൽ പോലും they can definitely get into this. And this is the kind of follow-up screenshots we maintain. It is somebody who got a lot of betterment, so everything was on the greener side. Unfortunately, next slide not the case, it is opposite. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂടുതലും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, because these patients they would come in once in 3 months, 4 months, so somebody has to come make the reporting for it, so it was difficult. So ingante weekly basis we would maintain the screenshots of the improvement or the lack of it, so we could always change the strategy or whatever required changes to be done. Next please. Anyway, for the team which is my like second home, alma mater, Chiranashram, എന്തെങ്കിലും ബാലപാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിലാണ്, thanks to Matthew sir and the team. Next please. And ഇതിൽ one thing that is relevant in Ayurveda is that patient management is very important. അതിൽ ഈ പഥ്യം അപഥ്യം എന്ന് പറയപ്പെടുന്ന ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈലിൽ പല ചേഞ്ചസ് ഉണ്ട് ആക്ച്വലി. ഞാൻ ഡോക്ടർ അർഷാദിനോട് എന്തായാലും സെപ്പറേറ്റ് ഷെയർ ചെയ്യാം, എൻ്റെ സ്ക്രീൻഷോട്ടിലുണ്ട്. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് മേക്സ് ലൈഫ് ബിയറബിൾ ആൻഡ് ബെറ്റർ. സിംറ്റമാറ്റിക് റിലീഫ് നമുക്ക് പേഷ്യൻറ്റ് മാനേജ്മെൻറ്റിൽ ഡെഫിനറ്റ്ലി വേണം. പഥ്യവും ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻ ആയിട്ടാണ് പലരും കാണുന്നത്, പല പേഷ്യൻസും. ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ പഥ്യം മോർ ദാൻ കൺഫ്യൂസിങ് ഓർ considering it as a restriction, it's a judicious selection. അങ്ങനെ പറയുമ്പോഴത്തേക്ക് it's a better energy vibe ആണ്. And equally important, disease management ആണ്, to finding the right kind of suitable strategy. But Dr. Matthews sir, he was very particular. He would pick up from Ayush, CT, RT, surgery, whichever. Immunotherapy, he was not a great fan. Maybe our financial constraints was too difficult for him to get into it, to recommend. But because most of the patients financially തകർപ്പണമായിട്ടാണ് വരുന്നത്, fully devastated financially എന്നിട്ടാണ് വരുന്നത്. So he had to make sure that the expenses are not much happening for a patient. So this patient and disease management both are equally important. അതുകൊണ്ട് ഡിസീസിനെ മാത്രം ട്രീറ്റ് ചെയ്യുക എന്നല്ല Ayurvedic approach, we have to take care of the individual also. So that becomes very personalized. അതുകൊണ്ടാണ് അങ്ങനത്തെ symptomatic assessment and symptomatic documentation ഒത്തിരി ഇൻസിസ്റ്റ് ചെയ്യുന്നത്. So that ultimately we are not going to make a CT or a PET or a ultrasound within next 2 or 3 or 4 months, whatever. So the only way you have to make the patient feel good is that he is improving symptomatically. So that's why our format. Next please. Yeah, this is how the പഥ്യം നമ്മൾ പൊതുവെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് from a certain mobile number. Next we can go forward. അതിനെ പഥ്യം എന്ന് പറയാനൊക്കെ ഉപരി we say health improvement techniques, HIT. സെയിം കാര്യമാണ്, കേൾക്കുമ്പോൾ സുഖമുണ്ട്, ഒരു ഫോറിൻ ഫീലിംഗ് ഉണ്ട്. So people agree. Next please.
this is the kind of cost that would usually incur, because we have to train our young doctors that it is feasible economically for the patient. No? Next, please. This will be just forward. Every one of us know. Let us go forward. No problem. We'll forward. Yeah, I'm looking for more exclusive. But again, no, we are helped by the modern medicine. Kalmota Nirana, instead of giving Purnavadi Kashaya Manduru Vadagam, shouldn't we just be thinking of also the albumin infusion aspect? Low albumin, we will have the same situation. So modern medicine really helps. That we have to gratefully accept and incorporate. Next, please. We'll forward. I think all the English aspects will forward. Very small step, somewhere in 1984. Very small step, but very firm step. Matthew sir, you can see the diary. Way back in 2019, sir under the Paranju Sri, I don't know how long I am living. You better take all the diaries. So I said, sir, what a shame. We can't just take it from you. We should be processing and giving back to you. So God willing, an upgraded form of his book is coming very soon. It's almost ready. So there is one chapter that is totally dedicated to homeopathic experience from Dr. Vinu Krishnan sir about him. One for Kottakkal Aridashala who are doing great task of free medicine charity and such people who have done a lot of great service in this field. Next, please. I think we can go. Yeah. So before implementing Ayush, we should know the scope and limitation of allopathy. So it's very important. Because ultimately, India is so blessed. We have great modern medicine doctors. We have great homeopathic doctors. Similar ways, Siddha, Ayurveda. Our societies are most blessed in terms of the most creamy layer of highly efficient doctors. So I think that is something that we have to get into a good network. Next, please. The competitive efficacy. So this is what I learned from Dr. Matthew sir. Next, please. So very simple. The impact that chemo makes, the evidence is very so clear cut. As you can see, left hand side second row and right hand side second row, the changes you see and the duration you see. So the Ayurvedic people have to ask themselves, can you give the same results in that speed? If the answer is yes, great. If the answer is not really yes, then time to contemplate. Next, please. However, chemo ചെയ്ത് അനാവശ്യമായിട്ട് ചെയ്ത് എത്രയോ പേഷ്യൻസും ഡോക്ടർ മാത്സാൻ്റെ ഒപിയിൽ വന്നിട്ടുണ്ട്. So that is also a horror that we have seen many a times, and it's still continuing with many places. So there I think we should be more conservative and more less extravagant. So അതുകൊണ്ട് ഞാൻ രണ്ട് പിക്ചറും രണ്ട് രീതിയിലും കാണിക്കുന്നത്. So it's about the right judicious implementation. Next, please. And lymphoma we know very clearly by second day the mass is decreasing by chemo. Vincristine, you see 1 mg there. Vingarosia എന്നൊക്കെ പറഞ്ഞാലും whatever the Ayurvedic drug പറഞ്ഞാലും by 7th day is disappearing. നമുക്ക് കൊട്ടൻ ചുക്കാതി പൊടി ഒരു അസാന്തി പൊടി ഇട്ടാൽ ഈ ലിംഫോമ കുറയുമോ, അല്ലെങ്കിൽ സ്പെഷ്യൽ തൈലങ്ങൾ ഇട്ടാൽ ഈ സ്പീഡ് കുറയുമോ? If the answer is no, let us be humble enough to accept chemotherapy instead of blaming chemotherapy, which is very common from the Ayush faculty, at least from the Ayurvedic fraternity, that I can say. So everything has a role, everything is great, it just has to be rightly used. അതുകൊണ്ടാണ് ഈ കോമ്പറ്റീറ്റീവ് എഫിക്കസി എന്ന വേർഡ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് പ്ലീസ്. Again, hell of a pain, cannabisന്റെ റോൾ കാണിച്ചതേ ഉള്ളൂ. If you see there, assafoetid ഡോക്ടർ വിനുകൃഷ്ണൻ സാറിൻ്റെ സംഭാവനയാണ്. It really helped me with the prescriptions that he gave me when I met him in person. Really great. And such a low cost. Next, please. And ഈ patient actually the radiation relevance കാണിച്ചതേ ഉള്ളൂ. So what is the point of putting pichu, etc., like oil application, etc., when there's a bony metastasis? We know nothing works. Pain throughout notoriously is there all the time. Do whatever it is. So അവിടെ ഈ റേഡിയേഷൻ്റെ ഹെൽപ്പ് ഈ പേഷ്യൻ്റാണ് സാറിനെ കണ്ടിട്ട് പോലും ഇല്ല. CA breast metastasis ആണ്. 2.5 വർഷം, ഓൾമോസ്റ്റ് 2 വർഷവും 4 മാസം. As you can see in the right hand side, yellow ഷെയ്ഡിൽ കാണാവുന്ന yellow highlighting. The patient had relief by the simple radiation advice that was given to her kids. So that simply shows how many times the right kind of strategy helps so much, instead of doing many things which may not be explicitly effective. And you can see on the corner left hand side, Ashwagandha, Shilajit, Purnachandrodaya, so easy to get medicines. This is my point here. കാരണം പൊതുവേ ഈ ആയുർവേദ ഫീൽഡിൽ ഒരു ചെറിയൊരു ശാപമുണ്ട്. ഒരു വൈദ്യന് ഒരു പ്രത്യേക ഫോർമുല ഉണ്ടെങ്കിൽ അയാളോട് അതങ്ങ് പോവും. Unfortunately, to hell or heaven, wherever it goes. So that should not happen. We should have medicines which are easily available and easily implementable and feasible enough to be sustained for a long time. Adondana I'm sharing the screenshots with the prescription itself. Next, please.
Next. And anyway, see, endometrium surgery is a must. Chemo is mostly overdone. Next, please. So Dr. Matthew sir was very against a lot of unnecessary surgeries. Surgery needed, we don't deny that. Intestinal obstruction undo, you better do it. You have brain tumors, you better do it. Recurrence veram, agreed, verum, that's okay, what to do. Pinna adevole, you have situations where uh, spinal decompression venam, vertebral collapse the patient will get up in a matter of 7 to 10 days time. We all know all those things. So when we know those things, we better go for the surgery. A typical Ayurvedic conservative management matram cheyyunnil karyamilla, which is medical in nature. That it has to be done. So our tiricharu ayurvedikar kondairikkanam. It is very important. I'm Ayurvedic, agreed, but then we can't deny these experiences. Next, please. എന്നും പറഞ്ഞുകൊണ്ട് ഓറൽ സിയെ ഇങ്ങനെ പ്ലെയിൻ മർഡർ എന്ന് പറയാവുന്ന എന്തോരോ അനുഭവം ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. They just really mess the entire oral cancer treatment. Instead of going for dental extraction total and then radiation therapy, majority is messed up now. എന്നാണ് what I have seen there. Next, please. Next. Yeah, there are situations where to avoid Ayurveda. നേരത്തെ പറഞ്ഞ പോലെ this was a very clear case of D4 paraplegia-like scenario, a known case of cholangiocarcinoma. In the patients, it's a simple decompression surgery. It makes them walk in 7 to 10 days time. Why to avoid such kind of a situation when you have possibility? Yes, after that, muscular strength, neural strength, neural plasticity, multiple things, general health, and the physiotherapy aspect. There's a definite role. There's always role for every system, no doubt. Next, please. And so many post chemo, post surgery, post radiation, reclaiming the quality of life. Adani patient management I had just brought to your notice. That is so important, and Ayush has a great role to play in that. Next, please. ഇതൊരു സിമ്പിൾ റേഡിയേഷന് ശേഷമുള്ള ഒരു മാറാത്ത ചുമയാണ്. ഒരു നത്തിങ് ഈസ് ഹെൽപ്പിംഗ്. ഒരു സിമ്പിൾ ഡോക്ടർ സദേവൻ സാറിൻ്റെ പ്രിസ്ക്രിപ്ഷനാണ്. സിമ്പിൾ ഇരട്ടിമധുരം ചേരുന്ന ഒരു സിമ്പിൾ സിറപ്പാണ് അൾസർ സിറപ്പ്. അൾസറിനൊക്കെ യൂസ് ചെയ്യുന്നത്, അഗ്രീഡ്. And such a quick response it happens. So this is where we are finding integration. Integration is not mixopathy by any means. It is when we can get the best of everything, when some things are inevitable. So this is how the friendship between systems is so important for the better cause of the society. Next, please. Actually, this is for a very junior doctor's presentation, so that's why I said. Anyway, CA breast care, the enormous amount of mess that happens as per Dr. Matthew's experience with surgery and whatever. He has been very vocal about how surgery is not really doing great in every patient. So, but anyway, that's what is happening. A lumpectomy is okay. He's okay with the chemo and then the hormone therapy and then the Ayush. But then he's not really great enthusiast, was not enthusiastic about total MRM. Absolutely, he was against it. And he had his reasons to say that. Next, please. But again, no situations like this, as you can see in the screenshot. 3 hospital കഴിഞ്ഞു, 13 chemo കഴിഞ്ഞു, 15 RT കഴിഞ്ഞു, and then nothing was helping her. Such miserable condition of health for the patient. In 7 days time, there was a promising impact, as you can see the feedback form. So there's a lot of scope for Ayush people. There's a lot to cheer about, a lot that they can do for sure. Next, please. Like when somebody's nasal ala is like struggling quite a lot, and if you find incidentally patient severe breathlessness under, and of course COVID ICU many of Ayurvedic doctors, I mean surgeons, have used Ayurvedic heavy metals, purified heavy metals in the COVID ICU. We have had the webinar done, we have the evidence of the same, we have all the proof, everything agreed, done, said, all good, fine. But namukku simple pleural tapping on the pleural effusion release in a matter of 5 to 7 minutes, the patient will have such a better breathing quality. Why not we go for it? And of course, we can always top it up with Shwaskas, Chintamani Ras, or Shwasanandam Gutiga, or other forms of so many other very effective Ayurvedic medicines. But Ayurvedic science, situation mentioned, Uras means the chest, the pleural cavity area, the chest area, and Toyam is a water field. So when in the science of Ayurveda itself it is mentioned to drainage it, why not go for it when there is a facility in the modern medicine? So idana your competitiveness and these quick acting thing that we want to give relief as much possible. Obviously, the regular use of Pravala Basmam, Abhraga Basmam, Vashit Rasayanam, or more precisely Agastha Rasayanam,
Regular use of this is always going to make the lung tissue feel better. ശോധന നടന്നു പോയാൽ തന്നെയും by this pleural tapping, രസായനത്തിന്റെ എഫക്ട് ബോഡി ഫോർട്ടിഫിക്കേഷൻ ആണ്, the tissue strengthening ആണ്. That only Ayurveda can do. I don't think modern medicine has much to do into it. Perhaps not. Maybe my knowledge is less. Sorry if it's the case, but this is what Dr. Matthew sir was telling. Next, please. So again, obstructive jaundice, stenting easy ആയിട്ട് ചെയ്യാമെങ്കിൽ why should we keep on having നമ്മൾ പറയും ഒരു വൈദ്യനുണ്ട്, വൈദ്യൻ മഞ്ഞപ്പിത്തം സ്പെഷ്യലിസ്റ്റ് ആണ്, and then they will keep on giving ഭാഷ കുളിച്ച ദ്രാക്ഷാദി. We know അത് ഹിമോലറ്റിക് ജോണ്ടിസിലെ പറ്റത്തുള്ളൂ. അതിപ്പം രുദ്ധപഥ കാമല എന്ന് പറയപ്പെടുന്ന രുദ്ധപഥ കാമല, സോ ഇറ്റ്സ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്, ക്ലേ കൊളസ്ട്രോൾ, വെരി ക്ലിയർ കട്ട് ക്ലാസിക്കൽ, there is no ambiguity in that. അവിടെയൊക്കെ when we know that bilirubin level will fall down from 7 point something, as you see there, coming down in a matter of a day or two to 3.5, agreed 2 lakhs rupees ഒക്കെ ചിലവായൊക്കെ, that is agreed, സമ്മതിച്ചു, അതൊക്കെ എക്സ്പെൻസീവ് ആണ്, but that's how it is. So when we have a possibility to bring that result so fast and so better, we should be broad enough to think that let us go for it. So that's how I put the word avoid, Ayush. Next, please. But then hepatic cells in the regeneration, the Ayurveda is great and എല്ലാവർക്കും അറിയാം. Li52 എത്ര നാളായിട്ട് യൂസ് ചെയ്യുന്ന ഏവർക്കും അറിയാം. Of course, we need psychology and oncology, no doubt. Next, please. Again, ഞാൻ കറ്റാർവാഴയുടെ പ്രത്യേകത പറഞ്ഞതേ ഉള്ളൂ. അലോവേറ വെരി കോമൺലി അവൈലബിൾ ആയുർവേദിക് മെഡിസിൻ ആണ്. അലോവേറ ഈ കട്ടിച്ചെന്നി നായകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്ലീസ്. സാറിന് വളരെ ഫേവറേറ്റ് ആയിരുന്നു സി എ രക്തത്തിൽ. He was not in favor of surgery much unless it was total obstruction. Otherwise, he would salvage things as best by chemotherapy and radiation and Ayush. That was his style. Next, please. Chenni Nayagam. Next, please. Yeah, it's all very clear cut. All clear cut. Adevole, when you have to shrink the mass, you have to take the help of radiation. How much can medicine shrink it? In what duration? In what quantity? Very severe pain, large lesion, radiation helps so fast. So why don't we go for the radiation aspect? Again, costly, and I understood that, but then it is competitively superior perhaps. But etheropational shesholla inflammation under, so that they come back to Ayurveda for that. Next, please. ഇവിടെ ഡോക്ടർ സി ഡി സഹദേവൻ സർ, നമ്മുടെ ഗുരുതുല്യരായ ഡോക്ടർ തപ്പൻ കുമാർ സർ അഹമ്മദാബാദ്, സഹദേവൻ സർ തൊടുപുഴ, ഡോക്ടർ വിനുകൃഷ്ണൻ സർ ഹോമിയോപ്പതി, we must always say thank you for your service. For a broken system, you all create a roadmap to hope. So I think I should formally say it here at least. Next. Again, anyway, he's there, so we will skip this slide. He's already here anyway. Next, please. And anyway, this I should not present because already Sarab very elaborate. Yeah, I was showing proof that an Ayurvedic doctor is humbly and gratefully using homeopathic drops, and you see the cost is like virtual, hardly any cost. പറയാൻ പോലും ഉള്ളൊരു സംഖ്യയല്ല. ആൻഡ് ദ റിസൾട്ട് യു ക്യാൻ സി. ഐ എം വെരി പെർട്ടിക്കുലർ ദാറ്റ് ഐ റൈറ്റ് ദ ഫീഡ്ബാക്സ് വെരി പ്രിസൈസ്ലി. ഇത്രയും സമയം കൊണ്ട് ഈ മരുന്ന് കൊണ്ട് ഇത്രയും ചിലവിൽ ഇത്രയും ആശ്വാസം നിലനിൽക്കുന്നു, ഇത്രയും ആശ്വാസം നിലനിന്നില്ല. സോ ദാറ്റ് മേക്സ് ഇറ്റ് വെരി പ്രിസൈസ് ഫോർ പീപ്പിൾ ടു റിലേറ്റ് ടു ഇറ്റ്. അതെല്ലാം കെ ഷീറ്റ് അതുകൊണ്ട് അങ്ങനെ ഷെയർ ചെയ്യുന്നത്. ഇത് സിമ്പിൾ സി എ ലങ് വിത്ത് മെറ്റ്സ് ആയിരുന്നു, ബ്രെയിൻ ആൻഡ് സ്കെലിറ്റൽ, സച്ച് എ ഹൊറർ. എന്നെ ഹെൽപ്പ് ചെയ്ത കാൽസികാർബം അസോഫോയിറ്റഡ് അക്കോണൈറ്റ് ആണ്. സോ ഐ ജസ്റ്റ് വാട്സാപ്പ് നോക്കി, ഐ വുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പേഷ്യൻറ്റ് ഞാൻ വാട്സാപ്പ് നോക്കി, ഡോക്ടർ വിനുകൃഷ്ണൻ സാറിൻ്റെ വാട്സാപ്പ് നോക്കി, ഐ വിൽ സേ ലുക്ക് ദിസ് ഇസ് ഡൺ ബൈ സോ ആൻഡ് സോ ഡോക്ടർ ആൻഡ് ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ്. അവർക്ക് നമ്മളുടെ ഒരു പുച്ഛം തോന്നത്തില്ല, ഇത് വേറെ സിസ്റ്റം ആണല്ലോ എഴുതുന്നത്. ബട്ട് റിലീഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ദാറ്റ്സ് ഫൈൻ. നെക്സ്റ്റ്. സോ ഐ എം ഫോർവേഡിങ് ദിസ്. ഇത് ഐ ഷുഡ് നോട്ട്, ഞാൻ ക്വാളിഫൈഡ് അല്ല പറയാൻ, ബട്ട് ഐ എം ഗ്രേറ്റ്ഫുൾ, ബട്ട് ഐ എം നോട്ട് ക്വാളിഫൈഡ്. നെക്സ്റ്റ്. And next, this is the role of Siddha Rasa Sinduram. It was such a commonly used medicine by sir and very easily available. 1991 secret operations are നടത്തിയായിരുന്നു. Nobody knew it, but now it is time to make it public. And he had used Rasa Sinduram very effectively, and a lot of the WBC fall etc situations and all those drastic disaster crash due to chemo, അതെല്ലാം it could be prevented to a great extent. So അതൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം അന്ന്. ബട്ട് എനിവേ ഹീസ് നോ മോർ അലൈവ് നൗ. ബട്ട് എനിവേ ഐ ഷുഡ് സേ ദ സ്റ്റോറി. നെക്സ്റ്റ്. ആൻഡ് പലർക്കും കൺസേൺസ് ഉണ്ട് ഈ ആയുർവേദിക് ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. വി നോ ദ കൈൻഡ് ഓഫ് നോൺസെൻസ് ക്രിയേറ്റഡ് ബൈ വൺ ഡോക്ടർ എ ബി സിരിയാക് ഫിലിപ്പ്. ആബ്സൊല്യൂട്ട് നോൺസെൻസ് ദാറ്റ് ഹെവി മെറ്റൽസ് പോയിസണസ് ആണ് എക്സെട്ര. ബട്ട് some people, I don't say he is that, but there are many literate idiots. Yes, I mean that. I mean it very fully.
many literate idiots, they create confusion in the minds of people and poison their mind. So I think it's them to decide who is literate idiots. Because our baseless allegations ചെയ്യും എന്നിട്ട് നെല്ലിക്ക കഴിച്ചാൽ കിഡ്നി അടിച്ചു പോകും എന്നൊക്കെ പറയുന്നത് just kind of nonsense. So those things we should not entertain at all. We should respond to it very strongly in the online. So ഈ patients, as you see, that എല്ലാ RFT, LFT is absolutely normal. More than 8 months. നമ്മൾ 3 months ഒക്കെ normally medicines കൊടുക്കുന്നത്. Then we review it. But then there are some patients they don't turn up. They keep on having because they're feeling good. So plenty of evidences that it is very, very, very safe. Your concern, many youngsters of Ayurvedic doctors are ഉണ്ട്. Next, please. And when it is less than 6 HB, we better go for blood transfusion. അല്ലേ നമ്മൾ അവിടെ ഇപ്പം വാശ കുളിച്ചാതി കഷായവും മണ്ടൂര വടകവും കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടോ ഫോർ എ ക്വിക്ക് ബേസ്റ്റ് ഓഫ് ഇൻക്രീസ് അല്ലേ? നെക്സ്റ്റ് പ്ലീസ്. CMC വെല്ലുണ്ട് 50 lakhs versus Ayush medicines. ഇതിൻ്റെ കോസ്റ്റിൽ you can see the impact. Everything self-explanatory. I think I'll just go forward. 19,000 platelet became 91,000. Arsenic drops and use there. And WBC 25, whatever, no, coming to normalcy. So this is the amount of impact that happens. So I don't know how better I can make the screenshot look like, but our screenshot, everything is very clear. Patient vandapola diagnosis and the history, everything is. Yeah, I regularly, well, I don't say I am training people. It is too much of a hyperbole, but I do my best to share whatever little I know, whatever I keep learning. Regularity more than 2,500 doctors of whatever network I have, more than 2,500 doctors all over India, 15 different states. So I want to always make sure that I prepare things such a way that spoon feeding kind of small LKG students pole avellam colorful aakittu pointers everything so that they can have easy so that enkoru 20 minutes edukkunna they should not spend more than 4 minutes to read whatever I'm preparing. So adondana ithre multiple colors. I don't know which other way to show it better. So but the impact is so great, it's so crystal clear, and with feedback on them, symptoms, everything very clearly mentioned. Medicine is so inclusive. Next please. So I think we'll go forward. Tricky history in the we can go forward. We'll go forward. Or simple acute abdomen matre ullarna the AML ആയിരുന്നു, and sometimes it doesn't respond. എത്ര blood transfusion help ചെയ്യുന്നില്ല, എന്നിട്ടും ആറിനും ഇതേ പോകുന്നില്ല. What you can do? Every 5 days helpless. Ashwagandha was Dr. Matthew sirന്റെ must ആയിരുന്നു. And I ensured that he was having the best ashwagandha in the world every day served by me. ഞാൻ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് സാറിന് മെഡിസിൻ നമ്മുടെ ഹെവി മെറ്റൽസ് കൊടുത്തുകൊണ്ടിരുന്നതും until 2-3 weeks before his departure. And ashwagandha was the prime, and it had great impact on his immunity. Next please. And ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ബലം എന്ന് പറയപ്പെടുന്ന ഇമ്മ്യൂണിറ്റിയെ സംരക്ഷിക്കുകയാണ് ആയുർവേദത്തിൻ്റെ കോർ കൺസെപ്റ്റ്. ഡിസീസിനെ പലപ്പോഴും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യുമ്പോൾ ഒരു കോർ കൺസെപ്റ്റാണ്, ലൈക്ക് വിനു സർ പറഞ്ഞ പോലെ തന്നെ. ആൻഡ് ദിസ് ഈസ് ഐ തിങ്ക് വിൽ ജസ്റ്റ് ഗോ ഫോർവേഡ്. ആർസനിക്കിൻ്റെ യൂസേജ് ആണ്. ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു സച്ച് പീപ്പിൾ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത കടപ്പാട് ഇത്തരത്തിൽ ടീച്ചേഴ്സിന് വേണേൽ ഇവരെ പറയാതിരിക്കാൻ വയ്യ. നെവർ ഐ ക്യാൻ ഫോർഗെറ്റ് എനി വൺ ഓഫ് ദം. എന്തെങ്കിലും ഇന്ന് ബാലപാഠം ചെറുതായിട്ടെങ്കിലും അറിയാമെങ്കിൽ എറ്റേണലി ഗ്രേറ്റ്ഫുൾ ടു ദിസ് പേഷ്യൻസ്. അവരുടെ സഫറിംഗ് ആണ് നമ്മുടെ ലേണിംഗ്. സോ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. Next please. Saru hyper, I think it's one of the rare chances to get like this. He was a hyper workaholic. പലപ്പോഴും ഡ്രിപ്പ് ഇട്ട് ഒ പിയിൽ ഇരിക്കുമായിരുന്നു. But I don't think that's a good example, however great the intention is. Next please. Let us go forward. Cannabis very important ആണ് in Ayurvedic care or cure, and very important. Next please. ഞാൻ ആ കമ്പനിയുടെ പേര് ഉൾപ്പെടെ വെക്കുന്നതാണ്. ഓൾ ദി പൊട്ടൻഷ്യൽ സൈഡ് എഫക്ട്സും ഞാൻ ഹാവ് മെൻഷൻഡ്. നെക്സ്റ്റ് പ്ലീസ്. ഹെംപ് സ്ട്രീറ്റിനേക്കാളും ബെറ്റർ വേദി ഹെർബൽസ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ഐ ആം നോട്ട് ടേക്കിംഗ് സൈഡ്സ്, ബട്ട് ദാറ്റ്സ് ഈസ് ഫൗണ്ട് എനിവേ. നോ ടേക്കിംഗ് സൈഡ്സ്. പിന്നെ ഈ ഹെവി മെറ്റൽസ് എല്ലാം ഡോക്ടർ മാത്യു സാറിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. നവപാഷാണം, വി നോ ഇറ്റ്സ് 9 poisons ടു സേ സോ. രസഗന്ധി മെഡിസിൻ, ഇറ്റ്സ് ഓൾ ഈസിലി അവൈലബിൾ മെഡിസിൻസ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫോട്ടോസ് കാണിക്കുന്നത്. നത്തിങ് സീക്രട്ട്, നോ സീക്രട്സ് അറ്റ് ഓൾ, നോ സീക്രട്ട് റെസിപ്പി. നെക്സ്റ്റ് പ്ലീസ്. I think next we'll go forward. The cost and kandilla 180 രൂപ 2 bottle. Up to 1 year where heavy metals use it to very good quality of life. No adverse reaction whatsoever. നേരത്തെ പറഞ്ഞ പോലെ ഈ those who malign Ayurvedic reputation, Siddha reputation from the allopathic sector, they're great people in allopathy. We have MS Vadithan sir, we had CP Madhu sir, we have Hegde sir. So, but then what happens is when a small fringe group, when they create such confusion and poisoning of psyche of public, it really affects people's psyche. So we have to counter that always. So this is a simple example. Next please.
Next. We'll go forward. I think it's just examples. We can go forward. Brahma Rasayanam, very important for making the WBCs pump up after chemo. And ഈ ആയുഷ്യം എന്ന് പറയപ്പെടുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് ഈ ബ്രഹ്മരസായനത്തിനുള്ളത്. ആൻഡ് രസായനം വി ഓൾ നോ, ഒരു റിജുവിനേഷൻ എന്ന് പറഞ്ഞാൽ പോരാ, റീജനറേഷൻ എന്ന് പറയേണ്ടി വരും. ഈസിലി അവൈലബിൾ ആണ്, കോട്ടയ്ക്കലുണ്ട്, എല്ലാവർക്കും ഉണ്ട്, മെനി കമ്പനീസ് ഹാവ് ഇറ്റ്. അതിൽ ഓയിൽ കുറഞ്ഞിരുന്നാൽ നന്നായിരിക്കും. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ഇതേപോലെ അഗസ്ത്യ രസായനം ആയുഷ്യം എന്നാണ് പറയപ്പെടുന്നത്. സോ the reason I am communicating here, these are some things which can be easily used pre-chemo, pre-radiation, during chemo, after CT, after RT. So I think we have to carry back home some prescriptions that can be consumed by anyone and advised by anyone. Adondana I think share it. Next please. And Dr. this is something I really want to present here. Agnihotram എന്നൊരു process സാർ 61 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. And he taught me in 2020. The impact is just amazing. I have no words for it. People may or may not believe, but we have to be very sir, I mean, you know, he's 1950 for MBBS Kerala undayad, political Kerala undayad 1957, MS 1965, agreed the career whatever he had. Anganta so called physical person or scientist person, if he started doing Agnihotra at the age of 61, and of course he taught me and whatever, I'm so grateful for that. He was telling me 4 വർഷം, last 4 years of his life, 4 to 5, ശ്രീജിത്ത് ഈ കാണുന്നത് മാത്രമല്ല ക്യാൻസർ, there's more to it, there are more forces acting to it. I have a gut feeling, നമുക്ക് ജ്യോതിഷം കൂടി നോക്കണം, അങ്ങനെയൊക്കെ സാറ് ഒത്തിരി ചിന്തിച്ചു തുടങ്ങിയായിരുന്നു. That was his repeated experience. അതുകൊണ്ട് തന്നെ so I thought I will bring all the physical and the scientific things first and then get to the other non-physical or so-called non-scientific thing, the functional aspects. Next please. Next, we'll just go forward. There is no voodoo, there's no voodoo, no black magic, no this and that, no drama, no frills. ഇതെല്ലാം എൻ്റെ റെഗുലർ എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് പ്ലീസ്. ഡയനോസർ പോലെ ഇരിക്കുന്ന കാണാം. നോ ജിൻ, അങ്ങനൊന്നും പേടിക്കണ്ട, നത്തിങ് ഓഫ് ദാറ്റ് നോ തിങ്സ്. ബട്ട് ഇറ്റ് ഈസ് വെരി ട്രൂ ദാറ്റ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അതർ ആസ്പെക്ട്സ് ഓഫ് മെഡിസിൻ ലൈഫ്. നെക്സ്റ്റ് പ്ലീസ്. നോ ഇത് ബാക്ക് പോവാണ്, ഫോർവേഡ് മതി. So he was recommending people, just swalpam back, a little back, yeah. So he was next, next please. I think next. So he was recommending that many people, they should get into Jyotisham, they should look into the water lines, underground water lines, Vastu. ഇതൊക്കെ നമുക്ക് ഇതെന്താണ് സാർ ഇങ്ങനെ പറയുന്നത് at the fag end of his career, but last 4 or 5 years, I knew him for about 10 years. പക്ഷെ കഴിഞ്ഞ 3-4 വർഷം, at least 4 years, he was so insistive because of many conditions. 2 വയസ്സ് 3 വയസ്സുള്ള കൊച്ചു ക്യാൻസർ വരുന്നു, എന്ത് തെറ്റ് കാണിച്ചിട്ടാ, എന്ത് അപത്യം കാണിച്ചിട്ടാണ്, what mistake he or she did, right? There are many things we had no explanation. ശരി, lung cancer വരുന്നു, smoker ആണ്, alcoholic ആയി, CA liver ആയി, agreed, justifiable. So അങ്ങനെ he had that extra dimension and I find it very useful also to track it. So that is why ഞാൻ ആ ഒരു എനർജി ഫീൽഡിന് അവസാനത്തേക്ക് കൊണ്ടുവന്നത്. But anyway, we are trying our best to help as many doctors to follow his method as much we can. Next please. So that effort is constantly on because it is a responsibility to bring it to the public's domain. And just example ne ullu, നമ്മൾ ആയുർവേദത്തിൽ ഈ ടങ് കോട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിറ്റർ മൗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ വായിലേക്കായി ഒത്തിരി രോഗികൾ പറയും. And അപ്പോൾ ഇതെല്ലാം just this is how we don't teach, we try to help by training doctors. Screenshot ne ullu. So next please. I think that is fine. I mean, okay, we can forward this, no need, forward. Yeah, I think this is most important. Thank you very much. I could not because I don't have a second chance with anyone and with any audience, so I thought one chance, one shot, complete, and I have nothing else to add on top of it. Thank you very much all for giving the chance, and Brother Arshad, always grateful for your enthusiasm you show for making Ayurvedic community much better. Thank you, Dr. Srijit, my brother. And ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഈ പാനലിസ്റ്റിനൊക്കെ ഇവിടുന്ന് കിട്ടി, ഇത്രയും നല്ല പാനലിസ്റ്റിനെ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാൻസർ ആയതുകൊണ്ട് കിട്ടിയ ഫ്രണ്ട്സ് ആണ് വരുന്നത്. ക്യാൻസർ given me good friends and human beings and I live being and human. And now നമുക്ക് പറയാം, സാറ് പറഞ്ഞു, now formulas never goes to hell, it will goes to heaven and good people. ഞാൻ ഉറപ്പുണ്ട് സാർ, വെയ്റ്റ് സാറിനെ പോലുള്ള ഇത്തരമുള്ള ആളുകളെ അദ്ദേഹം കോസ്റ്റ് കട്ടിങ്, എന്നോട് എൻ്റെ കീമോതെറാപ്പി എൻ്റെ മെഡിസിന്റെ കോസ്റ്റ് ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് ഇത്രയും കോസ്റ്റ് സാധാരണക്കാർ എങ്ങനെ അഫോർഡ് ചെയ്യുമെന്നാണ് ആദ്യമായിട്ട് ചോദിച്ചത്. ചികിത്സിച്ച് മാറ്റുന്നതിനെ കുറിച്ചൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഒരു ആശങ്ക.
അപ്പൊ എത്രയും കോസ്റ്റ് കുറക്കാൻ വേണ്ടി എത്രയും കുറഞ്ഞ ചെലവിൽ ആളുകളെ വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു മഹാനായ ഒരു ഡോക്ടറാണ് ശ്രീജിത്ത്. അദ്ദേഹത്തിന്റെ ഈ പുതിയ മേഖലയിലുള്ള കണ്ടുപിടുത്തം നമുക്കൊരു ആയുർ ഓങ്കോളജിസ്റ്റ് ആയിട്ട് അദ്ദേഹത്തെ ലോകം അറിയപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും റിസർച്ച് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. അത്രയും കാലം ഗവൺമെന്റ് സർവീസിൽ നിന്നുള്ള ലീവ് എടുത്ത് 10 വർഷത്തോളം, ഏകദേശം കൃത്യമായിട്ട് അറിയില്ല, ഗവൺമെന്റ് സർവീസിൽ നിന്ന് ലീവ് എടുത്ത് ഓൺലി റിസർച്ചിനായിട്ട് ഓടി നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മുടെ ഇന്റഗ്രേഷൻ ആണ് നമുക്ക് ആവശ്യം. ഇനി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ സെഷനിൽ നമ്മളെ ഡോക്ടർ അർജുൻ ചന്ദ്രശേഖർ, അദ്ദേഹം വളരെ നല്ല ഒരു, ഞാൻ ഈ പറഞ്ഞ പോലെ രോഗായപ്പം നമുക്ക് പരിചയപ്പെട്ട വ്യക്തിയാണ്. ഡോക്ടർ അജൽ കുമാർ, അതുപോലെ ഡോക്ടർ ശ്രീകുമാർ സർ, അതുപോലെ ഡോക്ടർ സെന്തിൽ കുമാർ, ഡോക്ടർ വിനു കൃഷ്ണൻ, എല്ലാവരും വളരെ എക്സ്പെർട്ട് ആയിട്ട് നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. നമുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക് പോകാം. ഇനി എനിവൺ ഹാസ് എനി ഡൗട്ട് യു കൻ ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി ഈ സെഷൻ ഇതൊരു തുടക്കം മാത്രമാണ്. ഇന്റഗ്രേഷൻ ഇപ്പൊ എല്ലാവരും അംഗീകരിച്ച കാര്യം. ഇപ്പൊ ഡോക്ടർ ശ്രീകുമാർ സാർ പറഞ്ഞു, ഡോക്ടർ സെന്തിൽ സാർ, ഡോക്ടർ അജൽ കുമാർ, വിനു കൃഷ്ണൻ എല്ലാവരും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. അരുൺ സാർ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഡോക്ടർ ഇപ്പൊ വിളിച്ചിരുന്നു. വളരെ തിരക്കുള്ള ആളായിട്ട് പോലും ഇന്ന് ഒരുപാട് പരിപാടികൾ ഉണ്ടായിട്ട് പോലും നമ്മൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു പ്രോഗ്രാമാണിത്. എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകളും നമ്മളോട് വളരെയധികം സഹകരിച്ചു. അവർക്കെല്ലാം ഇന്ന് വേൾഡ് ക്യാൻസർ ആയിട്ട് ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊരു പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ, ദ ഹോപ്പ്, നെവർ ലോസ് ദ ഹോപ്പ് ഫോർ ദ ഇന്റഗ്രേഷൻ, അതായിരുന്നു നമ്മൾ വെച്ച ക്യാപ്ഷൻ. അപ്പോൾ ഇന്റഗ്രേഷനിലൂടെ നമുക്കെല്ലാം നേടാം എന്നുള്ളതാണ് നമ്മൾ തെളിയിക്കപ്പെടുന്നത്. ഇനി ഡിസ്കഷൻ സെഷന് വേണ്ടി പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇതിനോട് കൂടെ തന്നെ ഞങ്ങളുടെ സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ വിദ്യാസാഗർ സാറോട് ഒരു വൈൻഡിങ് അപ്പ് നോട്ട്സ് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഡോക്ടർ സാർ, ഡോക്ടർ വിദ്യാസാഗർ സാർ. സാർ അവൈലബിൾ ആണോ? ഹലോ സാർ, കേൾക്കാവോ? ഓക്കെ സാർ. ഹലോ ഹലോ സാർ പറഞ്ഞോളൂ. ഏതാണ്ട് 300ഓളം ആള് സാർ ഇപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ അറൌണ്ട് 90 അടുത്ത് പാർട്ടിസിപ്പൻസ് സൂമിൽ വന്നിരുന്നു. അറൌണ്ട് 300 പാർട്ടിസിപ്പൻസ് ലിസൺഡ് ഇൻ അവർ യൂട്യൂബ് സ്ട്രീം ലൈവ്. ദാറ്റ്സ് വലിയ വിജയം തന്നെയാണ്. ഇപ്പോഴും ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സാറിന്റെ ഒരു ഇതാണ് ഒരു വൈൻഡിങ് സെറ്റപ്പിന്റെ മുമ്പിൽ ഞാൻ പറയുന്നത് കേൾക്കാവോ? ഓക്കെ സാറേ, പറയൂ സാർ. കേൾക്കാവോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. അല്ല, കൂടുതലായിട്ടൊന്നും പറയാനില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ചുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എല്ലാവരും നന്നായിട്ട് അവരവരുടെ റോൾ പ്ലേ ചെയ്തു. ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആയുർവേദത്തിന് അർബുദ രോഗ ചികിത്സയിൽ വളരെ കാര്യമായ ഒരു പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. ഞാനൊരു റിസർച്ചറുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടല്ല, ഒരു ക്ലിനീഷ്യന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ആധുനിക ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെയും കാഴ്ചപ്പാടുകളെയും സ്വാംശീകരിക്കുകയും അതുമായി സമരസപ്പെട്ടു പോയിക്കൊണ്ട് നമ്മുടെ ഒരു ഗവേഷണ പദ്ധതി നമ്മൾ ഉണ്ടാക്കണം. 1990 എൻ്റെ ആദ്യത്തെ കേസ്, ക്യാൻസറിൽ ഞാൻ ചികിത്സിച്ച കേസ് നമ്മുടെ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുകയും വളരെ നല്ലൊരു ഒരു അനുഭവമായിരുന്നു അത്. അതിനെ തുടർന്ന് നിരവധി അർബുദ രോഗികളെ കാണാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം എന്നെ കൊണ്ടെത്തിച്ചത് ആയുർവേദത്തിന് ഈ മേഖലയിൽ ഔഷധ ചികിത്സയിൽ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രെയിൻ ട്യൂമർ തുടങ്ങിയ കേസുകൾ, ബ്രെയിൻ ട്യൂമറിൽ വളരെ പോസ്റ്റ് സർജിക്കൽ ട്യൂമേഴ്സ്, അതിൽ നമുക്ക് വളരെ കാര്യമായ പലതും ചെയ്യാനുണ്ട്. എൻ്റെ ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഒരു ട്യൂമറ് ഒരു 40% 60% മുറിച്ചു മാറ്റിയിട്ടുള്ള ഒരവസ്ഥയില്
ആയുർവേദ ഔഷധം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫർദർ ഗ്രോത്ത് അവിടെ അറസ്റ്റ് ചെയ്യുകയാണ്, നോ റെക്കറൻസ്. 1986 മുതൽ, അതായത് കഴിഞ്ഞ 2000 മുതൽ 22 വർഷമായി കാണുന്ന രോഗികളും എൻ്റെ അടുത്തുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ട്യൂമർ സെൽസിന്റെ ഫർദർ ഗ്രോത്ത് നിർത്താൻ നമ്മുടെ ആയുർവേദത്തിന് കഴിയും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പല കാഷ്ടൌഷധികളും, ഉദാഹരണത്തിന് ഹല്ലാതകം നമ്മുടെ രോഗി ക്യാൻസർ രോഗി കൊടുത്തു കഴിഞ്ഞാൽ അത് മെറ്റാസ്റ്റാസിസിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ രോഗത്തിന്റെ വ്യാപനം, മെറ്റാസ്റ്റാസിസ് കുറയ്ക്കാൻ കഴിഞ്ഞാൽ തന്നെ ആ ചികിത്സയിൽ നമുക്കുള്ള റോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതെല്ലാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരവധി, ഓരോ ഡോക്ടർക്കും അവരവരുടേതായ ഫൈൻഡിങ്സ് ഉണ്ടാവും. ഇത് സ്വാംശീകരിച്ചുകൊണ്ട് ഒരു വളരെ ഫലവത്തായ ഒരു ഇന്റഗ്രേഷൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഇത്തരമൊരു പ്രോഗ്രാം, ഒരു വെബിനാർ സംഘടിപ്പിക്കുകയും അതിന്റെ സ്കോപ്പ്, നമ്മളൊരു അന്വേഷണാത്മകമായ ഒരു ഘട്ടത്തിലാണ്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കതിൽ ഭാഗമാക്കാവാം. അതിൽ ബഹുമാനപ്പെട്ട ആധുനിക വൈദ്യശാസ്ത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ നിരന്തരമായ സഹകരണവും അനുഭാവപൂർവമായ വർക്കും നമുക്ക് ആവശ്യമാണ്. അത് ക്ഷണിച്ചുകൊണ്ട് വിനീതമായി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സർ. ഇനി നമ്മുടെ അരുൺ സാർ അവൈലബിൾ ആണോ? സാറ് വിളിച്ചിരുന്നു. സാറ് ഒരു എമർജൻസി വൈഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാനുള്ളത് കൊണ്ട് സാറിനൊന്ന് പോകണം, കുറച്ചു നേരം ഔട്ടാകുമെന്ന് പറഞ്ഞിരുന്നു. സാറ് തിരിച്ചെത്തിയെന്നറിയില്ല. സാറ് ഇന്നായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഹലോ അരുൺ സാർ, സാറിനെ കേൾക്കുന്നില്ല. ഇനി നമുക്ക് ഡോക്ടർ ശ്രീകുമാർ സാറിനായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് സാറിന്റെ. ഡോക്ടർ ശ്രീകുമാർ സാർ. സാർ ഉണ്ടായിരുന്നല്ലോ സാറേ? സാർ ഓക്കെ സാർ. സബ്ജക്റ്റിലാണ് ഇപ്പോൾ നമുക്ക് ഡയറ്ററി ഹാബിറ്റ്സ് നമ്മുടെ ക്യാൻസറിനെ ഏതെല്ലാം തലത്തിലോ ആണ് മാറ്റം വരുത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പലപ്പോഴും പറഞ്ഞു നോൺ വെജിറ്റേറിയൻ ഡയറ്റ്സ്, ഇപ്പോൾ അതിൽ റെഡ് മീറ്റ്, ചിക്കൻ ആളുകൾ കിടന്നാണ്, ബീഫ്, മട്ടൻ, പിഗ്, അതുപോലെ എഗ്, അതിന്റെ പ്രിപ്പറേഷൻസ്, അതിന്റെ പലതരത്തിലൊന്നും ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അത് ഇന്ന് കാണുന്ന ക്യാൻസറുമായിട്ട് വല്ല ബന്ധമുണ്ടെന്ന് സാറിന്റെ ഒരു അഭിപ്രായത്തിലൊന്നും പബ്ലിക്കിന് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരു 100%. കാരണം ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ക്യാൻസറുമായിട്ട് നല്ല റിലേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നത്തെ ലൈഫ് സ്റ്റൈലിനകത്ത് ഫാസ്റ്റ് ലൈഫ് സ്റ്റൈൽ വന്നു, അതിനനുസരിച്ച് ഫാസ്റ്റ് ഫുഡ് കൂടി. ഫാസ്റ്റ് ഫുഡ് കൂടിയപ്പോൾ ഹൈലി പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ്, പ്രോസസ്ഡ് പ്രോട്ടീൻ, ഫാറ്റ്. ഇത് നോൺ വെജ് ആയാലും വെജിറ്റേറിയൻ ആയാലും ദിസ് ഈസ് വെരി വെരി ബാഡ്. ഇതാണ് ഇന്നത്തെ ഇപ്പോൾ വെജിറ്റേറിയൻ ഫാസ്റ്റ് ഫുഡ് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഗുഡ്, പല ടൈപ്പ് ഓഫ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റ് ആസ്പെക്ട് വരുമ്പോഴത്തേക്ക് ഞാൻ നോർമലി ഇപ്പം അതിനകത്ത് നോൺ വെജോ കഴിക്കുന്നതിൻ്റെ അല്ല, ഡൈജഷന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അവരുടെ ഹാബിറ്റ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരിക്കലും പ്രോസസ്ഡ് ഫുഡ് അല്ല കഴിക്കേണ്ടത്. ഫ്രഷ് ആയിട്ടുള്ള ഫുഡും എത്രയും പ്രോസസ്സിങ് കുറയുന്നോ അത്രയും നല്ലതായിട്ടാണ്. സോ ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ സിമ്പിളായിട്ടുള്ള ഫുഡ് വെജിറ്റേറിയനിലാണ്. വെജിറ്റേറിയൻ ഫുഡ് ആണ് ഇനിഷ്യൽ സ്റ്റേജിൽ നല്ലത്. അവർ റീകൂപ്പ് ചെയ്ത ഒരു ലെവൽ ഓഫ് ഡൈജഷൻ ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ നോൺ വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജ് കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് രീതിയിൽ ഇപ്പോൾ ഫ്രൈഡ് ഫുഡോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല കൊടുക്കേണ്ടത്. അതിനനുസരിച്ചുള്ള രീതിയിൽ സ്റ്റീംഡ് കൊടുക്കാം, ബോയിൽഡ് കൊടുക്കാം. അപ്പം നമ്മൾ പല രീതിയിലുള്ള നോൺ വെജ് പ്രിപ്പറേഷൻസ് വേണേൽ കൊടുക്കാം. ഈവൻ വെജിറ്റബിൾ ഫുഡ് പോലും ഞാൻ കൂടുതലും കൂടുതലും വെജിറ്റേറിയൻ പ്രോട്ടീൻ ആയിരിക്കും എപ്പോഴും പ്രിഫറബിൾ. സ്പ്രൗട്ട്സ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കൂടുതൽ കഴിക്കുകയായിരിക്കും. ആൻഡ് കേരളത്തിനെ സംബന്ധിച്ച് എസ്പെഷ്യലി പ്ലെന്റി ഓഫ് കോക്കനട്ട്. സോ കോക്കനട്ട് മിൽക്ക് അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്യാം. സോ കോക്കനട്ട് ഓയിൽ ഈസ് ഗുഡ്. അത് അൺപ്രോസസ്ഡ് വെർജിൻ കോക്കനട്ട് ഓയിൽ
ഇതൊക്കെ ധാരാളം നമ്മളെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളിനകത്ത് വരുന്നുണ്ട്. സോ പേഷ്യൻറ്റിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ടോളറേറ്റ് ചെയ്യാം. ഇതാണ് നോർമലി ഒരു പ്രോസസ്സിങ് അധികം ഇല്ലാത്ത ഫുഡിനകത്തൂടെ നമ്മൾ പോകുന്നത്. താങ്ക് യു സർ. അടുത്ത സംശയം, ഇപ്പൊ ഒന്ന് മാർക്കറ്റിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ്, റിവേഴ്സ് ഓക്സിഡേഷൻ സ്പീഷീസ്, ഇതിന്റെ ഒരു സാധ്യതകൾ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ, നമ്മളെ ഫ്രീ റാഡിക്കൽസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട്. സാറ് ന്യൂട്രീഷൻ മെഡിസിൻ ആയതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം. എത്രത്തോളം അതിന്റെ സാധ്യതകൾ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഈ റിവേഴ്സ് ഓക്സിഡേഷൻ അതുപോലെ ആന്റി ഓക്സിഡന്റുകളുടെ ഒരു സാധ്യത അല്ലെങ്കിൽ അതിന് വല്ല ഫലപ്രാപ്തി ഉണ്ടോ? ഇല്ല, ഇതിനകത്ത് ഒരു ഏറ്റവും വലിയ ചലഞ്ച് ഉള്ളത് ഇപ്പം എസ്പെഷ്യലി ഇപ്പൊ ഇത് ക്യാൻസറിന്റെ ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, ക്യാൻസർ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു വെദർ യു ക്യാൻ ഗിവ് ഇപ്പൊ നമ്മൾ പറയുന്നില്ല, അലോപ്പതി കീമോതെറാപ്പി ആയിരിക്കാം, ന്യൂട്രിയൻസ് ആയിരിക്കാം, ആയുർവേദം ആയിരിക്കും, എന്ത് മെഡിസിൻ കൊടുക്കുമ്പോഴും ദാറ്റ് ഈസ് ദി ഡോസേജ് വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പം ആന്റി ഓക്സിഡൻസ് എന്ന പേര് തന്നെ ഫ്രീ റാഡിക്കൽസിനെ അത് ചെറുക്കുന്നതാണ്. അപ്പൊ എന്ന് പറഞ്ഞ് എല്ലാ ആന്റി ഓക്സിഡൻസ് എടുത്ത് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റത്തില്ല. സോ ഓരോ ഇൻഡിവിജ്വലിനെ ഇപ്പം ഒരു ആന്റി ഓക്സിഡന്റോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ പല കണ്ടീഷൻസ് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കാം. ഇപ്പൊ ജനറൽ ആയിട്ട് ഇപ്പൊ ചിലര് ആന്റി ഓക്സിഡന്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ എനിക്കൊന്ന് ശ്രീജിത്തൊക്കെ പറഞ്ഞോലെ പശുഗന്ധ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് കഴിക്കുമ്പോൾ you are getting lot of antioxidants, especially herbs ഉം നാച്ചുറൽ ഫുഡും കഴിക്കുമ്പോഴത്തേക്ക് you are getting lot of antioxidants. ബ്ലൈൻഡ് ആയിട്ട് ആന്റി ഓക്സിഡന്റ് പിൽസ് മേടിച്ച് കഴിക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ഇപ്പൊ ഒരു ഫിസിഷ്യനോ അതിനെപ്പറ്റി അറിയാവുന്ന ഒരു ഡോക്ടർ പറഞ്ഞു വെച്ചത് കഴിക്കുകയാണെങ്കിൽ then there should be നമ്മൾ പറയുന്ന ഒരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത് ഒരു ഡോക്ടർ കൊടുക്കുന്നത്. ഒരു ജസ്റ്റ് ലൈക്ക് എനിത്തിങ് നമ്മൾ ചുമ്മാ കഴിക്കുന്നതല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് ഹാസ് ടു ബി മെഷേർഡ് പ്രോപ്പർലി. ഞങ്ങളത് മോണിറ്റർ ചെയ്യും, അത് റിസൾട്ടും ബാക്കിയുള്ളതായിട്ട് മോണിറ്റർ ചെയ്ത് വെച്ച് ഡോസേജ് കറക്റ്റ് ഔട്ട് ചെയ്യണം. പിന്നെ ഒരു ആന്റി ഓക്സിഡൻസ് മാത്രമല്ല ഒരു ന്യൂട്രീഷണൽ തെറാപ്പി എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം മിനറൽസ് ടു ആന്റി ഓക്സിഡൻസ്. മിനറൽസ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം. ആന്റി ഓക്സിഡൻസ് കൊടുത്തു മിനറൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു മീനിങ്ങും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ആന്റി ഓക്സിഡൻസ് ഒരു ബ്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്നതിനോടല്ല, അതിനു മുമ്പേ മിനറൽസിന്റെ പല ഷോർട്ട് ഫോൾസ് നമുക്ക് ഇതിൽ നിന്ന് പല ടൈപ്പ് ഓഫ് ഞങ്ങൾ കുറെ അനാലിസിസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. അത് കറക്റ്റ് ചെയ്തുകൊണ്ട് then you can give ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും കൊടുത്തു കഴിയുമ്പോൾ മാത്രമേ പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യുള്ളൂ. സോ ബ്ലൈൻഡ് ടേക്കിംഗ് ഈസ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. ഒരു ശരിക്കും പറയുകയാണല്ലോ ഇങ്ങനത്തെ ഒരു ഫോറത്തിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, കാരണം നമ്മൾ പ്രാക്ടിക്കലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓൺ ഇന്റഗ്രേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു പേഴ്സണലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പേഴ്സണലൈസ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസീസ് മാർക്കർ അല്ല ഇമ്പോർട്ടൻറ്റ്, പേഴ്സണൽ ഹെൽത്ത് മാർക്കറാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. സോ ഹെൽത്ത് മാർക്കേഴ്സിനെ ഡിഫൈൻ ചെയ്തിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അന്നേരമാണ് ആന്റി ഓക്സിഡൻസിന്റെ നമ്മളൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഗിവിങ് എ വൈറ്റമിൻ ഓർ എ മിനറൽ ഓർ എ ആന്റി ഓക്സിഡന്റ്, അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് കൂടെ അറിയേണ്ടത് ഒരു ഡോക്ടറുടെ കടമയാണ്. എസ്പെഷ്യലി then only it can be repeated, then only it becomes a science. ഇപ്പം നേരത്തെ പലരും പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ചില കഴിവുണ്ടായിരിക്കും, ഓരോരുത്തരോരോ ട്രീറ്റ് ചെയ്ത് പലരും സുഖപ്പെട്ടു പോയി കാണും. പക്ഷേ ഇറ്റ് ഹാസ് ടു be duplicated not by 1 or 2, it has to be duplicated to thousands of doctors who are practicing. അതിനനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഓറിയന്റഡ് അല്ലെങ്കിൽ ടാർഗറ്റ് ഓറിയന്റഡ് സയന്റിഫിക് എക്സ്പ്ലനേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. ഇൻ പ്രിൻസിപ്പിൾ ആന്റി ഓക്സിഡൻസ് വർക്ക് ചെയ്യും. കാരണം ആന്റി ഓക്സിഡന്റ് ഈസ് ആക്ച്വലി ഫ്രീ റാഡിക്കൽസിനെ ബ്ലോക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുന്നതാണ്. പക്ഷേ എങ്ങനെ കൊടുക്കണം, എത്ര കൊടുക്കണം, ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി വെൻ യു മിക്സ് ഓൾ ദി നാച്ചുറൽ. ഇപ്പം ഞാൻ എസ്പെഷ്യലി ധാരാളം നാച്ചുറലും ഹെർബൽ ഫുഡും അല്ലെങ്കിൽ ഹെർബൽ സപ്ലിമെന്റ്സും ഹെർബ്സ് ധാരാളം യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി അശ്വഗന്ധ ഈസ് വൺ ഓഫ് ദി കീൻ ആൻഡ് കുർക്കുമിൻ ഈസ് അനദർ തിങ്. പിന്നെ വേറെ ഇതിൻ്റെ കൂടെ ഒരിക്കലും ക്യാൻസർ മാത്രമായിരിക്കത്തില്ല, വേറെ പല അസുഖങ്ങളും കാണും. അതിനനുസരിച്ച് തന്നെ പല ടൈപ്പ് ഓഫ് ഹെർബൽ ഇതും ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ ഇതിനകത്ത് തന്നെ ആയുർവേദിക് ഡോക്ടേഴ്സ് ഉണ്ട്, ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്, നാച്ചുറോപ്പതിക്കാരുണ്ട്, യോഗ മെഡിറ്റേഷൻ. സോ ദർ ഇസ് എ മിക്സിങ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്റഗ്രേഷൻ ശരിക്കും നടക്കുന്നുണ്ട്. സോ ഓൺലി തിങ് എവറിഥിങ് ഹാസ് ടു ബി എക്സ്പ്ലെയിൻ ചെയ്യണം, സയന്റിഫിക് ആക്കണം. താങ്ക് യു സർ.
നമ്മുടെ ചാറ്റ് ബോക്സിൽ ഡോക്ടർ പ്രശാന്ത് ഗോവിന്ദ് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ശ്രീജിത്ത് ഡോക്ടർ കുറെ പേഴ്സണലായിട്ട് മറുപടി അയച്ചിട്ടുണ്ട്. പ്രശാന്ത് ഗോവിന്ദ്, യു ക്യാൻ അൺമ്യൂട്ട് ദ മൈക്ക് ആൻഡ് ആസ്ക് ദ പാനലിസ്റ്റ്. പ്രശാന്ത് ഉണ്ടോ ഇവിടെ? ഇനി ഓപ്പൺ സെഷൻ ആണ്, ആർക്ക് വേണമെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാം. ഇത് ഒരു ഓപ്പൺ സെഷൻ ആയി, നിങ്ങളൊരു ഇന്റഗ്രേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഡോക്ടേഴ്സിനും അതുപോലെ മറ്റു ആളുകൾക്കൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഓക്കെ, താങ്ക് യു സർ. Dr. Arshad, Dr. Prashant here. പ്രശാന്ത്, ഓക്കെ. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ സ്കാമസ് സെൽ കാർസിനോമ ആയിരുന്നു. അത് ഫസ്റ്റ് 2 years ബാക്ക് ഇത് വരികയും അങ്ങനെ സർജിക്കൽ പ്രൊസീജിയർ വിത്ത് കീമോ ഒക്കെ ചെയ്ത്, അപ്പൊ ആഫ്റ്റർ 2 years അത് റെക്കറൻസ് വന്നു. ദെൻ അഗൈൻ അത് ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ആ പേഷ്യന്റിന് നമുക്ക് സർജിക്കൽ പ്രൊസീജിയറിലേക്ക് പോവാതെ എന്ത് ആയുർവേദിക് പെർസ്പെക്റ്റീവിലൂടെയോ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യാൻ പറ്റുന്ന ആണ് എന്റെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഞാൻ ഡോക്ടർ ശ്രീജിത്ത് സാറിനോട് ജസ്റ്റ് ചോദിച്ചു മാത്രം, ബാക്കിയുള്ളവർക്കും ജസ്റ്റ് എന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാവുന്നതാണ്. താങ്ക് യു സർ. Anyone can answer this question? Dr. Sandil Kumar, Dr. Ajil Kumar and Dr. Vinu Krishnan also here. അവർക്ക് ആർക്കെങ്കിലും ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാം നമുക്ക് പാനലിസ്റ്റിൽ. ചോദ്യം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ ഡോക്ടർ പ്രശാന്ത് ഗോവിന്ദ്? നമ്മളെ സ്ക്വാമസ് കാർസിനോമ ഏത് ഭാഗത്തായിരുന്നു സർ? പ്രശാന്തിന് അൺമ്യൂട്ട് ആക്കാം. ഓറൽ ക്യാവിറ്റി സർ. ഓറൽ ക്യാവിറ്റി. അതെ സർ. ഏറ്റവും വലിയ ഒരു ചാലഞ്ച് ഞാൻ ഇവിടെ ഏറ്റവും ഡോക്ടർ മാത്യു സാർ ആഴ്ച ഒരു 3 ലെറ്ററെങ്കിലും എഴുതുമായിരുന്നു ടു ഓങ്കോ സർജൻസ് ലൈക്ക് ഓറൽ, ബിക്കോസ് വാട്ട് ഹി ഹാസ് ഓൾവേസ് ഫൗണ്ട്, കാരണം സാറിൻ്റെ ഈ യങ് ഡേയ്സ് എന്ന് പറയാവുന്ന ആ ടൈമിൽ CA സെർവിക്സ് ആൻഡ് ഓറൽ CA വാസ് സോ റാമ്പൻറ്റ്. ഗുഡ്ക അങ്ങനെയൊക്കെ പല ശീലങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒരു സമയത്ത്, ജർദ വോട്ടെവർ. അപ്പോൾ വാട്ട് ഹി ഹാഡ് ഫൗണ്ട് ദ ബെസ്റ്റ് ആൻഡ് ദാറ്റ് വാസ് ഹിസ് റെഗുലർ പാറ്റേൺ come what may, was total dental extraction ചെയ്തിട്ട് send for radiation. He said that he hardly met failures, so he was very much against surgery, but then that doesn't go in coherence with the current practice. And then what he laments is that definitely in the next 1 or 2 or maximum 3 years recurrence കണ്ട് he was so upset. നമ്മൾ അവസാനം അവിടുത്തെ OPD-യിൽ ഞാൻ പോയി നിൽക്കും, ഓറൽ ചെയ്യാണോ സർജറി കഴിഞ്ഞോ, ദയവ് ചെയ്ത് സാറിന് മൂഡ് ഓഫ് ആക്കണ്ടെന്ന്. ലൈക്ക് ഹി വാസ് സോ അപ്സെറ്റ്, ഹി വുഡ് ബി സോ ആംഗ്രി വിത്ത് വാട്ട് ഹാസ് ഹാപ്പൻഡ്. ആൻഡ് ദെൻ ദ ലെറ്റർ ഇസ് ജസ്റ്റ് ലൈക്ക് ഹി ഗെറ്റ്സ് ഇമോഷണലി ഡിസ്റ്റർബ്, ബിക്കോസ് ഇത്രയും സിമ്പിളായിട്ട് മാറ്റാവുന്ന കേസ് ഇവർ, ഐ ഡോണ്ട് നോ, ഹി വാസ് ഓൾവേസ് അപ്സെറ്റ്. സോ റെക്കറൻസ് ഇസ് റിയാലിറ്റി ആൻഡ് ഹാർഡ്ലി, ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഒരു 1 finger വിട്ട് പോലും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഓറൽ ക്യാവിറ്റി, ജസ്റ്റ് മെസ്, absolute mess. So I don't know, I mean there should be definitely some solution, but whatever I have seen with him, hardly anything could be done. So doctor, you are talking about so what about the tongue, the sir, entirely oral cavity means entirely the tongue itself. Trigon ulpade everything of that area, it always the case. So he relied on radiation very heavily. And that was great. Of course, and ഒരു hangover ഒക്കെ ഉണ്ടാവും, റേഡിയേഷൻ്റെ agreed, so those things are there, but that was total cure. But ഇതിലെന്താ പറയാ, I am communicating what I saw with him, but we just remain optimistic. ചിലപ്പം സിദ്ധയിലോ അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലോ there may be some great solutions to it. So no, we just hope that is the reality. Things are out of hand അല്ലേ, അതല്ലേ കുഴപ്പം. Prashant, I will share my experience, because basically I am ഞാനും oral cavity head and neck surgeon ആണ് basically. അതുകൊണ്ട് തന്നെ even before that I used to do ഇപ്പൊ ഇത് ഈ പറയുന്ന പോലെ തന്നെ maybe 20 years back I used to do all surgeries, all type of neck surgeries. ഇപ്പോഴിപ്പോൾ if it is coming as a recurrence പറയുകയാണെങ്കിൽ I don't send the patient for any surgery. I will only put the patient for a nutritional intervention and then send the patient for radiotherapy. It is not for surgery. And I have seen fantastic results, especially because I am Kochilana, so I am actually preparing a lot of cases for Dr. Iyer, especially head and neck
മാലിഗ്നൻസി, ബിക്കോസ് ഞങ്ങൾ ഒരുമിച്ച് കുറെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. സോ പല മാലിഗ്നൻസിയിലും I prepare the case, and sometimes what we have seen is we don't need to undergo any surgical intervention. പല സർജിക്കൽ സർജറി ചെയ്യണമെന്ന് പറയുന്ന കേസ് പോലും ഫൈനലി സിമ്പിൾ റേഡിയേഷൻ മാത്രം ചെയ്ത് റേഡിയേഷൻ വിത്ത് ന്യൂട്രീഷൻ ചെയ്ത് പേഷ്യൻ്റ് ഈസ് ലുക്കിംഗ് വെരി ഗുഡ്. സോ സർജറി ഈസ് നോട്ട് ദി better solution for especially squamous cell carcinoma of the oral cavity. Prepare the patient, and radiotherapy is a very good center. Radiotherapy will be the ideal integrative session. This is what I feel. Thank you, sir. Anyone has to add? Dr. Sandil Kumar, Dr. Ajal Kumar, Dr. Vinu Krishnan. ആർക്കെങ്കിലും ഇതിൽ ആഡ് ചെയ്യാനുണ്ടോ? ക്വസ്റ്റ്യൻസ് വളരെ ഓക്കെ സാർ. അവരുടെ ബാക്കി ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്നും കൂടെ അറിഞ്ഞാൽ തിരക്കിടില്ല. അവരോട് നേരെ സംസാരിക്കുകയാണെങ്കിൽ he is very healthy. He is very healthy, and he's having good sattva also. age age is 60. വേറെ അസുഖങ്ങളൊന്നും വേറെ ഡയബറ്റിക്കോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആയുർവേദ മരുന്ന് ഇതിലേക്കായിട്ട് എടുക്കുകയാണെങ്കിൽ കുറെ ഗുണം കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഗ്രോത്തിനെ പലർക്കും അതുമാതിരി കൺട്രോൾ ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഓവറോൾ ഇമ്മ്യൂണിറ്റി കൂട്ടുക. സർജറിക്ക് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. റേഡിയേഷൻ വേണമെങ്കിൽ ചെയ്താൽ നന്നാവും. ലോക്കലൈസ്ഡ് റേഡിയേഷൻ നിങ്ങൾ ചെയ്തിട്ട് ബാക്കി മരുന്ന് ഇതിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണം കിട്ടുമായിരിക്കും. ഓക്കെ. ഡോക്ടർ സന്ദിൽ കുമാർ. ഹലോ, ഡോക്ടർ സന്ദിൽ കുമാർ ഉണ്ടോ? Can you hear me, sir? As he said, after the surgical correction, surgical removal, so we can go for Siddha medicine. So we go for we have drugs like triple wash we do give, triple gargling we do give, so that will be very helpful. You can also continue that we have Kalnar platform also to apply over, but also you can do. Thank you, sir. And Dr. Vinu Krishnan. Vinu Krishnan, ഡോക്ടർ ഉണ്ടോ ഇവിടെ? കേൾക്കാമോ ഡോക്ടർ വിനു? യൂട്യൂബിൽ നമ്മൾക്ക് കുറെ ആളുകൾ ക്വസ്റ്റ്യൻ ഉണ്ട്, ഓരോന്നായിട്ട് വായിക്കാം. വിനു കൃഷ്ണൻ, ഡോക്ടർ വിനു കൃഷ്ണൻ കേൾക്കാമോ? ഡോക്ടർ വിനു കൃഷ്ണൻ ഇല്ലാതെ തോന്നുന്നു അല്ലേ? ഓക്കെ. ഹലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂട്യൂബിൽ വന്ന മറ്റൊരു ചോദ്യമാണ് സാജിദ മുംതാസ്. അസറ്റൽ ഈസ് കോഎൻസൈം ക്യൂട്ടൻ ഈസ് യൂസ്ഡ് ഇൻ ക്യാൻസർ തെറാപ്പി. ഇത് ശ്രീകുമാർ സാറിനായിരിക്കും കുറച്ചുകൂടെ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു പാർട്ടിസിപ്പന്റ് ചോദിച്ച ക്വസ്റ്റ്യൻ. കോഎൻസൈം ക്യൂട്ടൻ ക്യാൻസർ തെറാപ്പിയിൽ യൂസ്, പക്ഷേ ക്യാൻസർ തെറാപ്പിയിൽ ഫെറ്റീഗോ ക്ഷീണമോ അല്ലെങ്കിൽ മറ്റുള്ള മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ കോഎൻസൈം ക്യൂട്ടൻ ആഡ് ചെയ്യും. എസ്പെഷ്യലി പേഷ്യൻ്റ് അസോസിയേറ്റഡ് വിത്ത് കോമോർബിഡിറ്റീസ്, വേറെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു ആക്ഷൻ ഒന്നുമില്ല കോഎൻസൈം ക്യൂട്ടൻ. ഇറ്റ് ഈസ് എ ജനറൽ ആൻറ്റി ഓക്സിഡൻറ്റ് വിച്ച് ഇസ് ബോഡി മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ക്ഷീണം പലപ്പോഴും പേഷ്യൻസിന് ക്ഷീണമായിരിക്കും, അതുകൊണ്ട് തന്നെയാണ് കോഎൻസൈം ക്യൂട്ടൻ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം ഇൻ ദാറ്റ് കേസ്. സ്പെസിഫിക് ഒരു മാലിഗ്നൻസിക്ക് എതിരായിട്ടൊന്നും ഉള്ളതല്ല. Okay.
ഹലോ ഹലോ, മമ്മിക്കുട്ടി നിങ്ങൾക്ക് കേൾക്കാവോ? ഇത്രയാണല്ലോ എഴുതിയത്. എനിക്ക് തോന്നുന്നത് ജനറ്റിക് എൻവയോൺമെന്റിന്റെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അയാൾ ഉദ്ദേശിച്ചത് തോന്നുന്നു. എന്തെങ്കിലും പാരമ്പര്യമായിട്ട് ഇങ്ങനെ എനിക്കും വരാൻ സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു സംശയമായിരിക്കും അദ്ദേഹത്തിന്റെ ചോദ്യം. ബാക്കി ചോദ്യം മുഴുവനല്ല. മറ്റൊരു ചോദ്യം ഉള്ളത്, ഗോൾ സ്റ്റോൺസിന് ഏത് ട്രീറ്റ്മെന്റ് ആണ് ബെസ്റ്റ്? ഗോൾ സ്റ്റോൺസ് നമ്മളെ സബ്ജക്റ്റ് അല്ല, എന്നിരുന്നാലും ഹലോ കേൾക്കാവോ? മമ്മിക്കുട്ടി അൺമ്യൂട്ട് ചെയ്യോ? മമ്മിക്കുട്ടി മമ്മിക്കുട്ടി പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ സാർ, ഞാൻ എന്റെ ഫാമിലിയുടെ ഈ ഒരു ഹിസ്റ്ററി പറഞ്ഞത് മാത്രം. അതായത് എൻ്റെ ഉമ്മ 39 വർഷം മുമ്പാണ് ക്യാൻസർ ബാധിച്ച് മരണപ്പെടുന്നത്. അതുപോലെ അന്ന് കീമോ ഒന്നും ഉണ്ടായിരുന്നില്ല, റേഡിയേഷൻ ആയിട്ട് ചെയ്തിരുന്നത് അമല ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ഇപ്പൊ 5 വർഷം മുമ്പാണ് വൈഫിന്റെ ഉപ്പ ക്യാൻസറായിട്ട് മരണപ്പെട്ടു. ഇപ്പൊ 1 മാസം മുമ്പാണ് വൈഫിന്റെ ഉമ്മ യൂട്രസ് ക്യാൻസറായിട്ട് മരണപ്പെട്ടു. വൈഫിന്റെ ഉമ്മക്ക് പല ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു, പക്ഷെ വളരെ ഫാസ്റ്റ് സ്പ്രെഡിങ് ആയിരുന്നു. വിത്തിൻ 3 months മറ്റു പല ഓർഗൻസിലും ബാധിച്ചു, ലങ്സിലും ഇൻഡസ്ട്രിയിലും ബാധിച്ചു. 3 മാസം കൊണ്ട് തന്നെ മരണപ്പെടുകയും ചെയ്തത്. എന്താണ് ചോദ്യം? എന്തായിരുന്നു? പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് ഈ ഒരു വിഷയം ആയതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ഇനി നമ്മുടെ പാനലിലുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. ഡോക്ടർ ഇവിടെ ഉള്ള ആർക്ക് വേണമെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. ഓപ്പൺ ഫോറം ആണ്. നമ്മുടെ ഇത്രയും നമ്മൾ ഹോസ്പിറ്റലൊക്കെ ബുക്ക് ചെയ്ത് കാണിക്കേണ്ട അത്രയും പ്രശസ്തരായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആളുകളാണ്. നിങ്ങളുടെ അവസരം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇനി ബാക്കി സംശയങ്ങളുള്ള ആളുകളൊക്കെ നമ്മുടെ നമ്പർ ഉണ്ട്, നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഡോക്ടർമാരായിട്ടുള്ള കോണ്ടാക്ട്സ് നമ്മൾ തരുന്നതാണ്. നമ്മളെ ലിങ്കിലും അതുപോലെ യൂട്യൂബിലെല്ലാം ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്, അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഈ ഡോക്ടർമാരായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് നിങ്ങളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യിച്ചു തരുന്നതാണ്. ഇനി ഫൈനൽ പറഞ്ഞോളൂ. അജിത് കുമാർ ഡോക്ടറാണ്. അത് ഡോക്ടർ അശ്വഗന്ധയുടെ ഉപയോഗം പ്രോസ്റ്റേറ്റ് കാർസിനോമയിൽ സാധാരണ പാടില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അത് അശ്വഗന്ധ ഉപയോഗം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണെന്ന് സാറ് പറഞ്ഞപ്പോൾ അത് കൊടുക്കാന്നാണ് ക്ലാസ് കേട്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ തരത്തില്ല. ഹലോ, കേട്ടോ സാറേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അശ്വഗന്ധ നിങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക് ഉപയോഗിക്കാം. നമുക്ക് അശ്വഗന്ധ ഒരു ക്യാൻസറിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നല്ല വിഷയം. നമുക്ക് ആ ആളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെ, മോഷൻ എങ്ങനെ, എത്രത്തോളം ഹീറ്റ് ബോഡിയിൽ നിൽക്കുന്നുണ്ട്, ഈ അവസ്ഥകൾ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ട് വേണം അതിന്റെ കൂടെ ജോയിന്റ് ചെയ്യുന്ന മരുന്നുകൾ ഉപയോഗിക്കാൻ. ആസച്ച് വെറുതെ അശ്വഗന്ധ മാത്രം നിങ്ങൾ കഴിച്ചാൽ ശരിയാവില്ല. അതിന് നിങ്ങൾക്ക് ആ ആൾക്ക് തരുന്ന ഡോസും അതിന്റെ കൂടെ തരുന്ന അനുപാനം ഇതൊക്കെ അതിന് വളരെ പ്രധാനമാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസറിലേക്ക് അശ്വഗന്ധ കൊണ്ട് യാതൊരു ദോഷം വരില്ല. പക്ഷെ എന്ന് കരുതിയിട്ട് അശ്വഗന്ധ മാത്രം കഴിച്ചാൽ ശരിയാവില്ല. അവരുടെ പൊതുവെ അശ്വഗന്ധയ്ക്ക് കുറച്ചൊരു ഉഷ്ണ സ്വഭാവം ഉണ്ട്. അപ്പൊ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഈ അശ്വഗന്ധനെ തന്നെ പാലിൽ പുഴുങ്ങി എന്നിട്ടാണ് പൗഡർ ചെയ്തിട്ട് നമ്മളത് ഉപയോഗിക്കുക. അതിന്റെ കൂടെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുള്ള ഒരു അഡ്ജുവന്റ് മെഡിസിനും കൂടെ പോകണം. അപ്പോഴാണ് അത് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ആയുർവേദം. അല്ലാതെ നമുക്ക് ഒരു ക്യാൻസറിന് ഒരു മരുന്ന് അങ്ങനെ ഒരിക്കലും ശരിയാവില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞേ കേട്ടിട്ടോ എവിടെന്നെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു മരുന്ന് മാത്രമായിട്ട് കഴിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ആ ശരീരത്തിലേക്കുള്ള ഒരു കോമ്പിനേഷൻ കഴിക്കുകയാണെങ്കിൽ 100% അതിന് റിസൾട്ട് കിട്ടും. പ്രോസ്റ്റേറ്റ് ക്യാൻസറിലൊക്കെ നമുക്ക് ആയുർവേദത്തിൽ വളരെയധികം റിസൾട്ട് ഉള്ള ഒരു ഭാഗമാണ്.
അതിന് നിങ്ങൾക്ക് ഉടനെ അതിന്റെ കൂടെ ചെല്ലുന്ന മരുന്നുകൾ വളരെ പ്രാധാന്യമാണ്. ഹലോ, താങ്ക് യു സർ. ശരി. അപ്പൊ സാറേ, ഞാൻ ഒരു സംശയം ചോദിക്കാം. അപ്പൊ ഈ ക്യാൻസർ ആയതിന് ശേഷം ഒരുപാട് ഈ മേഖലയിൽ പഠനങ്ങളും വായിച്ചതിന്റെ അടുത്തടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ പല മെഡിസിൻസും നമ്മുടെ ആക്ഷൻസ് ഈ നമ്മളെ പർട്ടിക്കുലർ ഇന്ന രോഗങ്ങളിൽ ഇന്നതായിട്ടുള്ള കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് മോഡേൺ മെഡിസിൻ ആണെങ്കിൽ നമ്മൾ ടാർഗറ്റഡ് തെറാപ്പി എന്നുള്ള തെറാപ്പി, ഇപ്പോൾ റൈറ്റ് കോളണിലുള്ള ട്രീറ്റ്മെന്റ് അല്ല ലെഫ്റ്റ് കോളണിൽ വരുമ്പോൾ, ഞാനിപ്പോൾ അരുൺ സാറായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിന്റെ എംബ്രിയോണിക് ഒറിജിനൊക്കെ വെച്ചിട്ട് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട് ഓരോ ഇൻഡിവിജ്വൽ രോഗങ്ങൾക്കും ഇൻഡിവിജ്വൽ ഡ്രഗ് ഓഫ് കോമ്പിനേഷൻസ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള റിസർച്ച് സ്റ്റഡികൾ ആയുർവേദത്തിൽ ഇപ്പോൾ ശ്രീത് സാറിൻ്റെ കൂടെ, അതുപോലെ അജൽ കുമാർ സാർ, സെന്തിൽ കുമാർ, ഡോക്ടർ വിനു കൃഷ്ണൻ, ഹോമിയോ അവരിലുണ്ട്. അങ്ങനെ ഒരു സ്പെസിഫൈഡ് ആയിട്ട് ഇന്ന ഡ്രഗിൽ ടാർഗറ്റഡ് തെറാപ്പി പോലെ ചെയ്യാവുന്ന വല്ല ട്രീറ്റ്മെന്റ് മെത്തഡോളജി എന്ന് മറ്റ് സിസ്റ്റങ്ങളിൽ അവൈലബിൾ ആണോ? ഇതിൽ പ്രാക്ടീസുള്ള ആൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയട്ടെ, മറുപടി പറയട്ടെ. പറഞ്ഞോളൂ. നമുക്ക് ആയുർവേദത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്കും എഫക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഒരു വ്യാഘ്രാതി കഷായം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അപ്പർ ബോഡിയിൽ, എസ്പെഷ്യലി തലയിലേക്ക് വരുന്ന ബ്ലോക്കുകളെ ക്ലിയർ ചെയ്യാൻ വളരെ ഫലപ്രദമാണ്. അതേപോലെ ഇന്ദുകാന്തം കഷായം അല്ലെങ്കിൽ ദശമൂല കടത്രയും എടുക്കുകയാണെങ്കിൽ അത് ചെസ്റ്റിന്റെ ഭാഗത്തേക്ക്. ഇങ്ങനെ നമുക്ക് ഓരോരോ ഭാഗത്തേക്ക് തന്നെ കൃത്യമായിട്ട് പറയുന്നത്. ഇപ്പൊ ബ്രെയിനിൽ നിൽക്കുന്ന ഒരു ട്യൂമർ ആണെങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള മരുന്നുകൾ ആ കോമ്പിനേഷൻ തന്നെ വേറെ രീതിയിലാണ് കൊടുക്കുക. അതേപോലെ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു രോഗം, ക്യാൻസർ തന്നെ ഇപ്പൊ നമുക്ക് ഇൻഡസ്റ്റൈനിൽ വന്നു, അഡിനോ കാർസിനോമ വന്ന ഒരാൾക്ക് അടുത്തത് ഇൻഡസ്റ്റൈനിൽ തന്നെ വേറെ ഒരു ഭാഗത്ത് വരണമെന്നേ ഇല്ല. അത് പിന്നെ വരുന്നത് നേരെ പോയിട്ട് ലിവറിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് ഇത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ ഇതിന്റെ ചില പാർട്ടിക്കിൾസ് പോയിട്ട് അത് എവിടെ പോയി ഓൺസെറ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതിന് കൃത്യം ഒരു ഇന്ന് സയന്റിഫിക് എവിഡൻസ് ഒന്നും ഇല്ല ഇതിന്. ലിവറിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് ലിവറിലാണ്. എന്താ അത് ലിവറിൽ തന്നെ പോയിട്ട് വരാൻ കാരണം, എന്താ അത് ഇൻഡസ്റ്റൈൻ്റെ തൊട്ടടുത്ത ഏരിയയിൽ വരാത്തത് എന്നുള്ളതിന് കൃത്യമായിട്ടൊരു ഇതില്ല. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൂടുതൽ ഈ ബ്ലഡ് സ്ട്രീമിലൂടെ പോകുന്ന ക്യാൻസർ ടിഷ്യൂകളുടെ മൂവ്മെന്റിലൂടെ മാത്രമല്ല ക്യാൻസർ വരുന്നത്, നേരെ പോയിട്ട് ബ്രെയിനിൽ വരും ചിലർക്ക്. അപ്പം ഈ ക്യാൻസർ വരാവുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ആവുന്നതാണ് ഇതിന്റെ പ്രധാന വിഷയം. ഇപ്പം നമ്മൾ പറയുന്നത് ആയുർവേദത്തിൽ പ്രത്യേകിച്ച് പറയുന്നത് നമ്മൾ അത്യുഷ്ണമായിട്ടുള്ള ഭക്ഷണങ്ങൾ, വളരെ ഡ്രൈ ആയിട്ടുള്ളത്, അതേപോലെ വിദാഹി ആയിട്ടുള്ളത്, വിദാഹം എന്ന് പറഞ്ഞാൽ ഉളുപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്, ഇങ്ങനത്തെ ഭക്ഷണങ്ങളെ കൊണ്ട് നമ്മൾ ചിലപ്പോൾ കഴിച്ചാൽ പിറ്റേന്നേക്ക് തന്നെ ചിലപ്പോൾ നമുക്കൊരു ബോയിൽ ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ബോയിൽ വരാം. അത് സാധാരണ ബോയിലായതുകൊണ്ട് നമ്മൾ അതിനെ കാണുന്നില്ല, പക്ഷെ അതിനെ ശ്രദ്ധിക്കുന്നില്ല. തന്നെ 2 ദിവസം കൊണ്ട് ഭക്ഷണം ഒന്ന് ക്രമീകരിച്ചാൽ തന്നെ പോകും. അല്ലേ നമ്മൾ അതിന് മരുന്ന് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുമ്പം ആ ഉഷ്ണത്തിനെ കുറയ്ക്കാനും ആ വിദാഹത്തിനെ കുറയ്ക്കാനും ചെയ്യുമ്പോൾ നമുക്കത് അപ്പം തന്നെ മാറും. ഇതേപോലെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ആ ഏരിയയ്ക്ക് അനുസരിച്ചും ആ കണ്ടീഷൻ അനുസരിച്ച് തന്നെ മരുന്ന് കൊടുത്താലാണ് നമുക്ക് അതിന്റെ ഫലം കിട്ടുക. ഞാൻ അർഷാദ് ഡോക്ടർ ഓർമ്മിക്കുന്നുണ്ടാവും, ഞാൻ അങ്ങനെ ആദ്യം വന്ന് കണ്ട് നാടി നോക്കി ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞപ്പം കീമോ കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയും, പക്ഷേ എൻ്റെ നോട്ടത്തിൽ ഇൻഫെക്ഷൻ ഉള്ളിൽ നിൽക്കുകയാണ്, ഡിസീസ് അവിടെ പ്രോഗ്രസ് ആയിട്ട് നിൽക്കുകയാണ്, എസ്പെഷ്യലി രക്തത്തിൽ നിന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ CRP ലെവൽ വളരെ ഹൈ ആയിരുന്നു. അപ്പം നമ്മൾ അവിടെ ക്യാൻസറിന് പറയപ്പെട്ടിട്ടുള്ള പല മരുന്നുകളും നമുക്കുണ്ടെങ്കിലും ആ മരുന്നല്ല അവിടെ ഞാൻ തന്നതാണ്. അവിടെ നമുക്ക് ആ ബോഡീനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഇൻഫെക്ഷനെ കുറയ്ക്കാനും CRP ലെവൽ കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കഷായം തന്നു. ഉടനെ തന്നെ അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കുറഞ്ഞു, അടുത്ത ടെസ്റ്റിൽ അത് നോർമലായി. അപ്പം നമ്മുടെ ബോഡി എന്ത് ചെയ്യും വെച്ചാൽ നമ്മുടെ ബോഡി തന്നെ ഇതിന് ക്യാൻസറിന് അഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള പ്രവർത്തനം തുടങ്ങും. ആയുർവേദത്തിൽ പ്രധാനമായിട്ടും അതാണ് നമ്മൾ, അതായത് ഒന്ന്, ഒരു ട്യൂമർ വളരെ വലുതായി വരികയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു മരുന്ന്. 2, അത് മെറ്റാസ്റ്റസിസ് ആയി പോവാതെ മറ്റു ഭാഗത്ത് പരടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി ചെയ്യണം. ഏറ്റവും പ്രധാനം ഇതിനേക്കാൾ ഒക്കെ നമ്മൾ ആ ബോഡിയുടെ അറ്റ്മോസ്ഫിയറിനെ നമ്മൾ കറക്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ മാക്സിമം ഇമ്മ്യൂണിറ്റി കൊണ്ടുവരണം, ശുദ്ധി ഉണ്ടാക്കണം, പ്യൂരിറ്റി ഉണ്ടാക്കണം. അതായത് അന്നൊരു ഫീവറിഷ് നേച്ചർ ഉണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ആ നേച്ചർ കംപ്ലീറ്റ് പോകണം നമുക്ക്. അതാ ഞാൻ പറഞ്ഞത്, ക്യാൻസറിന് മാത്രം നമ്മൾ വെച്ചിട്ട് ഒരാളെ ചികിത്സിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഫലം കിട്ടില്ല. അതുകൊണ്ടാണ് പല റിസർച്ചും ഇതിൽ ഫെയിലിയർ ആവുന്നതിന്റെ കാരണം ഒരു ക്യാൻസറിന് സാർക്കോമയ്ക്ക് ഇന്ന മരുന്ന്, ഇല്ലെങ്കിൽ കാർസിനോമയ്ക്ക് ഇന്ന മരുന്ന്, ലിംഫോമയ്ക്ക് ഇന്ന മരുന്ന്, അങ്ങനെ ഒരിക്കലും ആയുർവേദത്തിൽ പറ്റില്ല.
നമ്മൾ ആ ശരീരത്തിന് തന്നെ കറക്റ്റ് ചെയ്ത് ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിലെ ഏക മാർഗം. പിന്നെ അതിൽ ഓരോ സ്ഥാനത്തിനനുസരിച്ച് മരുന്നുകൾ കൃത്യമായിട്ടുണ്ട് നമുക്ക്, അതിൽ സംശയമില്ല. വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? താങ്ക് യു സാർ. ഇനി ചോദ്യത്തിന്റെ സെഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ അരുൺ സാർ ഇവിടെ ഉണ്ടോ? അരുൺ സാർ, നമ്മള് 7 തുടങ്ങി ഇപ്പൊ 10:30 ആയി, ഏകദേശം 3.5 മണിക്കൂറായി. ഇത്രയും നേരം ഈ സെഷൻ വളരെയധികം ആളുകൾ ഇത്രയും വളരെ ബുദ്ധിമുട്ടി. നോർമലി ഇത്ര ആളുകളൊന്നും ഇരിക്കില്ല, പക്ഷെ യൂട്യൂബിൽ ഇപ്പോഴും നല്ല ഏതാണ്ട് അറൌണ്ട് 300 പാർട്ടിസിപ്പൻസ് ഇപ്പോഴും യൂട്യൂബ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ സൂം ലൈവിലാണ് കുറച്ച് കുറവ്. എന്നിരുന്നാലും നമ്മുടെ സെഷൻ വളരെയധികം ഉപകാരപ്രദമായി വിചാരിക്കുന്നു. നമുക്കിതൊരു ഇന്റഗ്രേഷന്റെ ഒരു തുടക്കമാവട്ടെ. ഇനി ഇത്തരമുള്ള നമ്മൾ തുടർ സംവിധാനങ്ങൾ നമ്മൾ ഉടനെ തന്നെ പ്ലാൻ ചെയ്യുന്നതാണ്. ഈ ആഴ്ച തന്നെ ഈ ക്യാൻസർ വേൾഡ് ക്യാൻസർ ഡേയോടനുബന്ധിച്ച് നടന്നൊരു പ്രോഗ്രാം എന്നുള്ള നിലയ്ക്ക് ഇന്ന് തന്നെ നമ്മളിത് ആരംഭിച്ചു. ഇതിനുവേണ്ടി വേണ്ടിയിട്ട് എല്ലാവിധ സഹകരണം തന്ന ഡോക്ടർ അരുൺ ചന്ദ്രശേഖരൻ സാർ, ശ്രീകുമാർ സാർ, അതുപോലെ സെന്തിൽ കുമാർ സാർ, HMAയുടെ ഇതിന്റെ എല്ലാ മെമ്പർമാർക്കും അതിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മുടെ ഇതിൽ പങ്കെടുത്ത മറ്റേ വിനു കൃഷ്ണൻ ഡോക്ടർ, നമ്മുടെ ഇതിനു വേണ്ടി തന്നെ എല്ലാവരും ഇതിൽ കൂടിച്ചേർന്നുകൊണ്ട് ഇനി നമ്മൾ അങ്ങനെയുള്ള ഒരു മുന്നൊരുക്കം നടത്തണം എന്നുള്ളതാണ് ഇതിൽ നിന്നൊരു ഔട്ട്കം. നമ്മൾ ഒരു നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഗ്യാപ്പ് അത് നമുക്ക് ഫില്ല് ചെയ്യേണ്ട, ക്ലോസ് ദ ഗ്യാപ്പ്. അതുപോലെ നമ്മളുടെ കോ എക്സിസ്റ്റൻസ്, ഇന്റഗ്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കണം നമ്മുടെ ചർച്ച. അതിനുവേണ്ടി നമ്മളെ പ്ലാറ്റ്ഫോം ഇനി പ്രവർത്തിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ അരുൺ സാറും നമ്മുടെ ശ്രീകുമാർ സാറും സെന്തിൽ കുമാർ സാറും അജിൽ കുമാർ സാറും നമ്മുടെ ഇനിയും ഒരുപാട് ആൾക്കാർ, നല്ലൊരു ഗുഡ് ന്യൂസ് നമുക്കുള്ള യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള കുറച്ച് ആളുകളെ കൂടി നമ്മൾ ഉൾക്കൊള്ളാമെന്ന് വിചാരിച്ചിരുന്നു. ഡോക്ടർ കോശി, അതുപോലെ ഒരു വേറെ ഓങ്കോളജിയിൽ വർക്ക് ചെയ്യുന്ന 2-3 ഡോക്ടേഴ്സിനെ അവർ കൂടെ ഇതിൽ ചേരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സെഷൻ അങ്ങനെയുള്ള ആളെ കൂടെ കുറച്ചുകൂടെ ഈ ഓങ്കോളജിയിൽ റിസർച്ച് ചെയ്യുന്ന ഹോളിസ്റ്റിക് ഇന്റഗ്രേറ്റീവ് മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്യുന്ന കുറെ കൂടെ ഡോക്ടർമാരെ കൂടെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പാനൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത ഉടനെ തന്നെ ഉണ്ടാവും. ഇതിനോടൊപ്പം ഓരോ ഇൻഡിവിജ്വൽ ഡോക്ടേഴ്സ്, ഇന്ന് പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും ഓരോ സെഷൻ നമ്മൾ സെപ്പറേറ്റ് സെഷൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഔപചാരികതയുടെ ഭാഗമായിട്ടൊന്നുമില്ല. ഇനി ആർക്കും വളരെ സംശയങ്ങളോ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഈ പരിപാടി നമുക്ക് അവിടെ നന്ദി പ്രകടനമാണ് ആവശ്യമുള്ളത്. തന്നെ നമ്മൾ ഇന്റഗ്രേറ്റീവ് മെഡിസിൻ കോർഡിനേറ്ററായ ഡോക്ടർ ഷാറോളിനെ ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും ഇതുവഴി ഡോക്ടർ ഉണ്ണി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ സെക്രട്ടറി? ഇവിടെ സാറ് ഇവിടെ ഇല്ല തോന്നുന്നുണ്ട്. അരുൺ സാർ മാത്രമില്ല, അതുപോലെ വിനു കൃഷ്ണ സാറേയും കണ്ടില്ല. വിനു കൃഷ്ണ സാറ് ഇവിടെ വന്നിട്ടുണ്ട്, ലൈനിലുണ്ടോന്നും അറിയില്ല. ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 10:30 ആയി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഡോക്ടർ ശ്രീകുമാർ സാറോ സെന്തിൽ സാറിനോ ശ്രീ സാറിന് എന്തോ പറയാനുണ്ടോ? ശ്രീ സാർ പറയൂ. 2 പോയിന്റേ ഉള്ള. ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് ദർ ഇസ് എനി വേ വി ക്യാൻ ഫൈൻഡ് ഇറ്റ് അഫോർഡബിൾ ടു ദി കോമൺ മാൻ. ഞാൻ ഗവൺമെൻറ് സർവീസ് ഉള്ളതുകൊണ്ടും ഞാൻ ലോവർ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടും എന്നെ സംബന്ധിച്ചുള്ള ഒരു പെർ ഡേ 100 രൂപയുടെ എക്സ്പെൻസ് ഒരു രോഗിക്കാകുമ്പോൾ അപ്പോഴേ നെഞ്ചെടുപ്പ് തുടങ്ങും നമുക്ക് ആക്ച്വലി. കാരണം വി ആർ ഡീലിംഗ് വിത്ത് വെരി പുവർ പീപ്പിൾ. ശരിയാണ്, സ്വർണ്ണഭസ്മം വേണം, അതിന് ഡിസ്കൗണ്ട് ഇല്ല. ഹീരകഭസ്മം വേണം, ഡിസ്കൗണ്ട് ഇല്ല, സമ്മതിച്ചു. ബട്ട് ഇൻ ദ ലോങ് റൺ എൻ്റെ ഒരു കാൽക്കുലേഷൻ, നമ്മൾ കൂടി ക്ലാസ് പേഷ്യൻസിനെ ആണല്ലോ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഗവൺമെൻറ് സർവീസിൽ. അവരൊക്കെ ഒരു 700-800 രൂപയല്ലേ സമ്പാദിക്കൂ പെർ ഡേ. അപ്പോൾ ഒരു 10% വരെ അവർക്ക് ഹെൽത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. ശരിയാണ്, ബാറിലേക്ക് പോകുന്നവരുണ്ടില്ലെന്നല്ല, ഐ ഡോണ്ട് ഡിനൈ ദാറ്റ്. സോ ഇൻ ദ ലോങ് റൺ ഈ സിസ്റ്റം ഫീസിബിൾ ആവണമെങ്കിൽ, അത് എൻ്റെ ഹംബിൾ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ആണ് അങ്ങനെ ചിന്തിപ്പിക്കുന്നത്. മാത്യു സാറും അങ്ങനെ തന്നെ ആയിരുന്നു ഡെഫിനറ്റ്ലി, ഇത്രയും പലതും കണ്ടതുണ്ട്. അത് നമ്മൾ ലോങ് ടേം അജണ്ട ആക്കി ഇറ്റ് വിൽ ബി ഗുഡ്. ശരിയാണ്, സസ്റ്റനൻസ് വേണം, ഹോസ്പിറ്റൽസ് നടന്നു പോകണം, ഡോക്ടേഴ്സിന് ലാക്സിൽ സാലറി കൊടുക്കണം, ഓൾ സെറ്റ് ഡൺ ഗുഡ്, നോ ഡൗട്ട് ഓൺ ദാറ്റ്. ബട്ട് അത് ഇഫ് വി ക്യാൻ വർക്ക് ഓൺ ഇറ്റ് ലോങ് ടൈം, I think that should be a good service to a society at the first, as least as the expense can be without compromising result. Of course, quality comes at a price. I don't deny that at all. അതെല്ലാം റിയാലിറ്റി ഓഫ് ലൈഫ് ആണ്. പെട്രോൾ തന്നെ 100 രൂപയുണ്ട് പ്ലസ്. സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സെക്കൻഡ്ലി, ഈ പഥ്യം എന്ന് പറയുന്ന ആയുർവേദത്തിലെ ഒരു വളരെ യുണീക്ക് കൺസെപ്റ്റ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിദാഹം, വിദഗ്ധം, ആ ഗ്രൂപ്പ്, ആമം, ഈ വിഷ്ടംഭം, വിദാഹം, വിദഗ്ധം, ശോഭം, ഈ ഗ്രൂപ്പ് എല്ലാം തന്നെ ഒത്തിരി റെലവൻസ് ഉണ്ട് ക്യാൻസർ പേഷ്യൻസിൽ. അതുകൊണ്ട് ഈ ഓൺലി എ ഡിസീസ് ബേസ് മാത്രം നോക്കുന്നതിനൊക്കെ ഉപരി അത് ഡിസീസ് മാനേജ്മെൻറ്റേ ആവുന്നുള്ളൂ. ഒരു പേഷ്യൻ്റ് മാനേജ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും.
അപ്പം ഞാൻ ആ സ്ക്രീൻഷോട്ട് കാണിച്ച് പാർട്ട് 1, 2, 3 ഞാൻ എന്തായാലും ഇപ്പം ഡോക്ടർ അർഷാദ് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു തരാം ഇഫ് എനിവൺ ഇസ് ഇൻട്രസ്റ്റഡ്. കാരണം അത് ഈസ് ടു ബി ഹെവിലി പ്രൊപ്പഗേറ്റഡ് ഇൻ ദ സൊസൈറ്റി സോ ദാറ്റ് ദ റിക്കവറി ഇസ് ഫാസ്റ്റർ ആൻഡ് ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് സ്ട്രാറ്റജി ഡിപ്പെൻഡൻറ്റ് ആൻഡ് തെറാപ്പി ഡിപ്പെൻഡൻറ്റ് മാത്രമായിട്ട് അങ്ങ് പോകും. ബേസിക് അലൈൻമെൻറ്റ് ഓഫ് ഹെൽത്തിനുള്ള വർക്ക് ഇല്ലാതെ വി വിൽ ബി ജസ്റ്റ് ഹണ്ടിങ് ഇൻ ദ ഡാർക്ക്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു സർ. ഇത് സാറ് പറഞ്ഞ വളരെ സത്യമാണ്. ഇപ്പൊ ഒന്ന് കേരളത്തില് ഇന്ത്യയിൽ തന്നെ ക്യാൻസറിന്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു ശരി പറഞ്ഞ ഒരു എവിടെ എങ്ങനെ തുടങ്ങണം എന്നുള്ളതിനെ കുറിച്ച് ആർക്കും അറിയില്ല. പല ആളുകളും മിസ്ഗൈഡൻസ് ആയിട്ട് ആയുർവേദം ചെയ്യണോ, ഹോമിയോപ്പതി ചെയ്യണോ, റേഡിയേഷൻ ചെയ്യണോ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ തന്നെ നമ്മൾ ആ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അക്യുപങ്ക്ചർ വേണോ, ലാടവൈദ്യം വേണോ, ആദിവാസി ചികിത്സ, എല്ലാ ചികിത്സയിലും ആളുകൾ പരീക്ഷിച്ചതിന് ശേഷമായിരിക്കും പലപ്പോഴും യഥാർത്ഥ ചികിത്സകന്റെ എടുക്കുക. അപ്പോൾ ഇതിലൊക്കെ ഒരു മിസ്കൺസെപ്ഷൻ വളരെയധികം ഉണ്ട്. ഈ ഇത്തരത്തിലുള്ള ക്യാൻസർ ചികിത്സയിൽ നമുക്ക് ഇന്ന് അത്യാധുനിക ഡോക്ടർമാരുടെ പുതിയ ഇന്നോവേഷൻസും അതുപോലെ ആയുർവേദവും സിദ്ധവും ഹോമിയോപ്പതിയും ഫങ്ഷണൽ മെഡിസിനും എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുള്ള ഒരു സമഗ്രമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി വിൻ ഓവർ ദ ക്യാൻസർ. നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അത്തരം അതേപോലെ തന്നെ ഹോളിസ്റ്റിക്, ഇന്ന് ആരും സൂചിപ്പിക്കാത്ത കാര്യം മനോധൈര്യം, നമ്മുടെ സ്പിരിച്വൽ, ഇമോഷണൽ ആൻഡ് നമ്മുടെ സാറ് പറഞ്ഞു, ശ്രീകുമാർ സാർ പറഞ്ഞു മെഡിറ്റേഷൻ ആൻഡ് യോഗ. ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു സെഷൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ അതിൻ്റെ ആളൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റില്ല. യോഗ ആൻഡ് മെഡിറ്റേഷൻ ആ ഒരു സൈഡിൽ നമ്മൾ ഇമോഷണൽ സ്ട്രെസ് ഞാൻ പേഴ്സണലായിട്ട് അനുഭവിച്ച ആളാണ്. അതുകൊണ്ടാണ് പ്രത്യേകം പറയാൻ കാരണം. നമുക്കുണ്ടാവുന്ന ഇമോഷണൽ സ്ട്രെസ്സുകൾ പലപ്പോഴും നമ്മളെ രോഗത്തെ ആക്ടിവേറ്റ് ചെയ്യും. അത് ശരി, ഒരുപാട് മെഡിറ്റേഷൻസിൽ ഇപ്പോൾ ഇത്രയും അറിയുന്ന ഡോക്ടറായിട്ട് പോലും നമ്മൾ അതിന് പല കാര്യങ്ങളും മിസ്കൺസെപ്ഷൻ, നമ്മൾ സപ്താഹ ചികിത്സ, ദൈവവ്യാപസ്ഥ ചികിത്സ, പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ചേഞ്ചസ് വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നതാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത്. എല്ലാവരും ക്യാൻസർ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും, പക്ഷെ ഞാനൊരു ക്യാൻസർ രോഗിയാണ്, എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. വളരെയധികം നമുക്ക് കിട്ടാവുന്ന എത്ര നമ്മൾ ടാബ്ലറ്റ്സ് കഴിച്ചാലോ ഉറക്കം കിട്ടാം, 5-6 ടാബ്ലറ്റ്സ് കഴിച്ച് ഉറക്കം കിട്ടാത്ത നമുക്കൊക്കെ വളരെ മാനസികമായിട്ടുള്ള സുഖം കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അത് പേഷ്യൻ്റ് സൈഡിൽ നിന്നും ഡോക്ടർ സൈഡിൽ നിന്നും നമ്മളെല്ലാവരും സൈഡിൽ നിന്നും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം, അതൊരു ട്രമൻഡസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ബെറ്റർ വെൽബീങ് ആൻഡ് ഹീലിംഗ്. ആ ഒരു സ്റ്റാറ്റസ് ലെവലിലും കൂടെ നമ്മളെ ജീവിതത്തെ കൊണ്ടുപോകാന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ നമ്മൾ അതിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട്, ഉണ്ണികൃഷ്ണൻ ഡോക്ടർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ വോട്ട് ഓഫ് താങ്ക്സ് വൈൻഡപ്പിന് വേണ്ടിയിട്ട് ഡോക്ടർ ഷറോളിനെ, ഇന്റഗ്രേറ്റഡ് മെഡിസിൻ കോർഡിനേറ്റർ ആയിട്ട് ഷറോളിനെ ക്ഷണിക്കാം. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, നമ്മുടെ സെക്രട്ടറി, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഫർദർ സെഷൻസ് ഉണ്ണികൃഷ്ണൻ കേൾക്കാവോ? ഡോക്ടർ കേൾക്കുന്നില്ല തോന്നുന്നു. എന്നാൽ ശ്രീകുമാർ സാർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സാറിന് എന്തായാലും ഒരു ഫൈനൽ നോട്ട്സ്, സീനിയർ സാർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സാറേ, നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമുക്കൊരു ഡിസ്കസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ശ്രീജിത്ത് പറയുന്നതും അർഷദ് പറയുന്നതൊക്കെ ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. വൺ ഓഫ് ദ തിങ് ഈസ് നമ്മള് രോഗത്തിനെ അല്ല ചികിത്സിക്കേണ്ടത്, രോഗിയാണ്. അപ്പം രോഗിയെ ചികിത്സിക്കുമ്പോഴേ എപ്പോഴും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ രോഗിയുടെ ആവശ്യങ്ങളാണ് ഏറ്റവും അവരുടെ ലൈഫ് സ്റ്റൈൽ. സോ ശരിക്കും പറഞ്ഞാൽ ഒരു 3-dimensional ഹെൽത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. മൈൻഡ്, ബോഡി ആൻഡ് ശരിക്കും സ്പിരിറ്റ് എന്ന് പറയുന്നത് ഞാൻ എൻവയോൺമെന്റ് ആയിട്ട് എടുക്കും. മനസ്സും ശരീരവും എൻവയോൺമെന്റും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഓക്കെ. പക്ഷെ അതിനാദ്യം വേണ്ടത് മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ്. സോ ഒരു സൈഡിൽ കൂടെ വി ഹാവ് ടു ഗിവ് കറക്റ്റ് നറിഷ്മെന്റ് ടു ദി ബോഡി, ആൻഡ് സെക്കൻഡ് തിങ് ഈസ് യു ഹാവ് ടു ഗിവ് അപ്ലിഫ്റ്റിംഗ് ഓഫ് ദ മൈൻഡ്. മൂന്നാമത്തെ ഒരു ആസ്പെക്ട് മാത്രമേ ഉള്ളൂ, എൻവയോൺമെന്റിൽ ഉള്ള ട്രീറ്റ്മെന്റ് ആണ് മെഡിസിൻ. സോ ദി മെഡിസിൻ ഹാസ് ഗോട്ട് ഓൺലി എ വെരി ലിമിറ്റഡ് റോൾ, എസ്പെഷ്യലി ഓൺ ദി when you say about the, so that is how you can close the gap. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് what I feel is the knowledge has to be gone to the public. നേരത്തെ ശ്രീജിത്ത് ചോദിച്ചല്ലേ how it can be made affordable ആക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ആൾക്കാരെ ഇത് അവയർനെസ് കൊണ്ടുവരണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇറ്റ് ഈസ് നോട്ട്, ഒരിക്കലും ഇത് പ്രൈസ് അല്ല, ബിക്കോസ് എല്ലാവരുടെയും ലൈഫിന് ഈക്വൽ വാല്യൂ ആണ്. യുവർ ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്, മൈ ലൈഫ് ഈസ് ഇമ്പോർട്ടൻറ്റ്, എവരിബഡീസ് ലൈഫ് ഹസ് ഗോട്ട് എ വെരി വെരി സിഗ്നിഫിക്കൻറ്റ് വാല്യൂ. ആ വാല്യൂ കീപ്പപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ആ വ്യക്തിക്ക് ആ ലൈഫ്, അവരുടെ ലൈഫിനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് കിട്ടിക്കഴിഞ്ഞാൽ ദേ നോ ഹൗ ടു ഡു തിങ്സ്. സോ ഐ തിങ്ക് നമുക്കൊരു എൻ്റെ ഒരു യുണൈറ്റഡ് ഒരു ഫോമാറ്റിൽ മാത്രമേ, ഇൻ്റഗ്രേറ്റഡ് ഫോമാറ്റ്, ഇറ്റ് ഇസ് നോട്ട് ഒരാൾക്ക് മാത്രം കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, എല്ലാവരും കൂടെ ഒരു കമ്പൈൻഡ് എഫർട്ടിൽ കൂടെ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. സോ ഐ തിങ്ക് ദിസ് ഈസ് എ വെരി ഗുഡ് സ്റ്റെപ്പ്. ഐ തിങ്ക് ഐ വിഷ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദി വെഞ്ചർ. ആൻഡ് എല്ലാവർക്കും എനിക്കൊന്ന് ഒരുമിച്ച് ഇതിനകത്ത് നേരിട്ട് കഴിഞ്ഞാൽ, ബിക്കോസ് ക്യാൻസർ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ക്യാൻസർ ഈസ് നോട്ട് എ ഡിസീസ് അറ്റ് ഓൾ. ഇറ്റ് ഈസ് ഓൺലി എ ഫേസ് ഓഫ് ലൈഫ് ആൻഡ് that can be managed very easily. Okay, so that is my, so thank you. And thank you, sir. And now the session hand over to Sharon for vote of thanks. We have our, okay, thank you. Dr. Iduri Unnikrishnan sir has joined. I think we let him speak. Hello, sir. Sir, am I audible? എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നു. നമുക്ക് ക്ലോസിംഗ് വൈൻഡിങ് സെന്ററിലേക്ക് പോകാം, അത് തോന്നുന്നു. ഡോക്ടർ അവൈലബിൾ അല്ല, വോയിസ് എന്തോ കട്ടാവുന്നു തോന്നുന്നു. Okay, sir. Am I audible, sir? Yeah. Yeah, sir. On behalf of Integrated Medical Professionals, Baseman Sports Center and AHMA, I deem it a great honor to propose the vote of thanks on this memorable day. First and foremost, I thank God Almighty for bringing us together this evening for this noble cause, spreading cancer awareness. First of all, my sincere thanks to all the distinguished speakers for accepting our invitation and joining us today. Firstly, I thank Dr. Arun Chandrasekhan sir, Consultant Medical Oncology, who despite his busy schedule has graced as the chief speaker of today. And I also express my heartfelt thanks to Dr. Srikumar A. sir, Functional Medicine Specialist, for explaining the basic concepts of treatment in the most simplest possible way. We are also grateful to Dr. Senthikumar sir, National Institute of Siddha, for sharing his insightful experience on management of oncology cases through Siddha. I thank Dr. Vinu Krishnan sir, SMO, Homeopathy, for sharing treatment experience and guiding us. We are grateful to Dr. Ajil Kumar sir for his enormous contribution. I also thank Dr. Srijit sir, student of the legendary Dr. C.P. Matthews sir, and my dear teacher, who has devoted his entire life for spreading the light of Ayurveda, integration, and holistic medical modalities all over the world. Heartfully, I thank you, sir, for your contribution to today's session. We owe special gratitude to the torchbearers of AHMA, Ayurveda Hospital Management Association, Dr. Unnikrishnan Iduri sir, Dr. Vidyasagar sir, Dr. Senel Kumar sir, for providing us the Zoom platform, as well as all support for making this event a grand success. Special thanks to our program sponsor, Diet Hub Car Cure, without whose support, this event would have never come true. Also extending heartfelt gratitude to Mr. Nihal Palikal for his technical support in arranging today's event. Very special thanks to Dr. Arshad Peace sir, Chief Physician, Baseman Sports Center, and most importantly, a cancer warrior himself, and today's moderator. He is the master brain behind this process. I thank him for his uncomparable efforts in spreading awareness and working unconditionally for betterment of cancer patients. Your contribution to this world is unbeatable, and you are the greatest inspiration for all of us. Thank you, sir. I thank all the distinguished invitees present here accepting our invitation, and all the good hearts who have worked behind the screen. This event is just the beginning of a long-planned project. We are planning more detailed session with our distinguished faculty and opening a cancer information and guidance center for providing all support for integrated treatment, which will prove to be a pure source of hope for all the patients. We are hoping to make easier roadmap to greater health and abundance and help you battle for your life and health. If you are anyone you know is battling the beast called cancer, we, Integrated Medical Professionals Association, aid you with powerful health information and most of all, the hope for life. Thank you, everybody. Thank you so much.
സൗണ്ട് വരുന്നില്ലേ? റെക്കോർഡിങ്ങിലല്ലേ? സെക്ഷൻ ഉണ്ടാക്കില്ല. ഹലോ, സെഷൻ വൈൻഡ് അപ്പ് ചെയ്തിട്ടോ, എൻഡ് ചെയ്തോളൂ കേട്ടോ. ഇതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണോ? Yes, sir. Recording is available.